ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദനാമ സങ്കീർത്തനം ഭഗവാനപി ഗോവിന്ദഃ ഉപയേമേ കുരുഭവ വൈദർഭീം ഭീഷ്മകസുതാം ശ്രിയോ മാത്രാം സ്വയംവരെ. ഗോവിന്ദനായ ഭഗവാൻ രുക്മിണിയെ സ്വയംവരത്തിലൂടെ രാക്ഷസവിധിപ്രകാരം വിവാഹം കഴിച്ചു. രാജാസീൻ ഭീഷ്മകോ നാമ വിദർഭാധിപതിർമഹാൻ തസ്യ പഞ്ചാഭവൻ പുത്രാഃ കന്യൈകാ ചവരാണ രുക്മ്യഗ്രജോ രുക്മരജോ രുക്മബാഹുരണന്തര രുക്മകേശോ രുക്മമാലീ രുക്മിണ്യേഷാം സ്വസാസതി. രുക്മിണി എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഭീഷ്മകൻ എന്ന മഹാരാജാവിന്റെ മകളായിട്ട് ഗർഭാരാജ്യത്തിന്റെ അധിപതിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ രുക്മി, രുക്മരഥൻ, രുക്മബാഹു, രുക്മകേശി, രുക്മമാലി എന്ന 5 ആൺകുട്ടികൾക്ക് ശേഷം ഉണ്ടായതാണ് രുക്മിണി. അവിടെ രുക്മിണിക്ക് മാത്രമേ ഒരു വിശേഷണം പറഞ്ഞിട്ടും ബാക്കിയുള്ള 5 പേരുടെയും പറയാനുള്ളത് നല്ലതല്ലാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. 5 ആൺകുട്ടികളുണ്ടായിട്ട് മരുന്നിന് ഒന്നുപോലും നേരിയില്ല. അവസാനമുണ്ടായ രുക്മിണിയാണ്. രുക്മിണിയുടെ ഗുണഗണങ്ങളെ പറഞ്ഞാൽ തീരാത്തതുകൊണ്ട് ശിവശിവ ബ്രഹ്മനിഷീത 2 അക്ഷരത്തിൽ അത് അവസാനിപ്പിച്ചു. സതി. സതി എന്ന് പറഞ്ഞാൽ സന്മനസ്ഥിതി, നല്ല മനസ്സൊന്നും. മറ്റുള്ളവർക്ക് ഇല്ലാത്ത തന്നെ ഇല്ലാത്തത്, ബാക്കിയൊന്നും അവർക്കും കുഴപ്പമില്ല. ആരോഗ്യത്തിനോ സൗന്ദര്യത്തിനോ വിവരത്തിനോ ഒന്നിനും കുറവില്ല. മനസ്സ് മാത്രം നല്ലതല്ല. രുക്മിണിക്ക് അതിനും കുറവില്ല, മനസ്സും ശുദ്ധമാണ്. ആ രുക്മിണി ദേവി ഭഗവാനിലേക്ക് എത്തുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ സോമശ്രുത്യ മുകുന്ദസ്യ രൂപവീര്യ ഗുണശ്രീയഃ ഗൃഹാഗതൈർഗീയമാനാസ്തം മേനേ സദൃശം ഗതിം. രുക്മിണിയുടെ ജന്മത്തോടു കൂടിയിട്ട് ആ ഗൃഹത്തിൽ വന്ന സജ്ജനങ്ങളെ പറഞ്ഞു കൊടുത്ത് ഭഗവാന്റെ കഥകൾ കേട്ട് 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 രുക്മിണി ഇപ്പോൾ ഒരു തീരുമാനത്തിലെത്തി, എനിക്ക് പറ്റിയ ആള് കൃഷ്ണനാണ്. ഭഗവാനെ ഇങ്ങനെ പതിയായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് രുക്മിണി. അതിനിടയിലാണ് ആകെ തകടം പറഞ്ഞത് കൃഷ്ണത്വിഡ് രുക്മി. കൃഷ്ണ ദ്വേഷിയായിട്ടുള്ള രുക്മി ഇതിനെ തകടം മറിച്ചു. ബന്ധൂനാമിച്ഛതാം കൃഷ്ണായ വിനി. ബന്ധുക്കളടക്കം രുക്മിണിയെ കൃഷ്ണന് കല്യാണം കഴിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടായിരിക്കണം. അച്ഛനമ്മമാർക്ക് സമ്മതം. അടുത്ത ബന്ധുക്കളെ കുറിച്ച് ആലോചിച്ചപ്പോൾ എല്ലാവരും നല്ല ബന്ധമാണെന്നായി. അങ്ങനെ ഇരിക്കുമ്പോൾ രുക്മിണിക്ക് ഈ സ്വതന്ത്രമായിട്ട് പ്രണയിക്കാം എന്നായി. അങ്ങനെ ഈ രുക്മി തുടങ്ങിയവര് സഹോദരന്മാര്, പിന്നെ ഒരു വലിയൊരു ടീം തന്നെ ഉണ്ടാണ്. ജരാസന്ധൻ, ശിശുപാലൻ, ഗന്ധവക്രൻ, വിദൂരജൻ, സാൽവൻ, ഇൽവനൻ, ബല്യവനൻ, മൗണ്ഡ്രകൻ, കാശി രാജാവ്, ഒരെണ്ണം ഇതിന് തന്നതില്ല. ഇവരൊക്കെ കൂടിയിട്ടുണ്ടാക്കിയിട്ടുള്ള സംഘടനയാണ് കൃഷ്ണദ്വേഷി. അതിന്റെ പ്രസിഡന്റാണ് ശിശുപാലൻ, സെക്രട്ടറി ജരാസന്ധൻ. ഇവരുടെ ജനറൽ ബോഡി മീറ്റിങ്ങിലാണ് രുക്മി ഞെട്ടിക്കുന്ന ആഗ്രഹത്തെ ഉന്നയിച്ചത്. എന്റെ അനുജത്തി രുക്മിണിയെ ശിശുപാലന് കല്യാണം കഴിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ശിശുപാലൻ അപ്പം തൊട്ട് നുള്ളി നോക്കി. സത്യമാണല്ലേ എന്നെ രുക്മിണിയെ മോഹിക്കാത്ത ചെറുപ്പക്കാരല്ലേ അന്ന്. തനിക്ക് ഒട്ടും ചിന്തിക്കണല്ലേ ആ പാവം. വെറുതെ ഇരിക്കുന്ന ഒരാളെ മോഹിപ്പിച്ചിട്ട് അബദ്ധത്തിലാക്കിയത് രുക്മിയാണ്. സത്യമാണ്. ശിശുപാലൻ അങ്ങനെ ഒരു മോഹം പോലും ഇല്ല. കാരണം ശിശുപാലനത് പ്രതീക്ഷിക്കണേയില്ല. രുക്മിണിയൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനെ ഭാഗ്യമില്ല. എല്ലാവരും കൂടി കൈയടിച്ച് ഒറ്റയടിക്കങ്ങനെ പാസ്സാക്കി. മന്ത്രിമാരുടെയൊക്കെ ശമ്പളം കൂട്ടുന്നു പറഞ്ഞപ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേപോലെ കൈയടിച്ചത്. അതുപോലെ ആയിരുന്നു ഇവിടെ. ഒറ്റയടിക്കാണ്, ആർക്കും എതിർപ്പില്ല. ഈ രീതിയിൽ എന്നാ പിന്നെ നമുക്കങ്ങനെ ഉത്സാഹിച്ചേക്കാം, ഇതൊന്നും വെച്ചുമതി താമസിപ്പിക്കരുതെന്നൊക്കെ ജരാസന്ധനൊക്കെ പറഞ്ഞ പ്രകാരം അവരെന്നെ തീരുമാനിച്ചു കാര്യങ്ങൾ. മുഹൂർത്തം കുറിക്കലായി. എന്തിന് കല്യാണ ക്ഷണക്കത്ത് അച്ചടിക്കൽ വരെ കഴിഞ്ഞിട്ട് ആദ്യത്തെ ക്ഷണക്കത്തുമായിട്ടാണ് ഭീഷ്മകന്റെ അടുത്തേക്ക് രുക്മി എത്തണത് പോലും. ശിശുപാലനെ വരനായിട്ട് തീരുമാനിച്ചുകൊണ്ട് രുക്മിണിയുടെ കല്യാണം ഞങ്ങൾ നടത്താൻ പോവാണെന്നൊക്കെ പറഞ്ഞപ്പോ ഭീഷ്മകൻ നല്ലവാക്ക് പറഞ്ഞു നോക്കി. കൃഷ്ണനെ രുക്മിണി പ്രേമിക്കുന്നു. ആ രുക്മിണിക്ക് കൃഷ്ണനെ ചീത്ത പറഞ്ഞ് നടക്കുന്ന ശിശുപാലനെ വരനായിട്ട് കൊണ്ടുവന്നാൽ അവൾ സമ്മതിക്കുന്നു നോക്കണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ രുക്മി തല്ലിയില്ലാന്ന് കഴിയും.
അത് പറയണതൊക്കെ പറഞ്ഞു. ആ താടിക്കാരൻ ഒരിടത്തിനും വന്ന് പറയുന്ന കഥയും കേട്ടിട്ട് ഇവളെടുത്ത് പ്രേമിക്കാനും നിങ്ങൾ കൊണ്ടിട്ട് സമ്മതിക്കാനും എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളാരും കണ്ടിട്ടില്ലേ കറുത്ത് കറുത്തൊരു സാധനം? ഇതൊന്നും പോരാഞ്ഞ കറുപ്പില്ല പോട്ടെ. അത് പിന്നെ ഓരോരുത്തരുടെ താല്പര്യമാണോ? കറുപ്പ് താൻ എനക്ക് പിടിച്ച കളറെന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്യും? ഇനിയിപ്പോൾ അതും വിട്ട് അവസാനം ഇതൊന്നും അല്ലാണ്ട് വേറെ വല്ല യോഗ്യത ഉണ്ടാവട്ടെ. മര്യാദയ്ക്ക് സ്കൂളിൽ പോയിട്ട് 64 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പരീക്ഷയാകുമ്പോഴേക്കും മുങ്ങിയാനാണ്. ഇപ്പോഴും പേരെ എഴുതി ഒപ്പിടാൻ അറിയുമെന്ന് ചോദിച്ചാൽ അറിയില്ല. പിന്നെ യോഗ്യത ഇല്ലാതൊന്നും പറയാൻ പറ്റില്ല. മോഷണത്തിൽ PhD ഉണ്ട്. നമ്മുടെ രാജകുമാരിയെ കൊടുക്കാൻ പറ്റിയ വ്യക്തിത്വമാണ്. നിങ്ങളെയൊക്കെ അച്ഛനമ്മ എന്നൊക്കെ പറയണമല്ലോ. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ശിശുപാലനായിട്ടുള്ള കല്യാണം തീരുമാനിച്ചത് രുക്മിണിയാണെങ്കിൽ അത് നടക്കും. മകളുടെ കല്യാണം കാണാൻ പറ്റിയില്ല എന്നൊരു സങ്കടം വേണ്ട വെച്ചാൽ അവിടെ വരിക, ഒരുപടി പൂ തരും, തലയിലിട്ടിട്ട് മുന്നോട്ട് പൊക്കോളുക. ഇതല്ല വേറെ വല്ലതാ ഉദ്ദേശം വെച്ചാൽ ഞാൻ ആരാന്നുള്ള വിവരെന്താണെന്ന് അറിയാം. ഇതൊക്കെയാണ് കൊണ്ട് നല്ല ഭാഷ, വളരെ മയത്തിൽ സംസാരിക്കുന്നതാണ്. ഭീഷ്മകൻ ഒന്നും പറഞ്ഞില്ല. നല്ല പ്രായത്തിന് ഇങ്ങോട്ട് കാണാന്ന് പറഞ്ഞ ഒരാഴ്ച പോലും തിരിഞ്ഞു നോക്കാത്തവനാണ്. അങ്ങനെയുള്ളവരെ ഈ പ്രായത്തിന് നേരെയാക്കാനാണോ പറ്റുക? മാത്രമല്ല ഈ പാർട്ടിക്കാർ കൂടെ ഉണ്ട്. എന്തെങ്കിലും അവിടെ തീരുമാനിച്ചത് വിധി പോലെ വരട്ടെ എന്നാണ് തീരുമാനിക്കും. അപ്പൊ അതേ നിർത്തിയുള്ളൂ. വിധി എന്നുണ്ട്. രുക്മിണിക്ക് വിധിച്ചത് കൃഷ്ണനെയാണെങ്കിൽ അത് കിട്ടും. അതിനിപ്പോൾ ഇവർ കുറേ എണ്ണം വന്നിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ശിശുപാലനെ ആണെന്ന് വെച്ചാൽ അതാണ് നമ്മൾ വിധിയെ സമാധാനിക്കുക. അതേപോലെ നിവൃത്തിയുള്ളൂ. രുക്മിണിയെ ഇത് അറിയിക്കാതിരിക്കുക പരമാവധി. അറിഞ്ഞാൽ അപ്പം തൊട്ട് സങ്കടമാണ്. അതുകൊണ്ട് അവൾ അറിയണ്ടാന്ന് പത്നിയോട് കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇവരുടെ ക്ഷണക്കത്തെല്ലായിടത്തേക്ക് ചെല്ലാൻ തുടങ്ങി. ഇവരതിനിടയിൽ കൃഷ്ണനെ പ്രേമിക്കുന്നു രുക്മിണി എന്നുള്ള വിവരം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. കൃഷ്ണനെങ്ങാനും വന്നാൽ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അതിനൊരു മുൻകരുതൽ എന്നോണം എല്ലാ രാജ്യത്തു നിന്നും സൈന്യങ്ങളെയും കൂടി കൊണ്ടുവരാൻ പറഞ്ഞിട്ടൊരു അടിപിടിയുടെ സാധ്യത മുന്നേ കൂട്ടി കണക്കാക്കി. സൈന്യങ്ങൾ നിർമ്മടിക്കുന്നു. കൊട്ടാരമറ്റത്തിന് 5 പന്തലുകളൊപ്പം പോകണം. വരനിരിക്കാനൊരു പന്തലുണ്ടാവണം. ഇത്രയും വേണ്ടു. സഹോദരന്മാരെ 5 എണ്ണം അവർ തമ്മിലും കൂടി അടിയാ. ഞാൻ ഉണ്ടാക്കണ പന്തലിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അവസാനം ജരാസന്ധം പറഞ്ഞു, ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമല്ലേ ഓരോന്നാ കെട്ടിക്കോളി, അയാൾക്ക് എവിടെ ഇരിക്കട്ടെ ചെയ്തു പറഞ്ഞു. ഇങ്ങനെയുള്ള 5 എണ്ണം ബാക്കി ഈ വാരിയ സ്വഭാവക്കാരും. ഇങ്ങനെ വരനുള്ള പന്തലുകൾ വരണു. കല്യാണത്തിന് ഒരാഴ്ച മുമ്പാണ് രുക്മിണിക്ക് മനസ്സിലാവണത് അടുത്ത ആഴ്ച എൻ്റെ കല്യാണം, അതിന്റെ പന്തലാണ് ഈ പോകണത്. രുക്മിണിക്ക് ഇതിൽപ്പരം സന്തോഷം ഉണ്ടാവാല്ലേ? അതിന് തുള്ളിച്ചാടി നടക്കുകയാണ് കുട്ടി. ഇനി 6 ദിവസമേ ഉള്ളൂ, 5 ദിവസമേ ഉള്ളൂ, 4 ദിവസമേ ഉള്ളൂ, 3 ദിവസമേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ മണിക്കൂർ എണ്ണാൻ തുടങ്ങി. 48 മണിക്കൂറുണ്ട്. ഭഗവാനെ സ്വന്തമാക്കാനുള്ള സമയം അങ്ങനെ നീങ്ങളില്ലല്ലോ എന്നും പറഞ്ഞിരിക്കുന്നതിനിടയിലാണ് ഇടുക്കി പോലെ തോഴിമാർ വാർത്തകളുമായിട്ട് പറയുന്നത് ശിശുപാലനാണ് വിവാഹം കഴിക്കാൻ വന്നത്, കൃഷ്ണനല്ല. ഏട്ടന്മാർ തീരുമാനിച്ചതാണ്. രുക്മിണി ഓടി അമ്മയുടെ അടുത്തേക്ക്. എന്താ പറയും, കൂടെ നിന്ന് കരഞ്ഞു. അച്ഛൻ്റെ അടുത്തേക്ക് ഓടിയപ്പോഴുണ്ട്. അച്ഛൻ കവാടത്തിൽ നിന്നിട്ട് വരുന്നവരെയൊക്കെ സ്വീകരിച്ച് ശിശുപാലനായ സ്വാം കന്യാം ദാസ്യം കർമാന്യകാരയും. ശിശുപാലന്റെ കല്യാണം കഴിച്ചു കൊടുക്കാൻ എന്ന പോലെ അച്ഛൻ മകളുടെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. രുക്മിണിക്ക് ആകെ തകർന്നു. അച്ഛൻ ഇപ്പൊ തന്റെ കൂടെയാണോ ഇവരുടെ കൂടെയാണോ? തന്റെ മനസ്സിലാവാണ്ട് ഏട്ടന്മാരുടെ കൂടെ കൂടിയോന്ന് പോലും രുക്മിണിക്ക് ഒരു നിമിഷം തോന്നിപ്പോയി. ഭീഷ്മകൻ എന്താ വെച്ചാൽ കുടുംബത്തിൽ നടക്കുന്ന അടി വരണ നാട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ അറിയിക്കണം. അത് വേണ്ട വെച്ചിട്ട് അദ്ദേഹം മുഖത്തൊട്ടിച്ചു വെച്ചൊരു പുഞ്ചിരിയുമായിട്ട് ആർക്കും ഒന്നും പിടിവെക്കാണ്ട് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അവസാനം ഇപ്പൊ നിൽക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ എന്തായാലും ഒരു തന്റെ മകളുടെ കല്യാണം നാം കഴിച്ചു കൊടുക്കണം. ഇതിനിപ്പോ ആ കന്യകാദാന സമയത്ത് ജപിക്കുന്ന മന്ത്രം മാത്രമേ ഒന്നും മാറാറുള്ളൂ. അവിടെ കൈ പിടിച്ചു കൊടുക്കുന്ന സമയത്ത് ശിശുപാലനാണ് വരണമെങ്കിൽ ശിശുപാലായ വരായ ഇമാം കന്യ, കൃഷ്ണനാണെങ്കിൽ ശ്രീകൃഷ്ണായ വരായ ഇമാം കന്യ. ബാക്കി ഇപ്പൊ എല്ലാം ഒന്നല്ലേ. ഈ ഒരു സാധനം മാത്രമേ ആകെ മാറ്റാള്ളൂ. അതിപ്പോ മാറ്റേണ്ട കാര്യമില്ലല്ലോ. അതിനു വേണ്ടിയിട്ട് താൻ വരണവരോട് തന്റെ സങ്കടം കാണിച്ചിട്ട് എന്തിനാന്നുള്ള നിലയ്ക്ക് അത്രയും മനസ്ഥൈര്യത്തിനെ എടുത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കടിച്ചു പിടിച്ചിട്ട് അകത്തേക്ക് കയറാൻ പേടിയോ സത്യം പറഞ്ഞു. രുക്മിണിയെ മുഖാമുഖം കാണേണ്ടി വന്നാൽ അതിനോട് എന്താ പറയേണ്ടതെന്ന് അറിയാത്തതാണ്. കവാടത്തിൽ നിന്ന് തിരിഞ്ഞു പോലും നോക്കാണ്ട് അദ്ദേഹം നിൽക്കണം. രുക്മിണി അന്തഃപുരത്തിലേക്ക് തിരിഞ്ഞോടി കമന്ന് കിടന്ന് പൊട്ടിക്കരച്ചിലായി. ആരെ കൊണ്ടും ആശ്വസിപ്പിക്കാൻ പറ്റണില്ല. ഇതിനിടയിൽ ഒരു ബ്രാഹ്മണൻ അവിടെ വന്നു. അദ്ദേഹം പലതവണ വരാറുള്ളതാണ്. അദ്ദേഹത്തിന് തോന്നി ഭീഷ്മകന്റെ ഉള്ളിൽ എന്തോ ഒരു സങ്കടമുണ്ട്. മാറ്റി നിർത്തി ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ ആ കുട്ടി
അറിയില്ല. ഇന്ന് രാവിലെ വിവരം അതിന് മനസ്സിലായതാണ് എനിക്ക് കിട്ടിയ വിവരം. കാണാനുള്ള ശക്തിയില്ല, 2 ദിവസം കൂടി ഇങ്ങനെ പിടിച്ചു നിൽക്കണം. ഇതൊക്കെ പറഞ്ഞപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, ഞാനൊന്നും എന്തായാലും അതിനെ കാണട്ടെ, ഉള്ളിലേക്ക് കുറേ കഥയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തതല്ലേ എന്നൊക്കെ പറഞ്ഞ് ബ്രാഹ്മണൻ അന്തപുരത്തിലെത്തി. ബ്രാഹ്മണനായതുകൊണ്ട് പിന്നെ എണീക്കാണ്ട് വയ്യല്ലോ. ആ കരച്ചിലിനിടയിലും രുക്മിണി എണീറ്റ് ബഹുമാനിച്ചു. ബ്രാഹ്മണൻ ഒന്നും അറിയാത്ത പോലെ കല്യാണം മറ്റന്നാളായി. ഇവിടെ ഇങ്ങനെ കിടന്ന് കരയുക ചെയ്യുക. എത്ര ആൾക്കാരെ അവിടെ അന്വേഷിക്കണമെന്നറിയോ? രുക്മിണി അവിടെ ആരോടെങ്കിലും ഒന്ന് പറയണ്ടേന്ന് വിചാരിച്ച് നിൽക്കണമെന്നൊക്കെ കൂടി അവിടെ പൊട്ടിത്തെറിച്ചു. എന്റെ കല്യാണമൊന്നും നടക്കില്ല, ശിശുപാലൻ എന്നെ തൊട്ടില്ല, കൃഷ്ണനെ ഞാൻ പ്രേമിച്ചിട്ട് ശിശുപാലന്റെ കൈപിടിക്കേണ്ട ഗതികേട് വന്നാൽ ഞാൻ ദേഹത്യാഗം ചെയ്യും, ഇത് ഞാൻ ഓർമ്മിച്ചിട്ടായിരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് രുക്മിണി ദേവിയുടെ ആ ക്ഷാത്ര വീര്യങ്ങൾ ഉയർന്നു വന്ന് കണ്ണുനീരൊക്കെ തുടച്ചു രുക്മിണി. ബ്രാഹ്മണൻ പറഞ്ഞു, അതെ, ചില കാര്യങ്ങൾ നടന്നില്ല വെച്ചിട്ട് ഈ വക മണ്ഡത്തിലൊന്നും ചിന്തിക്കരുത്. വിവരമില്ലാത്തവരാണ് നമുക്ക് ചിന്തിച്ചുകൊണ്ട്. രുക്മിണി അത്ര ബുദ്ധിയില്ലാത്തവരാണ്. അപ്പോഴേക്കും രുക്മിണിയുടെ വീര്യമൊക്കെ പോയി, വീണ്ടും കരച്ചിലായി. എല്ലാവർക്കും ഇവിടെ അറിയാം. എന്നിട്ട് എനിക്കെന്താ അങ്ങനെ പറയണേ? അങ്ങനെയൊക്കെ അറിയാലോ, ആ ഭഗവാനെ കിട്ടാൻ ഞാൻ എത്രയൊക്കെ ഉപാസനകൾ ചെയ്യേണ്ടത്. ബ്രാഹ്മണൻ പറഞ്ഞു, അതൊക്കെ ഒരു വശം. രുക്മിണി കൃഷ്ണനെ പതിയെ ആക്കണം എന്ന് മോഹിക്കുന്നത് എപ്പോഴാണോ അതിനു മുമ്പ് രുക്മിണിയുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു സംഭവമുണ്ട്, കൃഷ്ണനോടുള്ള വിശ്വാസം. ബാക്കി എന്ത് കുറവുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവൻ മതി എനിക്ക് എന്ന് തീരുമാനിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ഉള്ളിൽ അവനെ കുറിച്ചൊരു വിശ്വാസം ഉണ്ടായിട്ടുണ്ടാവും. ബാക്കിയെല്ലാം ഉണ്ട്, ഒറ്റ കുഴപ്പമില്ല. എന്താ വിശ്വസിക്കാൻ പോകില്ലേ? ഇങ്ങനൊരുത്തിനെ ആരെങ്കിലും പോയി പ്രേമിക്കുമോ? രുക്മിണി ദേവിയും കൃഷ്ണനോടുള്ള വിശ്വാസം തന്നെയല്ലേ പ്രണയിക്കാൻ കാരണമായത്. ആ വിശ്വാസം എന്താ സങ്കടങ്ങൾ വരുമ്പോൾ കുറയണേ. ഇന്ന് വരെ ആശ്രയിച്ച ഒരാളെയും ഭഗവാൻ കൈവിട്ടിട്ടില്ല. അങ്ങനത്തെ കഥ കേട്ടോണ്ടാണല്ലോ രുക്മിണിക്ക് ആ കൃഷ്ണൻ കൈപിടിക്കുന്നത് മോഹമായത്. രുക്മിണിയെയും കൈവിടില്ല. ഇവിടുത്തെ ഈ സാഹചര്യങ്ങളൊക്കെ ഞാൻ പോയി പറയാം. എന്നെ കൊണ്ടിപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു സഹായം അതാണ്. രുക്മിണിയുടെ പ്രണയത്തെ കുറിച്ചും ഞാൻ പറയാം, പക്ഷെ അതിൻ്റെ ആഴമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അത് ഞാൻ പറയണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ പിന്നെ എന്താവുമെന്ന് എനിക്കറിയില്ല. രുക്മിണി തന്നെ പറയുകയാവും നല്ലത്. അതിനിപ്പോൾ രുക്മിണിക്ക് അങ്ങോട്ട് പോകാനും വയ്യ. രുക്മിണിക്ക് ഭഗവാനോട് പറയാനുള്ളതായ എന്തെങ്കിലും വാക്കുകൾ ഉണ്ടെങ്കിൽ അതിന് സന്ദേശമായിട്ട് കുറിച്ച് തന്നാൽ ഞാനത് അവിടെ എത്തിക്കാം. ബാക്കി ഭഗവാൻ തീരുമാനിക്കട്ടെ. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷം മതി എല്ലാം മാറ്റിമറിക്കാനെന്ന് എനിക്ക് ദിവസം 2 കയ്യിലില്ലേ, ധാരാളമാണ്. സമാധാനമായിട്ടിരിക്കും എന്നും പറഞ്ഞതാ രുക്മിണിയോട് സന്ദേശം എഴുതി തരാൻ പറഞ്ഞു. അങ്ങനെ രുക്മിണി ദേവി തന്നെ ഹൃദയ സന്ദേശത്തെ എഴുതി ബ്രാഹ്മണന്റെ കയ്യിൽ കൊടുത്തു. അതുമായിട്ട് ബ്രാഹ്മണൻ പറന്നു ദ്വാരകയിലേക്ക്. അവിടെ അദ്ദേഹത്തിനെ ശിശുവൻ പറഞ്ഞതുപോലും ബ്രാഹ്മണൻ നല്ല ദ്വിജഹ എന്നാണ്, പക്ഷിക്കുഞ്ഞിനെ പോലെയായിരുന്നു. താനായിട്ട് സമയം കളയരുതെന്ന് പറഞ്ഞ ഒരു പക്ഷിയെ പോലെ പറന്നെത്തി ദ്വാരകയിൽ. ബ്രാഹ്മണൻ വന്നു, അദ്ദേഹത്തിനെ സ്വീകരിച്ചു, ആതിഥ്യമരുളി. ബ്രാഹ്മണനാണെങ്കിൽ ക്ഷമയില്ല. അങ്ങനെ അവര് തരുന്ന ആതിഥ്യം സ്വീകരിക്കാൻ അതും പറ്റും, സ്വീകരിക്കാതെയും വയ്യ. ഒക്കെ സ്വീകരിച്ചു എന്ന് വരുത്തി ഏകം ഭഗവാനെ മുഖം കാണിച്ചു. എന്തിന്റെ വിശേഷം, എവിടെ നിന്ന് വരണം എന്നൊക്കെ ഭഗവാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ വിദർഭ രാജ്യത്ത് നിന്ന് വരണം. അവിടെ എന്താ വിശേഷം? അവിടുത്തെ രാജകുമാരി രുക്മിണിയുടെ വിവാഹമാണ് നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ. അതിൻ്റെ ക്ഷണമൊക്കെയാണ് ഉദ്ദേശം വെച്ചാൽ അതിപ്പോൾ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ മുത്തശ്ശനുണ്ട്, അച്ഛനുണ്ട്, ഏട്ടനുണ്ട്. ഞാൻ കുറെ കല്യാണത്തിനൊന്നും ഒരു പതിവില്ല. അല്ല, ഇതിപ്പോൾ അവരോട് പറഞ്ഞാൽ ശരിയാവില്ല, അങ്ങയോട് പറയേണ്ട ഒരു കാര്യമാണ്. അതെന്താ അങ്ങനെ ഒരു കാര്യം? ആ കല്യാണത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. കല്യാണത്തിന് എന്താ പ്രശ്നം? അല്ല, ആ പെൺകുട്ടിക്ക് ഒരാളെ ഇഷ്ടമാണ്. ആയിക്കോട്ടെ, നല്ലതല്ലേ? അല്ല, അതല്ല കുഴപ്പം. ആ ആളെ അല്ല കല്യാണത്തിന് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് എന്ത് പരിപാടിയാണ്? ആ കുട്ടിക്ക് ഒരാളെ ഇഷ്ടമാണെന്ന് പിന്നെ വേറെ വല്ലവരെയാണ് കല്യാണത്തിന് തീരുമാനിക്കുക. അല്ല, ആ കുട്ടിയുടെ ഇഷ്ടമാണ് അച്ഛനമ്മമാർക്കും ബന്ധുക്കൾക്കൊക്കെ. പക്ഷെ ഇതിന് തലതിരിഞ്ഞൊരു 5 ഏട്ടന്മാരുണ്ടായിപ്പോയി. എന്ത് ചെയ്യാം? അവരൊക്കെ കൂടിയിട്ട് വേറൊരു ദുഷ്ടനെ പിടിച്ചിട്ട് ഇതിന്റെ ഭർത്താവാക്കണമെന്ന് പറഞ്ഞിട്ടൊക്കെ തീരുമാനമാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കി. ഇത് ആനയാണ്. വേറൊരാളെ പ്രേമിക്കുന്നവരെ കല്യാണം കഴിക്കാൻ വരാൻ പോണവനാരാ? അത് അങ്ങ് നല്ലോണം അറിയും. അങ്ങയുടെ തന്നെ ബന്ധുവാണ്.
അങ്ങയുടെ അച്ഛൻ്റെ സഹോദരിയുടെ മകൻ ശിശുപാലൻ. ശിശുപാലേട്ടനോ? ശരി, എന്തെങ്കിലും ആവട്ടെ. എന്നിട്ട് എന്താ പ്രശ്നം? ഏതാണ് പ്രശ്നം? ആ കുട്ടിയുടെ ആ ഒരു സങ്കടം കണ്ടപ്പോൾ അതിനൊന്ന് സമാധാനിപ്പിക്കാച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ഭഗവാൻ പറഞ്ഞു, അതിന് ഇങ്ങോട്ട് വന്നിട്ട് എന്താ കാര്യം? അങ്ങ് ഞാൻ പറയാം, വഴി ഞാൻ പറഞ്ഞുതരാം. അങ്ങ് ഇവിടുന്ന് വേഗം പോയിട്ട് ആ കുട്ടി ആരെയാണോ പ്രേമിക്കാനായി അയാളെ പോയി കാണുന്നത്. അയാളെ കണ്ടിട്ട് അയാളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. മാന്യതയുള്ളവനാച്ചാൽ അവൻ വന്ന് കൈ പിടിക്കൂലോ? പിടിക്കൂലേ? പിന്നെ എന്താ സംശയം? ഒരു സംശയവും വേണ്ട. അവിടെ ചെന്ന് പറയൂ, എന്നോട് പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? അല്ല, അതിരിക്കട്ടെ, ഈ കുട്ടി ഇപ്പൊ ഇത്ര കാര്യമായിട്ട് പ്രേമിക്കണത് ആരെയാ? പ്രേമിക്കണത് അങ്ങയെ എന്നെയോ? ഞാൻ എന്റെ കല്യാണത്തിനുള്ള വഴിയാണോ നീക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അങ്ങ് പറഞ്ഞത് തന്നെയാണ് ഞാനും ആദ്യം ആലോചിച്ചത്. അതുകൊണ്ടാണ് ആ കുട്ടി പ്രേമിക്കുന്ന ആളുടെ അടുത്തേക്ക് തന്നെ ഞാൻ വന്നത്. പരിതാപകരാണ് അവസ്ഥ. എനിക്ക് അതിന്റെ അവസ്ഥയൊന്നും പറയാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ആ കുട്ടിയുടെ ഒരു സന്ദേശമായിട്ടാണ് വന്നത്. ഇതങ്ങ് തുറന്ന് വായിച്ചു നോക്കും, അപ്പൊ എനിക്കത് മനസ്സിലാവും. അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. സകലമായ ദുഷ്ടന്മാരും അവിടെയുണ്ട്. ഇവരെല്ലാവരും ക്ഷണക്കത്തയച്ച കൂട്ടത്തിൽ സൈന്യസമേതം വരികയെന്ന് ചോണമഷിക്ക് എഴുതിയിട്ടാണ്. അത് പ്രകാരം സകല രാജ്യ ദുഷ്ടരാജാക്കന്മാരും സൈന്യങ്ങളുമായിട്ട് അടിപിടി ഉണ്ടാക്കാൻ അവിടെയുണ്ട്. ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ തയ്യാറായിട്ടുമുണ്ട്. ഇനി ഈ സന്ദേശം വായിച്ചിട്ട് അങ്ങേക്ക് എന്ത് തീരുമാനം എടുക്കുന്നു അതിനനുസരിച്ചിരിക്കും ആ കുട്ടിയുടെ ഭാവി എന്നും പറഞ്ഞ് ബ്രാഹ്മണൻ ആ സന്ദേശത്തെ കൊടുത്തു. ഭഗവാൻ തുറന്നു നോക്കി. ഭഗവാൻ ആദ്യമായിട്ട് പ്രേമലേഖനം കിട്ടിയതിൻ്റെ ഒരു കൗതുകമൊക്കെ ഉണ്ടായിരുന്നു. പ്രേമം കുറെ ഉണ്ടായിച്ചാലും ഗോപികമാരായും എഴുതി കൊടുത്തിട്ടില്ല. ഒന്നും അവർക്ക് അപ്പൊ പറയാനല്ലോ. രണ്ട് ഈ പറഞ്ഞ പോലെ എഴുതി കൊടുക്കാൻ പാകത്തിന് രഹസ്യമൊന്നുമില്ല. എല്ലാവരും പ്രേമിക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും അറിയാൻ പറ്റില്ല. പിന്നെ എഴുതണച്ചാലും ഇതിനൊന്നും എഴുതാനും വായിക്കാൻ അറിയൂല്ലേ. ആദ്യമായിട്ടുള്ളൊരു പ്രേമലേഖനം ഭഗവാന്റെ സൈഡ് തുറന്നു നോക്കി. എന്താണിപ്പോ എങ്ങനെയാ തുടക്കമൊക്കെ നോക്കി വന്നപ്പോഴാണ് ഭഗവാൻ പോലും ഒന്ന് കണ്ണു പിടിച്ചു പോയി. ദ്വാരകയിൽ എഴുത്തു പറയുന്നതാണ് ആർത്തത്രാണമരായണ. ഇത് ഏട്ടം മുടക്കി വയ്ക്കും ഭഗവാൻ. എന്തോ അവലാതിയാണ് ഇതിന്. ആ തുടക്കം തന്നെ എങ്ങനെയാണല്ലോ സംബോധന, അതിന്റെ കണ്ടന്റ് എന്താണോ അതിന് കണക്കാക്കിയിട്ടാണ് വെക്കുക. ഇതുപോലത്തെ ഇതുവരെ കേട്ടിട്ടുള്ളതായ ഒന്നുമല്ല. ഒരാളും വിളിക്കാത്തൊരു പേരോട് കൂടിയിട്ടാണ് രുക്മിണി സന്ദേശം തുടങ്ങിയത് പോലും. ഭുവനസുന്ദര എന്നൊരു വിളിയാണ് രുക്മിണി ദേവി തുടക്കത്തിൽ വിളിച്ചത്. ആ വിളിയിൽ ഭഗവാൻ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഫ്ലാറ്റ്. ഇനി ബാക്കിയൊന്നും വായിക്കണം പോലും ഇല്ലാണ്ടായി. കാരണം ഇത് അറിഞ്ഞുകൊണ്ടുള്ള പ്രണയമാണെന്ന് ഭഗവാൻ അപ്പോൾ ഉറപ്പായി. 3 ലോകങ്ങൾക്കും സൗന്ദര്യം നൽകുന്ന ആള് ഭഗവാൻ. 3 ലോകത്തിലും വെച്ച് സൗന്ദര്യമുള്ള ആള് ഭഗവാൻ. ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഭഗവാന്റെ 10 അവതാരങ്ങളെ എന്നല്ല എല്ലാ അവതാരങ്ങളെയും ഭുവനസുന്ദരൻ എന്ന് പേരിട്ട് വിളിക്കാം. അത്ര ആഴമുള്ളൊരു നാമമാണ്. അറിഞ്ഞു വിളിച്ച വിളിയായിട്ടപ്പോൾ ഭഗവാൻ ഉറപ്പായി. ഇത് വായിച്ച് മുഴുവനാക്കാൻ തന്നെ കൊണ്ട് പറ്റില്ല. ഇത് വായിച്ചു വരുമ്പോഴേക്കും രുക്മിണിയുടെ അനുരാഗം എത്രത്തോളം ഉണ്ടെന്ന് തനിക്ക് മനസ്സിലാവും. അപ്പൊ തൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അനുരാഗം പുറത്തു വരും. അത് ആനന്ദാശ്രക്കളായിട്ടാണ് വരിക. അവസാനം ജനം പറയും ഒരു പെൺകുട്ടിയുടെ എഴുത്ത് വായിച്ച് കരഞ്ഞു മൂത്രമായി. അതിനേക്കാളും നല്ലത് ബ്രാഹ്മണനോട് പറഞ്ഞു അങ്ങ് വായിച്ചോളൂ. ബ്രാഹ്മണനെ കൊണ്ട് വായിപ്പിക്കുകയാണ്. ഭഗവാൻ ഇപ്പൊ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് മടക്കി വെച്ചെടുത്ത പരിപാടി നോക്കേണ്ട കാര്യമുള്ളൂ. പല ഉദ്ദേശമാണ് ഭഗവാൻ അത് കൊടുത്തതില്. ബ്രാഹ്മണൻ ഇതൊക്കെ വായിക്കുമ്പോൾ ധാരാളം കേൾക്കൂട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോ ഭഗവാൻ ഇത് മടക്കി വെച്ച് പോയിക്കുക. സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക വെച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്വയംവരം കഥ ഒരാളും കേൾക്കില്ല. കാരണം ആലോചന എന്നാലും എഴുത്തിന് എന്തായിട്ടുണ്ടാവുമോ, അതിനെന്താ എഴുതിയിട്ടുണ്ടാവുക. ഇതൊരു സ്വഭാവമാണ്. പണ്ടൊരാൾ പോകണ സമയത്ത് എന്തോ കയ്യിലൊന്ന് പൊതിഞ്ഞിങ്ങനെ കൊണ്ടുപോയിരിക്കും. അപ്പൊ ഒരാൾ ചോദിച്ചു, അല്ല എന്താ ഈ പൊതിയില്? അത് കാണാണ്ടിരിക്കാനാണോ അത് പൊതിഞ്ഞേ? ഒന്ന് മൂടി വെച്ചാൽ അത് എന്താണെന്നറിയാണ്ട് ഒരു സമാധാനം ഇല്ലാത്ത മനസ്സാണ് മനുഷ്യൻ. അപ്പൊ അതുകൊണ്ട് ഈ എഴുത്തിനെന്താവും ആലോചിച്ചിട്ട് ബാക്കി കല്യാണമൊക്കെ അറിയാണ്ട് പോണ്ട. അതുകൊണ്ട് തന്നെ ആൾ അറിഞ്ഞോട്ടെ വെച്ചിട്ടാണ് ബ്രാഹ്മണനെ കൊണ്ട് വായിപ്പിച്ചത്. മറ്റൊരു ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഈ എഴുത്ത് വായിച്ചതിന്റെ പേരിലാണ് ഭഗവാൻ ഇവിടെ നിന്ന് ചാടിപ്പോകാൻ കണ്ടു ചെല്ലാണത്. അപ്പൊ ഭഗവാനെ ഇരിക്കുന്നിടത്തുനിന്ന് നമ്മുടെ അടുത്തേക്ക് വിളിച്ചു വരുത്താൻ പാകത്തിനുള്ള എന്തോ ചില മാന്ത്രികത നിറഞ്ഞ വാക്കുകൾ അതിലുണ്ട്. അതെന്താന്ന് കണ്ടുപിടിച്ചാലാണ് നമുക്കും പറ്റിയാൽ ഇങ്ങനെ ഒരു എഴുത്തൊക്കെ ഭഗവാനിലേക്ക് അയക്കാൻ പറ്റുള്ളൂ. ഹൃദയം കൊണ്ടെങ്കിലും
അതിനു വേണ്ടിയിട്ടാണ് ആ സന്ദേശത്തെ എല്ലാവരും അറിഞ്ഞോട്ടെ വെച്ചിട്ട് ബ്രാഹ്മണനെ കൊണ്ട് വായിപ്പിക്കുന്നത്. ബ്രാഹ്മണൻ ആ സന്ദേശത്തെ വായിച്ചു കേൾപ്പിച്ചു. ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർണവിവരൈർഹരതോംഗതാവം രൂപം ദൃശാം ദൃശിമതാഖിലാർത്ഥനാഭം ത്വയ്യച്യുത ആവിശതി ചിത്തം അപത്രപം മേ. ഭുവനസുന്ദരാതെ വിളിച്ചിട്ട് രുക്മിണി പറഞ്ഞു, ഞാൻ അങ്ങേ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. മനസ്സിലായത് പിന്നെ ഭുവനസുന്ദരനാതൊക്കെ എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ ശ്രുത്വാകുമാർ അങ്ങയുടെ ഗുണഗണങ്ങൾ കേട്ടിട്ടാണ് എനിക്കത് മനസ്സിലായത്. അങ്ങനെ ആ കഥകളൊക്കെ കേട്ട് 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 എന്റെ മനസ്സ് ഇപ്പൊ ലജ്ജ വിട്ട് അങ്ങയിലേക്ക് ആവേശിച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോ ഭഗവാൻ ഒരു മടി പോലെ. രുക്മിണി ദേവിയുടെ ഊഹം ഈ 7 ശ്ലോകങ്ങൾക്കിടയിൽ മനസ്സിലാക്കിക്കൊണ്ട് കടന്നുപോയാലാണ് ഈ സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നത്. ഓരോ വാചകം താൻ പറയുമ്പോഴും കൃഷ്ണൻ എന്ത് ചിന്തിക്കുന്ന രുക്മിണി ആലോചിക്കുന്നത്. അതിനുള്ള മറുപടിയാണ് അടുത്ത വാചകമായിട്ട് രുക്മിണി പറഞ്ഞിട്ടുണ്ടാകുന്നത്. ലജ്ജ വിട്ടിട്ട് എന്റെ മനസ്സങ്ങേലേക്ക് ആവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു നിലവാരമുള്ള പുരുഷൻ ആദ്യം പറയും, ഈ നാണല്ലാത്ത എന്ന് എനിക്കാണ്. ലജ്ജയിലാണൊക്കെ പറ്റും. ലജ്ജ വിട്ടിട്ടൊക്കെ ഇങ്ങനെ ആവേശിച്ചു എന്നൊക്കെ പറയും. എല്ലാ ആവേശത്തിലൊക്കെ കല്യാണം നടക്കും. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അത്ര ആവേശം ഉണ്ടാവില്ല ജീവിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഈ കല്യാണത്തിന് ജീവിതത്തിൽ ഏറ്റവും അധികം ഒരുത്തൻ ആലോചിക്കുന്നത് കല്യാണമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഊണ് കഴിക്കാൻ അതെല്ലാം ആലോചനയിട്ട് കിട്ടേണ്ട അവസ്ഥയാണ്. പക്ഷെ ഒരു വിവാഹം എന്ന് പറയുമ്പോൾ ഏതൊക്കെ വഴിക്ക് ആലോചന ചോദിച്ചാൽ ചിലവർ ആലോചിച്ച് അവസാനത്തിൽ വേണ്ടാക്കി വേണം തീരുമാനിക്കുന്നവൻ അങ്ങേ അറ്റം ആലോചിക്കും. ഇതാണോ നല്ലത്, അതാണോ നല്ലത്, അങ്ങനെ ആയാലും ശരി, അത്ര ദൂരായ കുഴപ്പമാണോ, ഇത്ര അടുത്തായാൽ ശരിയാകുമോ, ഇങ്ങനെ തുടങ്ങി ഏതൊക്കെ ടൈപ്പ് ആലോചന ചോദിച്ചറിയില്ല. അങ്ങനെ ഒരു ആവേശത്തിലൊന്നും കയറി പ്രേമിച്ചതല്ല ഞാൻ. നല്ലപോലെ ആലോചിച്ചിട്ടുണ്ട്. ഈ ആലോചനകളൊക്കെ മുഴുകി അവസാനം എത്രത്തോളം ജീവിതത്തിൽ ഇവർ ചേർന്ന് പോകും എന്നൊക്കെ നോക്കിയിട്ടാണല്ലോ അടുത്ത തീരുമാനങ്ങൾ എടുക്കുക. ആ ചേർച്ച അറിയാനാണ് ജാതകാദികളൊക്കെ ഉള്ളത്. ജ്യോതിഷാദി ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച രുക്മിണി ദേവിക്ക് അത് മനസ്സിലാക്കാൻ ഒട്ടും പ്രയാസമില്ല. തന്റെ ജന്മസമയം രുക്മിണിക്ക് അറിയാം. കൃഷ്ണന്റെ ജന്മസമയം പിന്നെ ലോകത്തിൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പിന്നെ കൃഷ്ണന്റെ ഒരു ജാതകം കിട്ടുക എന്നുള്ളത് പ്രശ്നമില്ല. രുക്മിണി ജാതകമൊക്കെ നോക്കി വെച്ചിട്ടാണ് ഈ സംഭവം ബാക്കി പറയുന്നത്. കുലശീല രൂപവിദ്യാമയോ ദ്രവിണധാമവിരാത്മതുല്യം ധീരാപതിം കുലവതീന പ്രണീത കല്യ. നമ്മൾ തമ്മിൽ എല്ലാ തരത്തിലുള്ള പൊരുത്തങ്ങളുണ്ട്. കുലം കൊണ്ട് 2 പേരും ക്ഷത്രിയകളുമാണ്. വിദ്യാഭ്യാസം 2 പേരുടെയും കഴിഞ്ഞിട്ടുണ്ട്. വയസ്സ് 2 പേരുടെയും വിവാഹപ്രായമാണ്. പിന്നെ സാധാരണ നിലയ്ക്ക് പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് വിവാഹം കഴിക്കുക കൊടുക്കുന്ന സമയത്ത് വീട്ടുകാരെ അന്വേഷിക്കുന്ന ആലോചിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ വരൻ എങ്ങനെയുള്ളവനാണ്, ഇവന്റെ കയ്യിലിരിപ്പ് എന്താണ്, ഇവന്റെ കയ്യിൽ വരുന്നത് ഇരിക്കണവനാണോ, എല്ലാ ടൈപ്പും ചിന്തിക്കും. അങ്ങനെ നോക്കുമ്പോ ദ്രവിണധാമഭി ലോകം മുഴുവൻ സ്വന്തമായിട്ടുള്ള അമ്മയ്ക്ക് കയ്യിൽ ധനമുണ്ടോന്ന് ഒരാൾ ചോദിക്കാൻ വരണില്ല. ദ്വാരക എന്ന വിശിഷ്ടമായ പുരിയിൽ താമസിക്കുന്നതായിട്ടുള്ള അങ്ങക്ക് താമസിക്കാൻ സ്ഥലം ഉണ്ടോന്ന് ആരും അന്വേഷിക്കില്ല. അവിടെ ഇപ്പൊ എനിക്കൊരു പെൺകുട്ടിക്ക് താമസിക്കാൻ സ്ഥലം ഇല്ലാണ്ട് വരില്ല. ഇങ്ങനെ തുടങ്ങിയ എല്ലാ പൊരുത്തങ്ങളും ഈ ബന്ധത്തിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇതൊന്നും അല്ല ജീവിതത്തിൽ വേണ്ട പൊരുത്തമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ജീവിതത്തിൽ ഉണ്ടാവേണ്ട പൊരുത്തം എന്ന് പറയുന്നത് മനപ്പൊരുത്തമാണ്. ഈ മനപ്പൊരുത്തം എന്ന് പറഞ്ഞ സാധനം എവിടെയും കിട്ടാനും ഇല്ല. അതിപ്പോ ഇവിടെ മാർക്കറ്റിൽ കിട്ടുന്ന നമ്മൾ ഇപ്പൊ പോവും. എന്ത് സ്വന്തരായാലും കുഴപ്പമില്ല, അരക്കിലോ കിട്ടിയാൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ എവിടുന്ന് ഉണ്ടാക്കാം? അവനവന്റെ മനസ്സിൽ തന്നെ ഉണ്ടാക്കണം, വേറെ വഴിയൊന്നുമില്ല. പക്ഷെ രുക്മിണി പറയണു നമ്മളുടെ മനസ്സ് വരെ പൊരുത്തപ്പെടും. കല്യാണമൊന്നും ആയിട്ടില്ല, അതിന് മുമ്പേ ഉറപ്പിച്ചു പറയുകയാണ്. അതെങ്ങനെയെന്നൊരു സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു, എന്റെ മനസ്സിൽ അങ്ങയെ മാത്രമേ പതിയായിട്ട് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അങ്ങനെ പത്നിയായിട്ട് വിചാരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് ആ കാര്യത്തിന് പേടിയില്ല. ഇന്ന് വരെ ആര് എങ്ങനെയാണോ അങ്ങയുടെ അടുത്തേക്ക് എത്തിയത് അവർക്ക് അതേപോലെ അങ്ങയെ തിരിച്ചു കൊടുത്ത ആളാണ്. തല്ലുകൂടാവുന്നവരോട് തല്ലുകൂടി, പ്രണയിച്ചവരോട് പ്രണയിച്ചു, സ്നേഹിച്ചവരോട് സ്നേഹിച്ചു. അതുകൊണ്ട് ഞാൻ അങ്ങയെ പതിയായിട്ട് കാണുമ്പോൾ എന്നെ അങ്ങയ്ക്ക് പത്നിയായിട്ട് കാണാനല്ലാണ്ട് വേറെ മാർഗമില്ല. വേറെ തരത്തിൽ എന്നെ കാണാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇതുവരെയുള്ള അവതാര ശൈലി തന്നെ മാറിയ പോലെയാവില്ല എന്റെ കാര്യത്തിൽ മാത്രം. അപ്പൊ അതുകൊണ്ട് അങ്ങ് എന്നെ പത്നിയായിട്ട് കാണാൻ എനിക്ക് ഉറപ്പാണ്. ഇതും പറഞ്ഞിട്ട് പറഞ്ഞു, കാലേ നരസിംഹ നരലോക മനോഹിതാകും. പിന്നെ ഞാൻ അങ്ങയെ പ്രണയിച്ചു എന്ന് വെച്ചാൽ അതിപ്പോ എൻ്റെ ഒരു കുറ്റമൊന്നുമല്ല. കാരണം അങ്ങയുടെ സൗന്ദര്യം ഇപ്പൊ അങ്ങനത്തെ
കാനയ നരസിംഹ, അങ്ങ് പണ്ട് നരസിംഹമൂർത്തി ആയിരുന്നല്ലോ. നരസിംഹമൂർത്തി ആയിരുന്ന സമയത്ത് ആരെങ്കിലും വന്നിട്ട് അങ്ങയുടെ അടുത്തേക്ക് നല്ല ഇഷ്ടമായിട്ടോ ജാതകം തരാം ചോദിച്ചു വന്നിട്ടോ? കല്യാണം കഴിഞ്ഞ ലക്ഷ്മി വരെ ഒരു നോട്ടം നോക്കിയിട്ട് ഒരു ബുക്ക് പോയതാ. ഒരു മാസം കഴിഞ്ഞിട്ട് മിണ്ടി തന്നെ. നിങ്ങളും ചിരിക്കും, ഡെമോൺസ്ട്രേറ്റ് നോക്കട്ടെ. അതായത് ലക്ഷ്മിയുടെ തന്നെ അവസ്ഥ. ഒരാൾക്കും പ്രേമിക്കാനൊന്നുമല്ല നരസിംഹത്തിനെ കണ്ടാൽ തോന്നുന്നത്. പക്ഷെ ഇപ്പൊ അതാണ് ചോദിക്കുക, നരലോക മനോഭിരാമം. സ്ത്രീകൾക്ക് പുരുഷന്മാരെ കണ്ടാൽ മോഹം തോന്നാറുണ്ട്, പുരുഷന്മാർക്ക് സ്ത്രീകളെ കണ്ടാലും മോഹം തോന്നാറുണ്ട്. പുരുഷന്മാരാരെങ്കിലും പുരുഷന്മാരെ നോക്കി എന്നിട്ട് നല്ല രസം കിട്ടോ കഷണ്ടി എന്ന് കിട്ടുന്നത് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? പക്ഷെ ഭഗവാനെ എന്ന പുരുഷനെ പുരുഷന്മാരും ഒരേപോലെ കണ്ടാൽ നോക്കിയെന്ന് പോവുകയാണ്. ഇങ്ങനെ ഒരു സൗന്ദര്യം സ്വീകരിക്കുമ്പോൾ എന്നെ പോലെ ഒരു പെൺകുട്ടി എനിക്ക് അങ്ങയോട് പ്രണയം തോന്നുന്നില്ല വെച്ചാൽ പിന്നെ എന്നെയൊക്കെ പെണ്ണാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യങ്ങളോ എന്നാ രുക്മിണിയുടെ ചോദ്യം സത്യത്തിന് നമ്മളൊന്നാണ്. നമുക്ക് രുക്മിണി സ്വയംവരം പറയുന്ന കഥയെ, രുക്മിണിക്ക് അതുവരെയുള്ള കഥയെ കേൾക്കാൻ പറ്റിയിട്ടുള്ളൂ വെച്ചാൽ നമുക്ക് സ്വയംവരം തന്നെ എത്ര കാലമായി കേൾക്കുന്നു, അത് കഴിഞ്ഞിട്ടുള്ള കഥയൊക്കെ എത്ര കാലമായി കേൾക്കുന്നു. എന്നിട്ട് ഇതുപോലൊരു പ്രണയം ഭഗവാനോട് ഉണ്ടായില്ല വെച്ചാൽ മനുഷ്യ ജന്മെടുത്തത് വ്യർത്ഥമല്ലേ എന്ന് സ്വയം ചിന്തിക്കാനാണ് രുക്മിണി ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നത്. കൊള്ളാം, എങ്ങനെയാണ് ഒരാളെ മറക്കേണ്ടതെന്ന് കൃത്യമായിട്ട് രുക്മിണിക്ക് അറിയാം. ഭഗവാൻ ഇപ്പൊ ഇതിനെന്താ മറുപടി പറയാന്നാണ് രുക്മിണിയുടെ ആലോചന. എന്ത് പറഞ്ഞാലും പറഞ്ഞില്ലേ തന്റെ മനസ്സിലുള്ളതായിട്ട് പറഞ്ഞേക്കാൻ തീരുമാനിച്ച് രുക്മിണി പറയുന്നു, ഞാനിതാ എന്നെ അങ്ങേക്ക് സമർപ്പിക്കുക. നരസിംഹാൻ അങ്ങയെ വെറുതെ വിളിച്ചതല്ല, അങ്ങയുടെ ആ സിംഹ പരാക്രമം എനിക്കറിയാം. അങ്ങനെ ഒരു സിംഹത്തിന്റെ മുമ്പിൽ ഒരു മാൻപേട സ്വയം ബലിയായിട്ട് നമസ്കരിക്കുമ്പോ ആ സിംഹം നോക്കിക്കൊണ്ട് കിടക്കെ മറുഭാഗത്തു നിന്നൊരു കുറുക്കൻ വന്നിട്ട് ഈ മാൻപേടയെ തട്ടിക്കൊണ്ടുപോയാൽ ചീത്തപ്പേരെ നോക്കിക്കൊണ്ട് കിടക്കണ സിംഹത്തിന്, നോക്കിക്കൊണ്ട് കിടക്കുന്ന സിംഹത്തിനാണ് ചീത്തപ്പേർ. ഇവിടെ സിംഹം അങ്ങാണ്, മാൻപേട ഞാനാണ്. തട്ടിക്കൊണ്ടുപോകാൻ നിൽക്കുന്ന കുറുക്കൻ ശിശുപാലനാണ്. ശിശുപാലൻ എന്നെ തൊടാനിടയാവരുത്. അകീർത്തിസ്തേ മാഭൂൽ. ഇതെടുത്തിട്ടാണോ ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ എഴുതിയെന്ന് പറയത്തുള്ളൂ. ചീത്തപ്പേരുണ്ടാവുണ്ടാച്ചാൽ വന്ന് കൈപിടിച്ചോളൂ എന്നിങ്ങനെ ഭഗവാന്റെ ഉള്ളിലെ ആ ക്ഷാത്രവീര്യത്തിനെ പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന പോലത്തെ ഒരു ചോദ്യമാണ്. അങ്ങക്ക് ചീത്തപ്പേരനാവുണ്ടാച്ച കൈപിടിച്ചോളൂ എന്ന് ഒരു വശം അതിന്. ഇവിടെ സ്വയം ഞാനിത് അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കണം എന്നുള്ള അങ്ങക്ക് അവകാശപ്പെട്ട എന്നെ വേറൊരുത്തം തൊടാതെ അങ്ങ് നോക്കിക്കൊള്ളണം. എന്നെ കൊണ്ട് പറ്റുന്ന വെച്ചാൽ ഇത് കുഴപ്പമില്ലല്ലോ, നിവൃത്തിയില്ലാത്തതുകൊണ്ടാണല്ലോ അങ്ങയോട് എന്നെ പറയേണ്ടി വരണം എന്നാൽ ശരണാഗതിയുടെ ഭാഷ മറുഭാഗത്ത്. ഭഗവാന് സംശയം ഇപ്പോഴും തീർന്നിട്ടില്ല. ഇതിപ്പോ തന്നെ ഒന്നിളകിയതാണ്. ക്ഷത്രിയന്മാരുടെ ചോര എന്ന് പറഞ്ഞാൽ ഓൾറെഡി പകുതി തിളച്ചിട്ടാണ് നിൽക്കുക. ഇങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, ബാക്കി അവിടെ ഇറങ്ങി പുറപ്പെടാൻ. അതുപോലെ നടക്കാൻ നോക്കിയതാണെങ്കിൽ ഭഗവാൻ അതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് അവിടെ തന്നെ അമർന്നിരുന്നു. ഇതൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല കുട്ടി, ഞാനിവിടെ ഈശ്വരനായിട്ട് ഇരിക്കുകയാണ്. ആ എൻ്റെ അടുത്തേക്ക് വരാൻ അതിൻ്റെതായിട്ടുള്ള യോഗ്യതകൾ വേണം എന്നാണ് അവർക്ക് ഇനി പറയാനുള്ളത് വെച്ചാൽ ഭഗവാൻ പരേശ ആരാധിതോ. അങ്ങയെ പലതരത്തിൽ ഞാൻ ആരാധിച്ചിട്ടുണ്ട്, പലതരത്തിലുള്ള വ്രതങ്ങളും ഉപാസനകളും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുണ്യമൊക്കെ എനിക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ആ പുണ്യമൊക്കെ അങ്ങയുടെ പാദത്തിൽ എത്താൻ പാകത്തിനുള്ളതായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അതെനിക്കറിയില്ല. പിന്നെ എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്, പുണ്യം ഇത്തിരി കുറഞ്ഞാലും അങ്ങയുടെ കാരുണ്യത്തിന് കുറവില്ലല്ലോ. ആ പുണ്യം കുറഞ്ഞാലും കുഴപ്പമില്ല, കാരുണ്യത്തെ കൂട്ടിച്ചേർത്തിട്ട് എന്നെ കൈപിടിക്കണം. വെറുതെ വേണ്ട, അങ്ങയുടെ പാദത്തിൽ സേവിക്കാൻ പാകത്തിന് അങ്ങയുടെ പത്നിയാക്കി കൈപിടിച്ചാൽ മതി. അപ്പൊ ആ പാദങ്ങളെ എന്നും അവകാശത്തോടു കൂടി സേവിച്ചിട്ട് പോരാത്ത പുണ്യം ഞാൻ ഉണ്ടാക്കിക്കോളാം എന്നിങ്ങനെ രുക്മിണി ദേവി അത്രയും കൂടി പറഞ്ഞപ്പോ പിന്നെ ഭഗവാന് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറയാനുള്ള എല്ലാ വാതിലും അവളാണ്. ഇനിയിപ്പോ ആകെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിപ്പോ ഞാനല്ലല്ലോ തീരുമാനിക്കണ്ടേ, മുതിർന്നവരല്ലേ എന്നൊക്കെ ഉള്ള ന്യായമാണ് കൃഷ്ണനെ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ രുക്മിണി ദേവി പറഞ്ഞു, ഇവിടുന്ന് കുറച്ച് ആൾക്കാർ അങ്ങോട്ട് വരിക, അവിടുന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരിക, അവിടെ ഇങ്ങനെ ഫോൺ നമ്പർ കൊടുക്കുക, മിസ്ഡ് കോൾ അടിച്ച് കളിക്കുക. ഇതിനുള്ള സമയം ഇപ്പോൾ ഇവിടെ ഇല്ല, മറ്റന്നാ കല്യാണമായി. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എത്ര മെസ്സേജ് അയക്കും? അതുകൊണ്ട് പറയുന്നു ഇപ്പൊ പുറപ്പെടുക, വേറെ ഒരു മാർഗം ഇല്ലാണ്ടാണ്. ശോഭാമി ഇപ്പൊ ഇപ്പൊ വിവാഹത്തിനെന്ന് പറഞ്ഞ് പുറപ്പെട്ടേ അല്ലേ കാര്യം നടക്കുള്ളൂ, നാളെ കഴിഞ്ഞാൽ മറ്റന്നാ മുഹൂർത്തായി. അങ്ങനെ പെട്ടെന്നൊക്കെ പറഞ്ഞാൽ പറ്റുമെന്ന് ചോദിച്ചാൽ വേറെ വഴിയില്ല. അങ്ങനെയൊക്കെ വന്നിട്ട് എങ്ങനെയാ കല്യാണം നടത്തുക? അതിനൊരു വഴിയുണ്ടല്ലോ. മാം രാക്ഷസേന വിധിനോദ്വകാ രാക്ഷസ വിധിയാണെണ്ണം കൈപിടിക്കുക.
ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ ഇഷ്ടത്തോട് കൂടിയിട്ട് കൈപിടിക്കുന്ന ക്ഷത്രിയന്മാർക്ക് മാത്രമുള്ള വിവാഹവിധിയാണ് രാക്ഷസവിധി. ആ രീതിയിലൊക്കെ കൈപിടിക്കാനോ അങ്ങനെ കൈപിടിച്ചാൽ വലിയ പ്രശ്നമാവില്ല, അടിപിടി ബഹളാവില്ലോ ആവട്ടെ അവിടത്തോ. അതിനുള്ള ലിസ്റ്റും കൂടി രുക്മിണി അവിടെ കൊടുത്തു. ഇവിടെ ആരടി ഉണ്ടാക്കാൻ വന്നേണേന്നും കൂടി രുക്മിണി പറഞ്ഞു. ചൈത്യമഗധേന്ദ്രബലം, ചേതിരാജാവാശിയായ ശിശുപാലന്റെയും ജരാസന്ധന്റെ സൈന്യങ്ങൾ ഒക്കെ ഇവിടെയുണ്ട്. അതിനെയൊക്കെ മഥനം ചെയ്യണം. നിർമ്മധ്യ ചൈത്യമഗധേന്ദ്രബലം പ്രസഹ്യ രാക്ഷസേന വിധിനോദ്വീര്യശുദ്ധം. ആ ചൈതിരാജാവിന്റെ ജരാസന്ധന്റെയൊക്കെ സൈന്യങ്ങളെ മഥനം ചെയ്ത് അട്ടിമറച്ചിട്ടിട്ട് എന്നെ രാക്ഷസവിധിയാവണ്ണം വിവാഹം കഴിക്കണം, വീര്യം പ്രകടിപ്പിച്ചുകൊണ്ടതാണ്. വീര്യം ശുൽക്കമായി കൊടുത്തിട്ട്, ശുൽക്കം എന്ന് പറഞ്ഞാൽ സ്ത്രീധനം, ഡൗറി. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകി അതിനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തി കൊണ്ടുവന്നിട്ട് വേറെ തന്നെ അതിന് കൈപിടിച്ച് കൊടുക്കുമ്പോൾ അതിന് ജീവിക്കാനുള്ള കാശും കൂടി കൊടുക്കുക എന്നല്ല പരിപാടി. ഇങ്ങനെ മാന്യമായിട്ടുള്ള ഒരെണ്ണത്തിന് കിട്ടണമെങ്കിൽ അങ്ങോട്ട് കൊടുത്തോളൂ, അങ്ങോട്ട് കൊടുത്തിട്ട് വേണം കൈപിടിക്കാൻ. ഇത് കച്ചവടമല്ല. ആ കൈപിടിക്കാൻ പോകുന്നവന്റെ സ്ഥിതിക്കനുസരിച്ച് ആ പെൺകുട്ടിയുടെ കുടുംബത്തിനെ സന്തോഷിപ്പിച്ചിട്ടേ പെൺകുട്ടിയെ കൈപിടിച്ച് കൊണ്ടുവരാവൂ എന്നാണ് പഴയ നിയമം. അതുകൊണ്ട് രുക്മിണി പറഞ്ഞു, ദ്വാരകയിൽ നിന്ന് ചാക്കായിട്ട് സ്വർണം കൊണ്ടുവരാനൊന്നും ഞാൻ പറയണില്ല, വീര്യത്തെ അങ്ങോടെ കൊടുത്തന്നിട്ട് വേണം പോവാൻ. ആ വീര്യം പ്രകടിപ്പിച്ചിട്ട് എന്നെ കൈപിടിക്കണം എന്നൊക്കെ രുക്മിണി ദേവിയുടെ ഉള്ളിലെ ക്ഷാത്രിയ തേജസ്സങ്ങളുടെ ആ വരിയിലൊക്കെ കണ്ടുപോകാൻ. അത് കൊള്ളാലോ, കല്യാണത്തിന് അടിയുണ്ടാക്കാനായി പറയണേ. പക്ഷെ രുക്മിണി എഴുതിയപ്പോഴാണെന്ന് ആലോചിച്ചത്, കൃഷ്ണൻ ഇന്ന് വരെ അടിയുണ്ടാക്കാൻ പോയിട്ടില്ലേ? ഇത്ര കാലം ഭഗവാൻ എന്തൊക്കെ തരത്തിൽ കളിച്ചു. വല്ലാത്ത അടിപിടിയൊക്കെ അച്ഛൻ പതുക്കെ വരരാമനെ ഒന്ന് മുമ്പിലേക്ക് തട്ടി കൊടുത്തു. ബാക്കിയുള്ളതൊക്കെ ഭഗവാൻ കുട്ടിക്കളിയായിട്ട് തീർത്തുന്നല്ലാണ്ട് ഒരടി ഉണ്ടായിട്ടില്ല. ഒരു യവനൻ ഭാരതത്തെ ആക്രമിക്കാൻ വന്നപ്പോൾ പേടിച്ച് നാട്ടി തന്നെ ഓട്ടോ ഓടിയിട്ട് മുജുകുന്ദന്റെ നേതനാഗ്നിയില് ഭസ്മാക്കി. അതുണ്ടായി 3 കോടി സൈന്യക്കായിരുന്നു. തല്ലൂടെ ചെന്ന് കഴിയാനപ്പോൾ ഭഗവാൻ ഇഷ്ടമല്ല ഈ അടിപിടി, ബഹളം, യുദ്ധം, കോലാഹലങ്ങളൊന്നും. അതുകൊണ്ട് ഭഗവാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇറങ്ങാണ്ടിരുന്നാലോ എന്നൊക്കെ ഒരു സംശയം ഉള്ളത് കൊണ്ടാണ് രുക്മിണിയുടെ പിന്നാലെ പറഞ്ഞു, ഈ അടിയുണ്ടാക്കണമെന്ന് എനിക്കും വലിയ മോഹമൊന്നുമില്ല കേട്ടോ, ഇതാണ് ഇവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. തല്ലുകൊണ്ടൊന്നും ഇല്ലാണ്ട് കൈപിടിക്കാനാണെങ്കിൽ വല്ല സൂത്രം ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് പ്രവതാമി പായം ഒരു സൂത്രമുണ്ട്. കുലദേവി യാത്ര, അതൊരു ചടങ്ങുണ്ട്. ഞങ്ങളുടെ കുലദൈവത്തെ തൊഴുതിട്ടേ ഞാൻ മണ്ഡപത്തിലേക്ക് വരുള്ളൂ. ആ സമയത്ത് ക്ഷേത്രത്തിന് കാര്യം ഉണ്ടാവില്ല. ഇവിടെ വന്നുകൂടിയൊക്കെ ദുഷ്ടന്മാരായതുകൊണ്ട് അമ്പലത്തിന്റെ ഭാഗത്തേക്കുള്ള കാര്യം വരാൻ സാധ്യതയില്ല. അപ്പൊ തൊഴുത് ഇറങ്ങുന്ന സമയത്ത് അങ്ങേക്ക് എന്നെ കൈപിടിക്കാം. കൈപിടിച്ചിട്ട് പുറത്തു വന്നാൽ പിന്നെ എല്ലാവർക്കും ഒരു തീരുമാനമായില്ലേ. പിന്നെ പടിയുണ്ടാക്കാവുമ്പോൾ നമ്മൾ തമ്മിൽ വിവാഹം നടക്കുന്നതിന് മുമ്പാണ് ഈ അടിക്കേണ്ട എല്ലാ സാധ്യതയും. നടന്നു കഴിഞ്ഞാൽ അങ്ങനെ കൈപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തല്ലുകൂടുന്നതിന് അർത്ഥമില്ല. അവരെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം, എന്നിട്ട് പോരാ. വിവാഹം ആ രീതിയിൽ നടത്തിയെടുക്കുകയാണെങ്കിൽ ഈ കലഹങ്ങളൊന്നും ഇല്ലാണ്ട് അവസാനിപ്പിക്കാം. പക്ഷെ അതിൽ ചില നിബന്ധനകൾ ഞാൻ പറയാം. ക്ഷേത്രത്തിൽ നിന്ന് കൈപിടിച്ചിട്ട് നേരിട്ട് ദ്വാരകയിലേക്ക് അത് പറ്റില്ല. അതും അങ്ങേക്ക് തീർത്തുപേരാവും. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടോ എന്നല്ലേ പറയാ. അത് പറയാതിരിക്കണമെങ്കിൽ കൈപിടിച്ച് പുറത്തിറങ്ങി എല്ലാവരെയും ക്ഷണിക്കണം. നിശ്ചയിച്ച് അതേ മുഹൂർത്തത്തിൽ കല്യാണം നടക്കണം. അത് ദ്വാരകയിലെ മണ്ഡപത്തിൽ വെച്ച് നടക്കും വേണം. മാത്രമല്ല അതിനായിട്ട് ഇവിടെ എൻ്റെ വിവാഹം കാണാൻ മോഹിക്കുന്ന, അതും ഞാൻ അങ്ങയെ തന്നെ വിവാഹം കഴിക്കുന്നത് കാണാൻ മോഹിക്കുന്ന എൻ്റെ അച്ഛനമ്മമാരും അടുത്ത ബന്ധുക്കളടക്കമുള്ള സകല നല്ല മനസ്സുള്ളവരെയും ദ്വാരകയിലേക്ക് മുഹൂർത്തത്തിന് മുമ്പ് എത്തിക്കുകയും വേണം. ഇതിനൊക്കെ കൂടിയിട്ട് സമയമില്ലാത്തതുകൊണ്ടാണ് അടുത്ത വണ്ടിക്ക് പുറപ്പെട്ടോളാൻ പറയണേ. ഇത്രയും കൂടി രുക്മിണി ദേവി തീർത്ത് പറഞ്ഞു. സംഭവിച്ചു. ഇതിന് ഭഗവാൻ ഒരു കാര്യം ഉറപ്പായി. എന്ത് പ്രശ്നം ജീവിതത്തിലുണ്ടായാലും അതിനപ്പുറത്തേക്ക് ഒരു വഴി കണ്ടെത്തിയിട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിന് ഈ ഒറ്റ വാചകം മതിയായിരുന്നു തീരുമാനമാക്കാൻ. ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം ഒരാളെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ. ഇനി വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് മാത്രമേ ഭഗവാനും, ഇനിയിപ്പോ ഒന്നും പറയാനില്ല ഭഗവാൻ അങ്ങനെ ശരി എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിന്റെ ഭാഗത്തിനാണ് 6 വാചകങ്ങളെ കൊണ്ട് രുക്മിണി കാര്യങ്ങൾ പറഞ്ഞു വെച്ചത്. ഇനി വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഒരു വാചകം കൂടി പറഞ്ഞിട്ടുണ്ട്. യസ്യാംഘ്രിമംഗജരജസ്തപനം മഹാന്തോ വാഞ്ചന്തിമാപതിരിവാത്മതമോഹത്തി യരിഹംബുജാക്ഷ നലഭേയഭവൽ പ്രസാദം ജഹ്യാമസൂൻ വ്രതകൃഷ്ണ.
ബ്രാഹ്മണൻ നിർത്തി അവിടെ. കൃഷ്ണൻ എന്തോ പറഞ്ഞു വന്നതിനൊരു പൂർണ്ണതയില്ലാത്ത പോലെ. എന്താ പറ്റിയ? എന്തോ വാചകം മുഴുവനായിട്ടില്ലല്ലോ. ബ്രാഹ്മണന്റെ കയ്യൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇനി എന്തോ എഴുതിയുണ്ട്, അതുകൊണ്ട് മനസ്സിലാവണില്ല. ഒരു നനവ് വീണ പോലെ തോന്നുന്നുണ്ട്. അപ്പോഴേക്കും ഭഗവാന്റെ മനസ്സൊക്കെ ഇടാൻ തുടങ്ങി. അതുവരെ പറഞ്ഞതിനെയൊക്കെ ഭഗവാൻ ഒന്ന് ശ്രദ്ധിച്ച് ഓർന്നപ്പോഴാണ് അങ്ങയുടെ കാരുണ്യം നല്ല ഭേയഭവൻ പ്രസാദം എനിക്ക് കിട്ടണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ. ഉമാപതിരിമ പണ്ട് മഹാദേവന്റെ സതി ഉമയായിട്ടെത്തിയില്ലേ, അതേപോലെ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് എത്താൻ അവനൊരു തീരുമാനമെടുക്കും. ജഹിയാമസ്മൂൻ വ്രതകൃശാൻ, ഈ ശരീരത്തെ വ്രതങ്ങളെ എടുത്ത് ഞാൻ ഉപേക്ഷിക്കും. ശിശുപാലൻ എന്നെ തൊടില്ല. ഒരു വാക്കും കൂടി ബാക്കിയുണ്ട്. ബ്രാഹ്മണൻ നല്ലോണം ശ്രദ്ധിച്ച അവസാനം എങ്ങനെയോ വായിച്ചെടുത്തു. ശതജന്മഭിസ്യാൽ, 100 ജന്മം വേണ്ടി വന്നാലും. അതങ്ങനെ എഴുതി അവസാനിപ്പിക്കുമ്പോഴേക്കും രുക്മിണിയുടെ കണ്ണെന്ന് അതിലേക്ക് അടർന്നു വീണ കണ്ണുനീർ തുള്ളിയാണ് ബ്രാഹ്മണനെ അത് വായിക്കാൻ പറ്റാതാക്കിയത്. ആ വിങ്ങല് ഭഗവാൻ അവിടെ മനസ്സിലായി. പിന്നെ ചോദ്യമില്ല, ഉത്തരമില്ല, മടക്കിയതോടെ വെക്കലും ദാരികാന്തന് വെടിപിടിച്ചു. ദാരികൻ തേരുമായിട്ട് വന്നു. ബ്രാഹ്മണനെ കയറ്റി തേരിലിരുത്തി കൃഷ്ണൻ ചാടി പിന്നാലെ കയറി. ആരോടെങ്കിലും ഒന്ന് പറയണ്ടേന്ന് നോക്കിയപ്പോഴാണ് ഉദ്ധവനെ കണ്ടത്. ഉദ്ധവനോട് പറഞ്ഞു, ഞാനേ അവളെയും കൊണ്ടുവരാം, ഒറ്റ പോക്കാൻ പോയി. ഉദ്ധവനൊന്നും മനസ്സിലാവില്ല, ഇത് എന്ത് പോക്ക്. അതിന് പിന്നാലെയാണ് ബലരാമൻ ഇവിടെ കൃഷ്ണനെ കാണാനില്ല എന്നും പറഞ്ഞ് അന്വേഷിച്ച് നടന്ന്. ഉദ്ധവൻ അറിയാണ്ടിരിക്കില്ല. അവര് രാജാവും മന്ത്രിയൊക്കെ ആയിട്ട് അടച്ചാലും താഴെ ഇറങ്ങിയ തോളത്ത് കഴിഞ്ഞ് നടന്നാണ് എപ്പോ നോക്കിയാൽ. ആ ഉദ്ധവനെ തേടി വന്ന് കൃഷ്ണൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, കൃഷ്ണൻ ഇപ്പൊ വരും. ഇപ്പൊ വരുന്നു. അയാൾ എവിടെ പോയി? അല്ല, അവളെ കൊണ്ടുവരാൻ പോയത്. അപ്പൊ വരും. അവളെ കൊണ്ടുവരാൻ പോവുക. എവിടെ? അതെനിക്ക് പറ്റിയില്ല. തനിക്കറിയില്ല. എനിക്ക് പറ്റിയണ്ടേപ്പത് അറിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. അങ്ങ് എന്തായി പറയണേ? അല്ല, ഒരു ബ്രാഹ്മണൻ ഇവിടെ വന്നിട്ടായിരുന്നു. ആ ബ്രാഹ്മണനും ഭഗവാനും തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു അകത്ത്. പിന്നാലെ ദാരികാന്തന് വെടി കേട്ടു. അയാൾ തേരൊക്കെ കൊണ്ടുവരുന്നുണ്ടപ്പോ എന്താണോ വെച്ചിട്ട് ഞാൻ ഓടി ഇവിടെ എത്തുമ്പോഴേക്കും അകത്തുനിന്ന് ബ്രാഹ്മണൻ പറന്ന് വരണുണ്ട്. എറിഞ്ഞിറന്ന് തോന്നലെടുത്തിട്ട് കൃഷ്ണൻ പിന്നാലെ ചാടി കയറി. എന്നെ കണ്ടപ്പോ അവളെയും കൊണ്ടുവരാന്ന് പറഞ്ഞൊരു പോക്കാൻ പോയി. ഇത് എനിക്കറിയില്ല. ബലരാമൻ എന്ന് തന്നോട് പറയാണ്ട് കൃഷ്ണൻ പോയി. എന്ത് ചെറിയ കാര്യം ഉണ്ടെങ്കിലും കൃഷ്ണനോട് ചോദിക്കാണ്ട്, ബലരാമനോട് ചോദിക്കാതെ കൃഷ്ണൻ ചെയ്യില്ല. ആ തന്നോട് പറയാതെ കൃഷ്ണൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അത്ര അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. എന്താണെന്നറിയണല്ലോ എന്ന് പറഞ്ഞ് ബലരാമൻ ഒന്ന് കണ്ണടച്ചപ്പോഴാണ് തേരിങ്ങനെ പുറകുന്നുണ്ട്. സ്വതേ ബ്രാഹ്മണരിങ്ങനെ പരിഭ്രമിക്കുന്ന ആൾക്കാരും ക്ഷത്രിയന്മാര് കല്ലില് കാറ്റടിച്ച പോലെ ഇരിക്കുന്ന ആൾക്കാരാണ്. ഇതിപ്പോ തേരിൽ നോക്കുമ്പോൾ നേരെ മറിച്ച ബ്രാഹ്മണൻ സുഖമായിട്ടിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ റോള് കഴിഞ്ഞു. കൃഷ്ണൻ പുറപ്പെട്ടില്ലേ. എന്താ ടെൻഷൻ? കൃഷ്ണനാണ് ടെൻഷൻ. ആ ദാരികനെങ്ങനെ ഇത് കുത്തുന്നുണ്ട്. ഏടോ ഒന്ന് വേഗാവട്ടോ താൻ അവിടെ എത്തിക്കുമ്പോഴേക്കും സമയം കഴിയും. കൃഷ്ണൻ ഇങ്ങനൊരു പരിഭ്രമം ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലേ ബലരാമൻ. എവിടൊക്കെ എത്ര പരിഭ്രമിച്ച് യാത്ര എന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലിങ്ങനെ തെളിഞ്ഞു ഓരോന്നോരോന്നായിട്ട്. വിദർഭരാജ മൈതാനിയും അവിടെ നിൽക്കുന്ന ദുഷ്ടന്മാരുടെ മണിക്കൂറുകളുള്ള തേരുകളും അനവധി ദുഷ്ട സൈന്യങ്ങളും ജരാസന്ധാനികളെയൊക്കെ കണ്ടു. ഈ ദുഷ്ടന്മാരുടെ അടുത്തേക്ക് ഇവരുടെ അടുത്തേക്ക് പോണതിന് അവളെ കൊണ്ടുവരാന്ന് പറഞ്ഞ് പോണെന്തിനാ? ഇതിനുള്ളിൽ ഏതായി അവൾ അറിയാൻ വേണ്ടിയിട്ട് പതുക്കെ ബലരാമന്റെ ആ യോഗശക്തിയുടെ ക്യാമറ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയപ്പോഴാണ് അവനെ അന്തപുരത്തില് രുക്മിണീ ദേവിയെ കാണാനിടയായത്. രുക്മിണീ ദേവി അവിടെ ഇങ്ങനെതാ കവന്ന് കിടന്ന് ഇപ്പോഴും രുക്മിണീ ദേവിയുടെ ആ ചുണ്ടുകള് മന്ത്രിക്കുന്നത് ബലരാമൻ ഇവിടെ നോക്കിയപ്പോൾ മനസ്സിലായി. ശ്രദ്ധിച്ചപ്പോഴാണ് ആ കിടക്കുന്ന എന്നെ എല്ലാവരും കൈവിട്ടു, ഭഗവാൻ വരുമെന്ന് തീരുമാനമായിട്ടില്ല, ഇങ്ങനെയായില്ല തൻ്റെ ഒരു അവസ്ഥ എന്നിങ്ങനെ രുക്മിണീ ദേവി ആകെ വിലപിക്കുകയാണ്. ഇത്ര കാലം പാർവതി പരമേശ്വരന്മാരും ഉപാസിച്ചതാണ് കൃഷ്ണന്റെ കൂടെ ഒരു ദാമ്പത്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. എന്നിട്ടിതാ വിമുഖ ഗൗരിയും തനിക്ക് വിമുഖയായോ, മഹാദേവൻ തനിക്ക് എതിരായോ, ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് വിലപിക്കുന്നതായിട്ട് രുക്മിണിയുടെ ചുണ്ടുകളിലിപ്പോ ഒറ്റ മാത്രമേ പറയാറുള്ളൂ, ശതജന്മഭിസ്യാൽ എന്നിങ്ങനെ ആ ചുണ്ടുകള് 100 ജന്മം വേണ്ടി വന്നാലും ശരി ഞാൻ കൃഷ്ണനിലേക്ക് എത്തും എന്നുള്ള രുക്മിണിയുടെ ആ വിതുമ്പല ബലരാമന് മനസ്സിലായി. അതോടുകൂടി കൃഷ്ണൻ പുറപ്പെട്ട് പാഞ്ഞതിന്റെ കാര്യവും മനസ്സിലായി.
ഈ കണ്ണുനീര് തുടയ്ക്കാനുള്ള ധൃതിയാണത്. പക്ഷെ രുക്മിണി അന്തഃപുരത്തിനകത്താണല്ലോ, പുറത്തു കുറെ ദുഷ്ടന്മാരുണ്ട്. ഇവരെയൊക്കെ മറികടന്നിട്ട് ഭഗവാൻ അവിടെ എത്തുമ്പോഴേക്കും ഒരു പോറല് കൃഷ്ണനേറ്റാൽ പിന്നെ ഏട്ടനാന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇതാലോചിച്ച് ബലരാമൻ ആകെ അധികമായി. കൃഷ്ണനൊരു അപകടം സംഭവിക്കുക അത് പറ്റില്ല. ബലരാമൻ അതിന്റെ പിന്നാലെയാണ് നാഴികമണി മുടക്കിയത്. ഉദ്ധവന് ഒന്നും മനസ്സിലാവണില്ല, എന്താ സംഭവം ഒന്നും അറിയില്ല. നാഴികമണി മുടക്കുന്നത് സ്വതേ സൈന്യത്തിനെ കൂട്ടാനാണ്. ഇത് മുഴങ്ങിയതോടുകൂടി സൈന്യങ്ങളൊക്കെ കൂടിയിട്ട് നിരന്നു. എല്ലാവരും കണ്ണടയ്ക്കാൻ പറഞ്ഞു. എല്ലാവരും കണ്ണടച്ച് നിൽക്കുന്നു. ഇതെന്താ കൂട്ടപ്രാർത്ഥന? കണ്ണടയ്ക്കാൻ ബലരാമന് എനിക്ക് തനിക്കുമൊന്നും ഒക്കെ കണ്ടു നിൽക്കുന്നുണ്ട് ഉദ്ധവൻ. എല്ലാത്തിനെയും കണ്ണടച്ച് നിർത്തലും കൂടി കഴിഞ്ഞിട്ടാണ് ബലരാമൻ ആലോചിച്ചത്, അല്ല ഇതിപ്പോ ഇവിടെ പറഞ്ഞിട്ട് വേണ്ടേ പോവാൻ. ഉദ്ധവനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഞാൻ അവരെ കൊണ്ടുവരാം. ആദ്യത്തെ ഒരുത്തൻ അവളെ കൊണ്ടുവരാന്ന് പറഞ്ഞു പോയി. രണ്ടാമത്തെ വന്നേ അവരെ കൊണ്ടുവരാന്ന് പറഞ്ഞ് പുറപ്പെടുന്നു. ആരെ കൊണ്ടുവരുന്ന കാര്യമാണ് ഒന്ന് വ്യക്തമായിട്ട് അങ്ങെങ്കിലും പറഞ്ഞു തരോ? ആ കൃഷ്ണന്റെ കല്യാണം മറ്റന്നാ. കൃഷ്ണന്റെ കല്യാണോ? ഏതാണ്ട് അങ്ങനെ ഇനിയിപ്പോ അവസാനിപ്പിക്കൂ. കൃഷ്ണന്റെ വിവാഹമാണ് മറ്റന്നാൾ. എനിക്ക് മനസ്സിലായിട്ട് മറ്റന്നാളാണ് നല്ലൊരു മുഹൂർത്തമുള്ളത്. ഇനിയിപ്പോ അതൊക്കെ എങ്ങനെയാണ് ഐക്യേക്കാം. വിദർഭ രാജകുമാരി രുക്മിണിയും കൃഷ്ണനും തമ്മിലുള്ള വിവാഹം മറ്റന്നാൾ നല്ല മുഹൂർത്തത്തിൽ ദ്വാരകയിൽ വെച്ച് നടക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങ് ലോകം മുഴുവൻ ക്ഷണം എത്തിക്കുക. വേണ്ട കാര്യങ്ങളൊക്കെ തയ്യാറാക്കിക്കോളും, ഞാൻ അവരെ കൊണ്ടുവരാം. ഇത് പറയാനും ബലരാമൻ ഒറ്റ പോക്കങ്ങൾ പോയി. ഈ സൈന്യങ്ങളടക്കം ഇതിനൊക്കെ കണ്ണടച്ച് നിർത്തിച്ചൊക്കെ കാണുള്ളൂ. കണ്ണു തുറക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും നിൽക്കുന്നത് വിദർഭ രാജമൈതാനിയിലായിരുന്നു. ആ അടച്ചു തുറക്കുന്ന നേരം കൊണ്ട് യോഗശക്തി കൊണ്ട് ബലരാമൻ അവിടെ എത്തിച്ചു. ഉദ്ധവൻ ആലോചിക്കുക, ഇനി ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ബലരാമൻ പോയി, കൃഷ്ണൻ പോയി, സൈന്യങ്ങൾ പോയി. ഇനി ഉള്ളതെന്ന് പറയാൻ വയസ്സായിട്ടുള്ള വസുദേവനും യശോദയും അതിനും വയസ്സായിട്ടുള്ള ഉഗ്രസേനും ഉണ്ട്. ഇവിടെ നടത്തിയെടുക്കേണ്ടത് എന്താ? രണ്ട് മാലയിട്ടിട്ട് പി എന്ന് പറഞ്ഞാൽ കല്യാണം നടക്കണമെന്നാണ് നോക്കുന്നത്. കൃഷ്ണന്റെ കല്യാണമായി പോയില്ലേ, ലോകം മുഴുവൻ അറിയിക്കണ്ടേ? ഈ ബലരാമനെ ഉദ്ധവന്റെ തലയ്ക്ക് വെച്ച് പോയത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഉദ്ധവൻ ഒരാളും മതി. ഉദ്ധവന്റെ മഹത്വം ബലരാമൻ അറിയാം. ഉദ്ധവോ ബുദ്ധിസപ്തമഹാണ്. ബലരാമൻ വന്ന സമയത്ത് ഉദ്ധവന്റെ നിൽപ്പ് കണ്ട് ബലരാമൻ പോലും ഞെട്ടിയിട്ടുണ്ട്. കാരണം ഈ കൃഷ്ണൻ പോയില്ലോ, അവളെ കൊണ്ടുവരാന്ന് പറഞ്ഞു പോയപ്പോ ഉദ്ധവൻ ഇങ്ങനെ ആലോചിക്കുക, ഏതായി അവള്. ഇത് കണ്ടിട്ടാണ് ഈ ബലരാമൻ പറഞ്ഞത്. ബലരാമൻ ഇപ്പൊ ആലോചിക്കുന്നത് എന്താണെന്നറിയോ? ഉദ്ധവൻ എന്താ ഈ ആലോചിക്കണേന്ന്. കാരണം ഉദ്ധവൻ ആലോചിക്കാറില്ല, അദ്ദേഹത്തിന് ആലോചിക്കേണ്ട ആവശ്യം വരാറില്ല. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായിട്ട് ബൃഹസ്പതി എന്ന ദേവഗുരുനാഥനെ ചോദ്യം ചോദിച്ചിട്ട് വട്ടം കറക്കിയ ഒറ്റ ആളെയുള്ളൂ ഉദ്ധവന്. ബൃഹസ്പതിയുടെ ഉള്ളിൽ എന്തറിയുണ്ടോ അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഉദ്ധവന്. അങ്ങനെയുള്ള ബുദ്ധിസത്വനായിട്ട് ഉദ്ധവന്റെ മഹത്വം അറിയാവുന്നതുകൊണ്ടാണ് ഒക്കെ ബലരാമനത ഏൽപ്പിച്ചു പോണത്. ഉദ്ധവൻ അടുത്ത സെക്കൻഡ് വായുദേവനെ വിളിച്ചു. വായുദേവനോട് ഒറ്റ ഇൻവിറ്റേഷൻ അടിച്ചുള്ളൂ. ആകെ അടിച്ചത് ഉദ്ധവന്റെ കൈപ്പടയിലുള്ള ഒറ്റ ക്ഷണക്കത്താണ്. അത് കൃത്യമായിട്ട് അങ്ങനെ എഴുതി വായുദേവന്റെ കൊടുത്തിട്ട് പറഞ്ഞു എല്ലാവരോടും അറിയിച്ചോളാൻ. സ്പോട്ടിൽ കിട്ടി എല്ലാവർക്കും. ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വായുദേവനെ ഇപ്പം എല്ലാവരിലേക്ക് എത്തിക്കാനാണ് പ്രയാസം. എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് നേരിട്ടാണ്. വായിക്കേണ്ട ബുദ്ധിമുട്ട് പോലും ഉണ്ടാക്കിയില്ല വായുദേവൻ. അകത്തെത്തിയിട്ട് ഇൻവിറ്റേഷൻ കാർഡ് തുറന്നു കൊടുത്തുള്ളൂ. തപസ്സയുടെ ഋഷീശ്വരന്മാരുടെ ഉള്ളിൽ അടക്കം കിട്ടിയിട്ട് കല്യാണക്കത്ത്. സന്യാസിമാരെയൊക്കെ ആരെങ്കിലും കല്യാണത്തിന് ക്ഷണിക്കാറുണ്ടോ? അത് കാട്ടിലിരിക്കുന്നവരെയൊക്കെ. പക്ഷെ അവർക്കും കിട്ടി. അത് രുക്മിണിയും കൃഷ്ണന്റെയും കല്യാണമായി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്താ പിന്നെ തപസ് പിന്നെയാവാം എന്നും പറഞ്ഞിട്ട് തപസ്സൊക്കെ വിട്ടിട്ട് എല്ലാവരും കല്യാണത്തിന് പുറപ്പെട്ടു തുടങ്ങി. ഇങ്ങനെ ലോകത്തിലുള്ള സകലമായ സജ്ജനങ്ങളും ഭഗവാന്റെ കല്യാണത്തിന് പുറപ്പെടുകയാണ്. ഇവിടെ കൃഷ്ണൻ അവിടെ എത്തിയിട്ടും കൂടിയില്ല. അതായിരുന്നു രസം. ആദ്യത്തെ ആൾ ബലരാമനാണ്. സൈന്യങ്ങളൊക്കെ തയ്യാറാക്കി നിർത്തി കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തു. പറയും അതിന്റെ പിന്നാലെയാണ് കൃഷ്ണൻ വന്ന് ഇറങ്ങുന്നത്. കൃഷ്ണൻ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നത് ബലരാമന്റെ നിപ്പാണ്. ബലരാമൻ വെറുതെ നിൽക്കുന്നത് കണ്ടാൽ കുഴപ്പമില്ല. ഇത് ആമടാണ്, അതായി കുഴപ്പമില്ല. ഒരു കയ്യിൽ ഉടക്കിയ മറ്റേ കയ്യിൽ കലപ്പയും കൂടി പിടിച്ച് നിൽക്കുന്ന ഏട്ടനെ കണ്ടപ്പോ ഏട്ടനോ ഇതെന്ത് ഇവിടെ അല്ല താനൊന്നും പറഞ്ഞില്ലല്ലോ. തന്റെ കല്യാണക്കാര്യം വരെ പറയാൻ തുടങ്ങി പോകുന്നത് ആകെ എന്ത് കണ്ടെന്ന് അറിയാത്ത അവസ്ഥ. കൃഷ്ണന് ആ ജാണ്യത അറിയാവുന്ന ബലരാമൻ കൃഷ്ണനെ ശ്രദ്ധിച്ചും കൂടിയില്ല. വേഗം ബ്രാഹ്മണനെ തേരുന്ന് പിടിച്ചോട്ടി. ചില വളയ്ക്കൊണ്ടുള്ളത് ഇരിക്കാണ്ടാവോ. ബ്രാഹ്മണൻ നിന്ന് പറയ്ക്കുമ്പോഴാണ് അടുത്ത് പിടിച്ചിട്ട് ചെവിയിൽ പറഞ്ഞത്. അവിടെ ചെന്നിട്ട് കൃഷ്ണൻ വന്നിട്ട് എന്ന് പറയും. ഞാൻ പറഞ്ഞിട്ടേനും കുഴപ്പമില്ല, രാമേട്ടൻ വന്നിട്ട് എന്ന് പറയും. എന്നിട്ട് പറയാ കൃഷ്ണനും രുക്മിണിയും തമ്മിലുള്ള വിവാഹം ഞാൻ നടത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ആ കുട്ടിയെ സമാധാനിപ്പിക്കുക. എന്നിട്ട് അങ്ങ് വേഗം ദ്വാരകയിലിരിക്കില്ല, അവിടെ എന്തൊക്കെയാ വേണ്ടത് തയ്യാറാക്കിക്കോളൂ, ഞങ്ങളങ്ങോട്ട് വന്നേക്കാം എന്നും പറഞ്ഞ് ബ്രാഹ്മണനെ അന്തപുരത്തിലേക്ക് വിട്ടു ഈ ബലരാമസ്വാമികള്. കൃഷ്ണൻ ഇങ്ങനെ നോക്കി നിൽക്കുക. താനൊരു കാര്യം പോലും പറയാത്തതല്ല. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത്. ഇതൊട്ട് പറഞ്ഞില്ല.
എന്നിട്ട് തന്നേക്കാളും മുമ്പ് വന്ന് ഇവിടെ തനിക്ക് വേണ്ട സുരക്ഷയെ ഒരുക്കുന്ന ആ ഏട്ടന്റെ സ്നേഹത്തിനെ കണ്ടപ്പോ എന്തു പറയണമെന്ന് അറിയാണ്ടായി പോയി ഭഗവാൻ. തേരുന്നിറങ്ങി. ബലരാമനും ഒന്നും അങ്ങോട്ടും പറയാനില്ല. രണ്ടുപേരും കൂടി ഇതാ ആ മൈതാനിയിലെ തേരിന്റെ അടുത്ത് കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന കാഴ്ച സാക്ഷിയായത് തേരാളി കാലുകൾ മാത്രമായിരുന്നു. ഭ്രാതൃസ്നേഹ പരിപ്ലുത, സഹോദരനോടുള്ള സ്നേഹത്തിന് നിറഞ്ഞു നിൽക്കുന്ന ബലരാമനെ കാണിച്ചിട്ട് പറഞ്ഞു, സാഹോദരി എന്ന് പറഞ്ഞാൽ അതിങ്ങനെയാണ്. അനിയനാണ് ബലരാമനെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണൻ. പറയാണ്ട് പോയതല്ലേ, രണ്ടെണ്ണം കിട്ടട്ടെ പഠിച്ചോളൂ. ഇത് പറഞ്ഞിരിക്കുകയല്ലാണ്ടായത്. എൻ്റെ അനിയനാണ്. ആ ചിന്ത ജ്യേഷ്ഠനുണ്ടാകുമ്പോഴാണ് എൻ്റെ ജ്യേഷ്ഠനല്ലേന്ന് അനിയനും തോന്നുന്നു. അറ്റ്ലീസ്റ്റ് ഞാൻ ചേട്ടനാണെന്ന് പറഞ്ഞിട്ട് ഞെളിയണേന് പകരം ഞാനാണല്ലോ 2 കൊല്ലം മൂപ്പുള്ളത്, അതിനുള്ള പകുതി എനിക്കുണ്ടാവണ്ടേന്ന് ജ്യേഷ്ഠനാദ്യം അറിയിക്കണം. അതില്ലാതെ വരുമ്പോഴാണ് സഹോദര്യങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാവും. ഇവിടെ ഇതാ ആ സഹോദര്യത്തെയും കാണിച്ചു തരണം. രുക്മിണീ ദേവി ഇങ്ങനെ തളർന്ന് ഉറങ്ങിയിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. ആ തളർച്ചയിലാണ് ഒന്ന് മയങ്ങാൻ തുടങ്ങിയത്. അപ്പോഴാണ് പെട്ടെന്ന് ഇടത് ഭാഗം, ഇടത് കൈ, ഇടത് കണ്ണൊക്കെ രുക്മിണിക്കൊന്ന് തുടിച്ചത്. സ്ത്രീകൾക്ക് ഇടത് ഭാഗം തുടിച്ചു കഴിഞ്ഞാൽ ശുഭലക്ഷണമാണ്, എന്തോ നല്ലത് വരാനുണ്ടെന്നാണ് അർത്ഥം. നിമിത്തത്തിൽ അങ്ങനെയാ പറയുക. എന്ന് വെച്ചിട്ട് ഇനി ആരെയും ഇത് വർപ്പിക്കണ്ട, തന്നെത്താനെ വറക്കണം, എന്നാലേ ഇത് വരും. രുക്മിണീ ദേവിക്ക് തന്നെ വറച്ചതാണ്. രുക്മിണി കണ്ണു തുറന്നപ്പോ കണ്ടത് ബ്രാഹ്മണനെയാണ്. ആ കുട്ടിയോട് ഇപ്പൊ എന്താ പറയേണ്ടത്? ബലരാമൻ എന്തൊക്കെയോ പറയാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയേണ്ടതെന്ന് ആലോചിച്ചിട്ട് ബ്രാഹ്മണൻ പറഞ്ഞു, വന്നു. ആദ്യം അതാ പറഞ്ഞ പ്രശ്നം കഴിഞ്ഞില്ലേ. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പിന്നെ രുക്മിണിക്ക് ആ ഒരു നിമിഷം കൂടി ആദ്യം ബാക്കിയുണ്ടാവും. വന്നു എന്ന് പറയുമോ വന്നില്ല എന്ന് പറയുമോ? ആ ആദ്യം പോലും അത്രത്തോളം ഈ കുട്ടി വേദനിക്കുന്നുണ്ട്. ഇനി ഒരു നിമിഷം മുമ്പെങ്കിൽ ഒരു നിമിഷം മുമ്പ് അത് ഇല്ലാണ്ടാക്കല്ലേ വേണ്ടത്. അതുകൊണ്ട് ഹനുമാൻ പണ്ട് രാമനോട് പറഞ്ഞതുപോലെ സീതയെ കണ്ടു എന്നല്ല പറഞ്ഞു, കണ്ടു സീതയെ എന്നാണ് പറഞ്ഞത്. രാമന്റെ ആദ്യം ഹനുമാനെ നല്ലോണം മനസ്സിലായിട്ട്. അതുപോലെ ബ്രാഹ്മണനും അതെ ഇവിടെ പറഞ്ഞത് വന്നു കൃഷ്ണൻ. കേട്ടപ്പോൾ തന്നെ സമാധാനമായി. ബാക്കി ബ്രാഹ്മണൻ പറയുമ്പോഴേക്കും രുക്മിണി അവിടെ നിന്ന് ചാടി എണീറ്റ് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു ബ്രാഹ്മണനെ. ഇതിൽ പരം പിന്നെ എന്താ ബ്രാഹ്മണനെ കൊടുക്കുക എന്ന് രുക്മിണിക്ക് മനസ്സിലാവുന്നില്ലേ. പക്ഷേ ലക്ഷ്മി കാൽക്കൽ നമസ്കരിച്ചിട്ട് ആ ബ്രാഹ്മണൻ എനിക്ക് ഇതിലധികം എന്താ കിട്ടാനുള്ളത്? പിടിച്ചെണീപ്പിച്ചിട്ട് പറഞ്ഞു, അതെ രാമേട്ടൻ നമുക്കുണ്ട്. കുട്ടി വിചാരിച്ച പോലെ വിവാഹം നടക്കും, ഞാൻ നടത്തി തരാമെന്ന് പറഞ്ഞ് ഉത്സാഹമായിട്ടാണ് രാമേട്ടനൊക്കെ നിൽക്കുന്നത്. ഒന്നുകൊണ്ടും പേടിക്കണ്ട. ആദ്യം പോയിട്ട് സ്നാനാദികളും അലങ്കാരാദികളൊക്കെ കഴിഞ്ഞ് കല്യാണത്തിന് തയ്യാറാവും. മുതിർന്നവരൊക്കെ നമസ്കരിക്കണ്ടേ, കുലദേവി യാത്ര വേണ്ടേ, സമയം വേണ്ടേ, ഇതിനൊക്കെ മുഹൂർത്തം തെറ്റണ്ട. വേഗം ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ബ്രാഹ്മണൻ ധൃതി വിളിപ്പിച്ചു വിട്ടു. രുക്മിണിയുടെ ഓട്ടമായിരുന്നു അവിടെ. അവിടെ കരഞ്ഞ് നിലവിളിച്ചിട്ട് നമ്മൾ ഓടി വരണത് എന്താന്ന് മനസ്സിലാവാണ്ട് ഇവിടെ അമ്മ. അപ്പോഴാണ് മറുഭാഗത്തുനിന്ന് വിളി വരണു. രുക്മിണിയുടെ അമ്മയ്ക്ക് ഭീഷ്മർ മഹാരാജാവ് വിളിക്കുന്നുണ്ട്. അതെന്താ? കൃഷ്ണനും രാമനും വന്നിട്ട് സ്വീകരിക്കാൻ പോവാണ്, അവിടെ എല്ലാം പറഞ്ഞു. അപ്പൊ രുക്മിണിയുടെ ഓട്ടത്തിന്റെ കാര്യമൊക്കെ അമ്മയ്ക്ക് മനസ്സിലായി. അപ്പൊ വരാണ്ട് കുട്ടി നീ കുടിച്ചു വരുമ്പോഴേക്കും ഞാൻ ഇവിടെ ഉണ്ടാവും എന്നും പറഞ്ഞ് ഇവിടുന്ന് ഭീഷ്മകന്റെ കൂടെ പത്നി ഓടിച്ചെന്നു. രാമകൃഷ്ണന്മാരെത്തി എന്ന് പറഞ്ഞ് സ്വീകരിച്ചു കൊണ്ടുപോയി വരണിരിക്കാൻ തീരുമാനിച്ച പന്തലിൽ കൊണ്ടുപോയി ഇരുത്തി. അത് കഴിഞ്ഞിട്ട് ആ സ്വീകരണമൊക്കെ കഴിഞ്ഞിട്ടാണ് രുക്മിണിയുടെ അമ്മ തിരിച്ചു തന്നത്. അപ്പോഴേക്കും കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ അലങ്കാരാദികളായി. അത് കഴിഞ്ഞ് മുതിർന്നവരെ ഓരോരുത്തരെ നമസ്കരിക്കലൊക്കെയായി. പിന്നെ ഘോഷയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകളായി. സുമംഗലി സ്ത്രീകളോട് കൂടിയിട്ട് നാമജപത്തോടെ നാദസ്വരാദികളോടൊക്കെ കൂടി ക്ഷേത്ര ദർശനത്തിന് രുക്മിണി ദേവിയുടെ ഇറങ്ങി. അവിടെ പ്രകാര പ്രദക്ഷിണം കഴിഞ്ഞ് അന്തപ്രകാര പ്രദക്ഷിണം കഴിഞ്ഞ് തിരുനടയിൽ എത്തിച്ചേർന്ന രുക്മിണി ദേവിയുടെ പ്രാർത്ഥന. മഹാദേവൻ, പാർവതി ദേവി, ഉണ്ണിഗണപതി, സുബ്രഹ്മണ്യ സ്വാമി, ധർമ്മശാസ്താവ്, ഭദ്രകാളി എന്നിങ്ങനെ കുടുംബസമേതമുള്ള ക്ഷേത്രം. ആ ക്ഷേത്രത്തിന് എന്നും രുക്മിണി ഒന്നേ പറയാറുണ്ട്, ഭൂയാൻ പതിർമേ ഭഗവാൻ കൃഷ്ണ തദനുമോദതാം. പതിയായിട്ട് കൃഷ്ണൻ വരാൻ അനുഗ്രഹിക്കണേ. ഈ പ്രാർത്ഥനയെ അനുഗ്രഹിച്ചു കൊടുക്കാൻ സമയാവട്ടെ സമയാവട്ടെ എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുകയാണ് പാർവതിയുടെ. ഇപ്പതാ സമയമായപ്പോഴാണ്. അനുഗ്രഹിക്കാമെന്ന് വിചാരിച്ച് പാർവതി ദേവി കൈ ഉയർത്തിയപ്പോൾ തലേന്റെ സ്ഥലം കാണും, തലേന്ന് കാണാനില്ല. നോക്കിയപ്പോഴാണ് ആദ്യത്തെ കൈ എടുത്തു വെച്ചത് ഉണ്ണിഗണപതിയാണ്. അതിന് പിന്നാലെ സുബ്രഹ്മണ്യ സ്വാമി 12 കൈ കൂടി എടുത്തു വെച്ചു. പാർവതി കൈ വയ്ക്കാൻ നോക്കുമ്പോൾ രുക്മിണിയുടെ ഈ ചെറിയ തലേന്റെ മുകളിൽ ഇത്ര കൈ വന്നാലോ, അത് ആദ്യത്തെ തന്നെ കൈ വന്നപ്പോ എന്താ ചെയ്യും? അവസാനം കൈ ഉയർത്തി അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, അതെ കുട്ടി പൊക്കോളും, ഞങ്ങൾ കുടുംബസമേതം നമ്മൾ വന്നേക്കാം കല്യാണത്തിന്. എന്നിട്ട് അവൻ ബാക്കി എന്ന് പറഞ്ഞ് കാക്കാൻ അനുഗ്രഹിച്ചു വിട്ടു പാർവതി പരമേശ്വരന്മാരെ.
ഉണ്ണി ഗണപതിയോട് ചോദിച്ചു, നീ എന്തിനാ കയറി കൈ വെച്ച്? എന്നോടല്ലേ പ്രാർത്ഥന? അമ്മയോട് കുറേ കാലമായില്ലേ, ഇതുവരെ തോന്നിയില്ലോ? ആയിക്കോട്ടെ, എന്റെ സൗകര്യത്തിന് ഞാൻ അനുഗ്രഹിച്ചോളാം, നീ എന്തിനാ കൈ വെച്ചതെന്ന് പറയാം. അത് എനിക്കൊരു സംശയം, അമ്മയുടെ അനുഗ്രഹം കിട്ടാൻ കുട്ടിക്ക് എന്തോ ഒരു തടസ്സമുള്ള പോലെ, അതാ മറിക്കോട്ടെ വെച്ചിട്ട് വെച്ചതാ. അപ്പൊ സുബ്രഹ്മണ്യനോട് ചോദിച്ചു, നീ എന്തിനാ കൈ വെച്ചേ? അല്ല, ഗണപതി വെച്ചാൽ ഞാൻ പറ്റും. പണ്ടൊരർത്ഥം പറ്റിയതാണ്. ഗണപതി എന്ന് പറയുന്ന നേരം കൊണ്ട് പ്രദക്ഷിണം വെച്ച് വന്നു മാറ്റണം. ലോകം മുഴുവൻ ചുറ്റിയൊരു അനുഭവം ഉള്ളതുകൊണ്ട് ഗണപതി വെച്ചാൽ അപ്പം വയ്ക്കും. അവസാനം ഇവര് തീരുമാനമാവണതിന് മുമ്പ് ഉണ്ണി ഗണപതി പുറപ്പെട്ടു. നീ ഇതവിടേക്കാ? അമ്മയെന്നെ പറഞ്ഞ് കുടുംബസമേതം കല്യാണത്തിന് ചെല്ലാന്ന്. ഞാനെന്താ ഈ കുടുംബത്തിന് പെടുത്തി? ഞാൻ പോവേ, അല്ല അത് ഒരുമിച്ച് പോവാം, നിങ്ങൾക്ക് കുഴപ്പമില്ല, ഞാൻ ഈ എരിയുടെ മുകളിൽ അവിടെ എത്തുമ്പോഴേക്കും സമയം ഞാൻ അവിടെ ഉണ്ടാവും, നിങ്ങൾ വെറുതെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഗണപതിയാണ് ആദ്യം പുറപ്പെട്ട ആള്. ആദ്യം പുറപ്പെട്ടത് മാത്രമല്ല, ആ വിവാഹത്തിന് ആദ്യം എത്തിയ ആളേ ഗണപതിയാണ്. അവിടെ ചെല്ലുമ്പോണ്ട് അവിടെയുള്ള ആൾ ഉദ്ധവനാണല്ലോ. ഗണപതി ഓടി ചെന്ന് ഉദ്ധവനെ കണ്ടു. എന്താ സഹായം വേണ്ടേച്ചാ പറഞ്ഞുകൊണ്ടു. ഒന്നും വേണ്ട, ഒക്കെ തയ്യാറായിട്ടില്ല, അവരിങ്ങോട്ട് വരിക വേണ്ടു. എത്ര നേരം എടുത്തു ഉദ്ധവൻ ഇതിനെന്ന് ആലോചിച്ചാൽ മതി. ഉദ്ധവന്റെ മഹത്വം മനസ്സിലാവാൻ ഇപ്പൊ ഇതിലേ വേണ്ടു. ബലരാമൻ ഇവിടെ വന്നു. കൃഷ്ണൻ ബ്രാഹ്മണനകത്തി എന്ന് പറഞ്ഞു. രുക്മിണി കുളിച്ച് ഒരുങ്ങി തൊഴാൻ വേണ്ടി വന്ന നേരം. ഈ നേരം കൊണ്ട് അവിടെ ലോകൈകനാഥൻ കൃഷ്ണന്റെ വിവാഹത്തിനുള്ള എല്ലാം തയ്യാറായിട്ട് ഉദ്ധവൻ ഇങ്ങനെ കവാടത്തിന് കൈയെട്ടി ബോറടിച്ച് നിൽക്കും. ഒരാളെയും കൂടി വരാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത്രയും വേഗതയിൽ ഉദ്ധവൻ കാര്യം നടത്തി. ഉണ്ണിഗണപതി പറഞ്ഞു, എന്നാ പിന്നെ ഞാനോടൊക്കെ അങ്ങനെ അകത്ത് വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്തോളൂ, ഭരണവരെയൊക്കെ ഞാൻ സ്വീകരിച്ചോളാം. ഇങ്ങനെ കവാടത്തിലെ വിഗ്രഹങ്ങളെ തീർത്തുകൊണ്ട് ഉണ്ണിഗണപതി നിന്നിട്ട് തുടങ്ങുന്നതാണ് ഭഗവാന്റെ കല്യാണം. അപ്പൊ ബാക്കി എത്രയുണ്ടാവുമെന്ന് ആലോചിച്ചോളൂ. ഇവിടെ രുക്മിണി ദേവി തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി. അപ്പോഴാണ് ഇത്രയും പറഞ്ഞു വന്നപ്പോഴാണ് ശ്രീശുഖൻ ആലോചിച്ചത്, അല്ല സംഭവം ഒരു കഥയൊക്കെ ആവുമ്പോൾ നായികയൊക്കെ വർണ്ണിക്കണ്ടേ, ഇതുവരെ മിണ്ടിയില്ല. ആ ശാകുന്തളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ എത്രയാണ് നായികാവർണ്ണന ചോദിച്ചാൽ ഇത് എപ്പോഴാണ് കഴിയുക, എന്നിട്ട് വേണമല്ലോ ബാക്കി വായിക്കാമെന്ന് വരെ ചിലപ്പോൾ തോന്നും. ഇവിടെ നായികയെ കുറിച്ച് ഒന്നും വേണ്ടിയിട്ടില്ല. ഇനിയിപ്പോൾ അതായാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടാണ് രുക്മിണി ദേവി നടന്നു വരുന്ന ആ ഒരു വരവനെ ഇവിടെ പറഞ്ഞു ശ്രീശുഖൻ. താൻ ദേവമായാമിവ വീരമോഹിനീം സുമധ്യമാം കുണ്ടനമണ്ഡിതാരടാം ശ്യാമാം നിതംബാർപ്പിതരത്നമേഖലാം രഞ്ജൻസ്തനീം കുന്തളസംഗീതേക്ഷണാം ശുചിസ്മിതാം ബിംബഫലാധരദ്യുതിശ്രോണായമാനദ്വിജകുന്ദകുട്മളാം പദാചലന്തീം കളഹംസഗാമിനീം ശിഞ്ചൽകരാമൂപുരധാമശോഭിനാം താം ദേവമായാമിവ വീരമോഹിനീം. വീരന്മാരെ മോഹിപ്പിക്കുന്ന ദേവമായ പോലെ രുക്മിണി ദേവി സകല ആഭരണ വിഭൂഷിതയായിട്ട് നടന്നു പതുക്കെ നീങ്ങി വരണം. നടന്നത് പദാചലന്തിയും കളഹംസഗാമിനി. കളഹംസങ്ങളെ നീന്തുന്നത് പോലെ, കളഹംസങ്ങളെ നീന്തുന്നത് കണ്ടാൽ അവര് മുമ്പിലേക്ക് പോകാന്നല്ല തോന്നുന്നത്, വെള്ളം പിന്നിലേക്ക് പോകാന്നാ തോന്നുന്നത്. അങ്ങനെയാണ് അവരുടെ നീന്തൽ. അതുപോലെ രുക്മിണി ദേവി നിന്നിടത്തുനിന്ന് അനങ്ങുണ്ടോ വരെ സംശയം, ഭൂമിയാണോ പിന്നിലേക്ക് വരണേ തോന്നുന്നത്. ആ രീതിയിൽ നടക്കുന്നതായിട്ട് രുക്മിണിയുടെ ആ നടപ്പൊക്കെ അങ്ങനെ പറഞ്ഞു വന്ന് അതിന് പിന്നാലെ രുക്മിണിയുടെ ആ മനസ്സിനെയും പറഞ്ഞു, കൃഷ്ണൻ ഇവിടെ വന്നിട്ടുണ്ടാവും, ഒന്ന് കണ്ടാക്കൊള്ളാമെന്നുണ്ട്. പക്ഷെ ഇപ്പൊ അവിടുത്തെ അവസ്ഥ എന്താണെന്നറിയും. രുക്മിണി ദേവി അകത്തേക്ക് തൊഴാൻ കയറുക എന്ന് പറഞ്ഞ ഒരു പ്രയാസങ്ങളായിരുന്നില്ല. ആകെ 4-3 ഏഴാണ് നടന്നത്. ഇപ്പൊ അതല്ല, ഇപ്പൊ അവിടെ തിരക്കോട് തിരക്കാണ്. കാരണം ഇത്ര ഉണ്ടായിരുന്നു, രുക്മിണി ദേവി തൊഴാൻ വന്നു എന്നുള്ളത് മാത്രമാണ് വിഷയം. രുക്മിണി ദേവി ക്ഷേത്രത്തിൽ തൊഴാൻ പോയതോടുകൂടിയിട്ട് അവിടെ ഈ യുദ്ധം ഉണ്ടാവെന്നും പറഞ്ഞ് ക്ഷണിക്കപ്പെട്ട് വന്ന് നേരം പോകാണ്ടിരിക്കുന്ന ആൾക്കാർ മുഴുവൻ കല്യാണപ്പെണ്ണ് തൊഴാൻ പോയി. ഇതൊന്ന് കാണാൻ പോയി. കല്യാണപ്പെണ്ണിനെ കാണാനുള്ള ആവേശത്തിൽ അമ്പലത്തിൽ തൊഴാൻ വന്നതല്ല തോന്നുന്നു, കല്യാണപ്പെണ്ണിനെ കാണാൻ വേണ്ടി വന്നതാണ്. സ്വതേ സ്ത്രീ പെൺകുട്ടികൾക്കൊക്കെ ഏറ്റവും അധികം സൗന്ദര്യമുള്ള സമയം ഉണ്ടാകുന്ന അവിടെ, അല്ലെങ്കിൽ ഉള്ള സൗന്ദര്യം കൂടുതലായിട്ട് കാണുന്ന സമയം 2 അവസരങ്ങളിലാണ്. അതിലൊന്ന് അമ്പലത്തിൽ തൊഴുതിറങ്ങുമ്പോഴാണ്, മറ്റൊന്ന് കല്യാണ വേഷത്തിലാണ്. ഈ 2 അവസരത്തിൽ ഇത്ര തോന്നാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ 2 സമയത്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഇത് കുളിച്ചു. അപ്പൊ ഇത്തിരി വൃത്തിയും വരെയൊക്കെ ഉണ്ടാവും കാണാൻ. പിന്നെ ഒന്ന് ഭഗവാനെ തൊഴുതിറങ്ങുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവും, മറ്റൊരു അടുത്തൊരു ജീവിതത്തിലേക്ക് കയറുകയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവും. ഇതാണ് ഈ പറഞ്ഞ പോലെ മുഖത്തെ സൗന്ദര്യം കൂടുതൽ കാണാനുള്ളൊരു കാരണം. അത് കാണാൻ എല്ലാവർക്കും വലിയ ഉത്സാഹം കാണില്ല. കല്യാണ പെണ്ണിനെ കാണാന്നൊക്കെ പറഞ്ഞാൽ
എന്താ ഉത്സാഹം ചോദിച്ചാൽ അറിയില്ല. അതിന്റെ പേരിൽ മാത്രം വന്നതാ. ഇവിടെ രുക്മിണിയാവുമ്പോൾ പ്രത്യേകതകൾ പിന്നെയും കുറയുണ്ട്. ഒന്ന് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരണ സമയം, ഒന്ന് അത് കൂടാതെ അത് കല്യാണ വേഷത്തിനും കൂടി ആണേനും അതും ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള പെൺകുട്ടി രുക്മിണി. ഇതിൽ പരം ഭാഗ്യമുണ്ടോ കണ്ടാൽ? ആ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഓടി വന്നിട്ട് ഇവിടെ തിക്കായി തിരക്കായി നിൽക്കാനൊന്നും സ്ഥലമില്ല. കുറെ പേര് ഇടികൊള്ളാൻ വയ്യാണ്ട് കുതിരയൊക്കെ കൊണ്ടുവന്ന് അതിന്റെ മുകളിലൊക്കെ കയറിയിരുന്നു. വേറെ ചിലതും അതിന്റെ മുകളിൽ കുത്തിപ്പിടിച്ച് കയറി. കുറെ പേര് ആനയും അതിന്റെ മറുഭാഗത്ത് നിർത്തിയിട്ട് അതിന്റെ മുകളിൽ കയറി. ഒരുത്ത പൊടിമരത്തിന് മുകളിൽ കയറി. കാണും എങ്ങനെയെങ്കിലും കയറി. ഈ ആവേശത്തിലൊക്കെ വന്ന് നിന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി ചോദിച്ചാൽ, രുക്മിണി ദേവി പുറത്തിറങ്ങിയപ്പോ രുക്മിണി ദേവി ഒരു മൂടുപടം അണിഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ഷത്രിയ കന്യകമാര് അന്തപുരത്തിന് പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ മൂടുപടം അണിഞ്ഞിട്ടേ ഇറങ്ങുള്ളൂ. തന്റെ നോട്ടം എവിടേക്കാണെന്ന് ആർക്കും അറിയാണ്ടിരിക്കണം. തന്റെ മുഖം അത്ര വേഗം ആരും കാണാണ്ടിരിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് ഈ മൂടുപടം അണിയണത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷെ ഈ കാണണം എന്നുള്ള മോഹത്തില് മൂടുപടം അണിഞ്ഞിട്ടുണ്ടാവുമെന്നൊന്നും നോക്കിയിട്ടല്ലോ വരല്. തോഴിമാർ ആദ്യം ഭടന്മാരിറങ്ങി, പിന്നാലെ തോഴിമാരിറങ്ങി. അതിന് പിന്നാലെ രുക്മിണി വരണമെന്ന് പറഞ്ഞിട്ട് ഒക്കെ അങ്ങനെ കഴുത്ത് നീട്ടി പിടിച്ച് നിൽക്കുന്നതിനിടയിലാണ് ഈ മൂടുപടം അണിഞ്ഞിട്ട് രുക്മിണിയുടെ പുറത്തേക്കുള്ള കാൽവയ്പ്. ഈ കാലങ്ങൾ വെച്ചോട് കൂടിയിട്ട് കൊടിമരത്തിന്റെ മുകളിൽ കയറി എന്ന് പറഞ്ഞ് തടുക്കും. രുക്മിണി അവിടുന്ന് ഇങ്ങനെ കടത്തെ കൊണ്ടുപോകാനുള്ള പേടാപ്പാടാണ് ഭടന്മാരുടെ വക. മറ്റുള്ളവർ ഉന്തിത്തള്ളി കയറി ഇങ്ങോട്ട് വരിക, ഇവര് കുന്തം കൊണ്ട് കുത്തിത്തള്ളി പിന്നിലേക്ക് തന്നെ വരിക. ആ രാജപാതയെങ്കിലും ഒഴിവാക്കി കിട്ടട്ടെ. അവരൊന്ന് ഒഴിവാക്കിയിട്ട് രുക്മിണിയെ കൊണ്ടുപോകാൻ വെച്ചാൽ ഈ കുട്ടിയൊട്ട് നടക്കൂല്ല. ഇതീ പറഞ്ഞ പോലെ കളഹംസ കാമിനി അങ്ങനെ തിരിഞ്ഞ രാജകുമാരിയല്ലേ, വേറെ വല്ലവരും അഞ്ച് പിടിച്ചു അല്ലെങ്കിലും ജഗത് ഒന്നും ചെയ്യാനും നിർത്തിയില്ലാണ്ടായി. അല്ലെങ്കിൽ തന്നെ നടക്കണ്ടോന്ന് സൂക്ഷിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഇതിനിടയിലാണ് രുക്മിണി ദേവിക്ക് ഭഗവാൻ ഇവിടെ വന്നിട്ടുണ്ടാവുമല്ലോ, അമ്പലത്തിന്റെ ഉള്ളിൽ ഉണ്ടാവണമല്ലോ കൈപിടിക്കാൻ, കാണണം ഒരു മോഹവും കൂടി ആയപ്പോ നടപ്പിന്റെ വേഗത പിന്നെയും കുറഞ്ഞു. പിന്നെ നമുക്ക് വേഗം നോക്കിയിട്ടാ പൊക്കൂടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ നോക്കാൻ പറ്റില്ലല്ലോ. അതിന്റെ കുഴപ്പം കുലവതിയായ കന്യകമാര് കാൽനഖം നോക്കി നടക്കണമെന്നാണ് നിയമം. നിയമമൊക്കെ അങ്ങനെയാണ്. ഇന്ന് ചിലവർ കാൽനഖം നോക്കുന്നത് പെയിന്റ് അടിക്കാൻ മാത്രമാണ്. ഇത് കുടിക്കാനല്ലേ കാണുന്നത്. സ്വതേ ശാസ്ത്രം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുരുഷന്മാർ എങ്ങനെയാവണം, സ്ത്രീകൾ എങ്ങനെയാവണം, അത് ഉണ്ണണത് എങ്ങനെ, കിടക്കണത് എങ്ങനെ, നടക്കണത് എങ്ങനെ, നിൽക്കുന്നത് എങ്ങനെ, മിണ്ടുന്നത് എങ്ങനെ, മിണ്ടാതിരിക്കുന്നത് എങ്ങനെ, സകലതരം ശാസ്ത്രം പറഞ്ഞിരണം. അതിന് പറയുന്നതാണ് പുരുഷന്മാര് നടക്കുന്നത് മൂക്കിന്റെ തുമ്പ് നോക്കിയിട്ട് വേണം നോക്കാന്നൊക്കെ ഉണ്ട്. പോകണം, ഉദ്ദേശം വേറെയാണ്. സ്ത്രീകൾ നടക്കുന്നത് കാലിനൊക്കെ നോക്കിയിട്ട് വേണം എന്നാണ്. എന്താ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, മൂക്കിന്റെ തുമ്പ് നേരെ ചൊവ്വേ കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തല ഉയർത്തി പിടിക്കണം. സ്വതേ പുരുഷന്മാര് തല ഉയർത്തി നെഞ്ചും വിരിച്ച് നടക്കുക, അതാണ് പൗരുഷം. സ്ത്രീകൾ തല കുലിച്ച് ലജ്ജാതമർമുഖികളായിട്ട് നടക്കുക, അതാണ് അവർക്ക് നല്ലത്. ഇന്നത് നേരെ മറച്ചാണ്. അതുകൊണ്ട് ചിന്തിക്കണ്ട, ആ ഭാഗം ചിന്തിക്കണ്ട. പണ്ട് കണ്ടാലെങ്കിലും മനസ്സിലായിരുന്നു. ഇപ്പൊ എന്നെ പോലെ പറയുന്ന മുടി വളർത്തിക്കൊണ്ട് ഏതാ പെണ്ണെന്ന് മനസ്സിലാക്കാം. നടപ്പ് കണ്ടിട്ട് പറ്റില്ല, കോലം കണ്ടിട്ടും പറ്റില്ല, വേഷം കണ്ടിട്ട് പിന്നെ പണ്ടേ പറ്റില്ല. പിന്നെ എന്താന്ന് ചോദിച്ചാല് അറിയാണ്ട് മേത്ത് മുട്ടുമ്പോൾ ടയറ് തിരിച്ചു കിട്ടിയ പെണ്ണാണ്. ആണ് അച്ഛൻ സോറിയെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻ അത്. അതുകൊണ്ടാണ് ഇപ്പൊ ബ്ലോക്ക് ആച്ചാലും കുഴപ്പമില്ല, വണ്ടിയിലെന്നെ പോയേക്കാൻ തീരുമാനിക്കണതിന്റെ കാരണം തന്നെ. എന്തായാലും രുക്മിണി ദേവി ഇങ്ങനെ തലപൊക്കി നോക്കാനും വയ്യ, നോക്കണം തൊട്ട് ഉണ്ടെങ്കിലും ഭക്ഷണമില്ല. അതിനിടയിലാണ് രുക്മിണിക്ക് പെട്ടെന്നൊരു അവസരം വീണ് കിട്ടിയത്. അളകങ്ങള് കാഴ്ചയ്ക്ക് തടസ്സമായിട്ട് വന്നു. അളകങ്ങൾ ഇങ്ങനെ കണ്ണിന്റെ മുമ്പിലേക്ക് എത്തിയപ്പോ പതുക്കെ ആ അളകങ്ങൾ ഒതുക്കാൻ വേണ്ടി കൈ ഉയർത്തിയതാണ്. മുടിയിഴകളുടെ മുഖത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ സ്റ്റൈലിൽ അങ്ങനെ ഒതുക്കുമല്ലോ. ചിലവരിടത്തെ കൈ, ചിലവർ വലത്തെ കൈ, ചിലവർ പല ടൈം. രുക്മിണി പതുക്കെ ഇടത് കൈ കൊണ്ടാണ് ഈ മുടി ഒതുക്കുന്ന ഒരു ശീലം. മുടിയിൽ തുറന്ന തന്നെ ശരിയല്ല, അത് തന്നെ വലത്തെ കൈ കൊണ്ട് എണ്ണ വെച്ചിട്ട് ഇടത് കൈ കൊണ്ട് ശീലിക്കലാണ് നല്ലത്. പിന്നിന്ന് പേടിക്കാല്ല. അളകങ്ങൾ ഉണ്ടായാണ് ഈ കുഴപ്പമില്ല. അളകങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഈ നെറ്റിയിലും അല്ല തലയിലും അല്ല എന്ന് പറഞ്ഞിട്ട് മുളച്ചു വരുന്ന മുടിനാരിഴകളാണ്. മാക്സിമം അതിന്റെ നീളം കണ്ണിന്റെ കൃഷ്ണമണിക്ക് ഒപ്പമെന്നാണ് കണക്ക്. ഇത് ഏതാണ്ട് ചിലവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് മുമ്പിലുള്ളത് ചിലത് മുറിച്ച് പിരിച്ച് ഊതാൻ വേണ്ടി കൊണ്ടുവരുന്നത്. പിന്നെ കുളിക്കാത്തതുള്ളത് അങ്ങനെ ഇരുന്നോളൂ, നനഞ്ഞാൽ പോയില്ല. രുക്മിണി ദേവിക്ക് അളകങ്ങളൊക്കെ ഉണ്ട്. മാടി ഒതുക്കാൻ ഇടത് കൈ ഒതുക്കി മോതിര വിരല് കൊണ്ട് ഒതുക്കുമ്പോഴാണ് ഇപ്പം ഇങ്ങോട്ട് നോക്കിയാൽ ആർക്കായാലും മുടി ഒതുക്കിയതേ തോന്നാമുള്ളൂ. അങ്ങനെ ഇതാ ഉത്സാര്യ വാമകരജൈരണകാരപാങ്കൈ പ്രാപ്താൻ ഹൃയൈക്ഷതൃപാൻ
ദദൃശേ അച്യുതം ദദൃശേ അച്യുതം അച്യുതനായ ഭഗവാനെ ഒറ്റ നോട്ടത്തിൽ കണ്ടു. രണ്ട് വിരലുകൾക്കിടയിലൂടെ ഒരു നോട്ടം നോക്കിയതാണ്. സ്വയം നാശമില്ലാത്ത ഭഗവാൻ, ആശ്രയിക്കുന്നവർക്ക് നാശം വരുത്താത്ത ഭഗവാൻ. ഏതൊക്കെയോ വേഷത്തിൽ കേട്ട കഥകളിലൊക്കെ വെച്ച് ചിന്തിച്ച് നോക്കിയപ്പോണ്ട് ആ വേഷത്തിൽ ഒന്നുമല്ല കൃഷ്ണൻ. ഒരു കയ്യൊക്കെ ഇങ്ങനെ എടുത്തു കുത്തിയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു രണ്ടടിയിൽ വെച്ച ബാക്കി അപ്പ കാണിച്ചു തരാം എന്നിങ്ങനെ പറഞ്ഞു നിൽക്കണ പോലെയാണ് ഭഗവാൻ. എണ്ണിയിട്ട് നടക്കണം എത്ര അടി വെക്കേണ്ടി വരും. ആകെ എണ്ണി പറക്കി ആകെ 5 അടി വെച്ചിട്ടുള്ള രുക്മിണി. അതിന്റെ കണക്ക് പിടിച്ചിട്ടാണ് സപ്തപതി എന്നൊരു സംഭവമുണ്ട് കല്യാണത്തിന്. കഴിഞ്ഞവർക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പുറത്തെടുത്തുള്ളൂ. ആ സപ്തപതി എന്നുള്ളതിൽ 5 എണ്ണം കഴിഞ്ഞിട്ട് 2 പടിയും കൂടി എണ്ണി വെക്കാണ് രുക്മിണി. അതിനു വേണ്ടിയിട്ട് എണ്ണി നിൽക്കുകയാണ് ഭഗവാൻ. ആ ഭഗവാന്റെ മുഖം കണ്ടതോടുകൂടി വീണ്ടും ലജ്ജയായി തല താഴ്ത്തി തന്റെ നേരിലേക്ക് രുക്മിണി പോണത് കണ്ടപ്പോഴാണ് 2 അടി എണ്ണി വെച്ചുള്ളൂ. 3ാമത്തെ അടി കാല് ഉയർത്തിയിട്ട് നിലം തുറന്നതിന് മുമ്പ് ഭഗവാൻ അവിടെ നിന്നാണ് ചാടി ഇറങ്ങി 2 കൈയും പിടിച്ചിട്ട് ചെവിയിലൊരു സ്വകാര്യം കൂടി പറഞ്ഞിട്ടാ കൊണ്ടുപോയത്. തോന്നു കമീഷി ചന്ദ്രമുഖി. ഇതത്ര വേഗം ആർക്കും പിടികിട്ടിയില്ല. പക്ഷെ ഈ ശബ്ദം റെക്കോർഡ് ചെയ്തെടുത്ത ആള് ഭട്ടതിരിപ്പാട് മാത്രമാണ്. കൃഷ്ണൻ എന്താണ് ഗുരുഗുരുന്ന് ചെവിയിൽ പറഞ്ഞതേ ആൾക്കാർക്ക് മനസ്സിലായിരുന്നു. കല്യാണം കഥ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ധൃതിയിൽ ശ്രീശുഖനും ശ്രദ്ധിച്ചില്ല എന്നുണ്ട്. പക്ഷെ ഭട്ടതിരിപ്പാട് ഇത് കണ്ടുപിടിച്ചു. വിത്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്തു. എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ചന്ദ്രമുഖിനെ വിളിച്ചേ. രുക്മിണിക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ നടന്നിട്ടില്ല. കൃഷ്ണനെ ഭുവനസുന്ദരൻ നാം വിളിച്ചു ശരി, താൻ ഈ മൂടുപടമൊക്കെ ഇട്ട് വന്നിട്ട് തന്റെ മുഖം ചന്ദ്രമുഖം പോലെയുള്ളതാണെന്ന് എത്രയോ പേര് പറഞ്ഞിട്ട് കൃഷ്ണനെ എങ്ങനെ ഇത് പറഞ്ഞു എന്നാണ്. രുക്മിണി ഇപ്പോഴും കൃഷ്ണനോട് ചോദിക്കാറുണ്ട്. അല്ല അന്ന് എന്നെ ചന്ദ്രമുഖിന്ന് വിളിച്ചതെന്താ? ഇത് ചോദിക്കുന്നത് 120ാമത്തെ വയസ്സിലാണ്. കൃഷ്ണന്റെ 120ാമത്തെ വയസ്സിലായി ചോദ്യം. കല്യാണം 30ാമത്തെ വയസ്സിലാണ്. ഇപ്പോഴും കൃഷ്ണൻ ഉത്തരം പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്നെ ചന്ദ്രമുഖിന്ന് വിളിച്ചതെന്താ? ആലോചിക്കും. സമയമില്ലേ? ഇത് സമയം 120 വയസ്സായി. ഇനി 5 കൊല്ലം കൂടി ഉണ്ട് അവതാരം ചെയ്ത് എക്സ്പയർ ആവാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് ആലോചിക്കുമെന്ന് പറയുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ഇന്നും അത് ഓർത്തുകൊണ്ട് അതിന് ഉത്തരം കിട്ടി. ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ അങ്ങോട്ടും ചോദിക്കും, നമ്മുടെ ചന്ദ്രമുഖിയുടെ ഉത്തരം കിട്ടിയോ? എവിടെ കിട്ടാൻ? നിങ്ങൾ പറഞ്ഞു തരണില്ല. അല്ല കുട്ടി ആലോചിക്കും. ഇങ്ങനെയാ പറയാറുണ്ട്. ഇത് എന്തിനാ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെച്ചതെന്ന് ചോദിച്ചാൽ ഈ ഉത്തരം കിട്ടാത്തടത്തോളം ഇത് ആലോചിച്ച് ഉത്തരം കിട്ടാണ്ടായാൽ ആ കൈ പിടിക്കാൻ വന്ന് ചെവിയിൽ ചന്ദ്രമുഖിയെന്ന് വിളിച്ചതാണ് രുക്മിണിക്ക് ഓർമ്മ വരിക. അതങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ രുക്മിണി അടുത്ത നോട്ടം കൃഷ്ണനെ നോക്കണത് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം നോക്കിയ പോലെ നോക്കും. കൊല്ലം 120ആയി. കോടിക്കണക്കിനാണ് പേരക്കുട്ടികൾ. പക്ഷെ ഇപ്പോഴും ആദ്യത്തെ ഭഗവാനോടുള്ള നോട്ടം പോലെയാണ് രുക്മിണിയുടെ നോട്ടം അടുത്ത നിമിഷം വരിക. അത് വരുത്തിയതാണ് ഭഗവാൻ. എത്ര ജീവിച്ചാലും ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായാലും ആ പുതുമ എന്നും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ചില ക്യാപ്സ്യൂളുകൾ ഇങ്ങനെ വേണം. കഴിഞ്ഞവരും ടെൻഷൻ അടിക്കണ്ട, ആ ചാൻസ് കൂടി. കഴിയാത്തവരുമാണെങ്കിൽ പല ഓപ്ഷൻ ഉണ്ടോ അത്രേ പറയാം. ഇങ്ങനെ ഭഗവാന്റെ ഓരോ ലീലകളിലും ഇങ്ങനെ ചില ചെറിയ ടിപ്സ് ഉണ്ട് നമുക്ക്. ഇതാണ് പറയുന്നത് നല്ല കാലത്ത് ഭാഗവതം കേൾക്കണം. അതില്ലാണ്ട് പറ്റുമ്പോഴാണ് നമ്മൾ പറയുക. സമയം വൈകി പോയവർക്ക് ഇപ്പൊ അത്രയും പറയാണ്ട്. എന്തായാലും ഈ ഇടയും വിളിച്ച് ഭഗവാൻ കൈപിടിച്ച് ഉയർത്തി തേരിൽ കൊണ്ടു നിർത്തി തേരൊന്ന് കുലുങ്ങിയപ്പോഴാണ് ബലരാമന് മനസ്സിലായത് കൃഷ്ണൻ രുക്മിണിയെ കൈപിടിച്ചു. നേരെ മുമ്പിൽ നിൽക്കുന്ന ബലരാമന് വരെ കൃഷ്ണൻ ചാടി അങ്ങോട്ട് പോയതൊന്നും കണ്ടിട്ടില്ല. പിടിച്ച് നിർത്തി ഒരു കുലുക്കം കണ്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് രണ്ടാളും കൂടി നിൽക്കണം. എന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി എന്താ ചേട്ടന് വേണ്ടത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പോവാൻ എന്ന നിലയ്ക്കാണ് ഭഗവാൻ നിൽപ്പല്ലേ. പിന്നെ ബലരാമൻ അയ്യേ ഇതിനു വേണ്ടിയിട്ടാണ് ഈ സൈന്യങ്ങളെയൊക്കെ കൊണ്ടത്. ഇതാ കഴിഞ്ഞാൽ എന്താ പിന്നെ നേരത്തെ പറയാമെന്ന് ഞാൻ പലതൊന്നും തട്ടിക്കൊണ്ടിരാൻ പരിപാടിയില്ല. ഞാനിപ്പോ എല്ലാവരെയും ക്ഷണിച്ചേക്കാന്ന് പറഞ്ഞു ബലരാമൻ ക്ഷണിക്കാൻ നോക്കുമ്പോഴാണ് അതിലും രസം അവരുടെ ഭാഗത്ത് ഒരെണ്ണം മരുന്നിന് അവിടെ ബോധമുള്ളതില്ല. ഒക്കെ ബോധം ഉണ്ടായിരുന്നു. ബോധം കെട്ടത് എന്താന്ന് ചോദിച്ചാൽ രുക്മിണി ദേവി കൃഷ്ണനെ നോക്കി. ഇതാണ് ഉണ്ടായ സംഭവം. കൃഷ്ണനെ രുക്മിണി നോക്കി എന്നുള്ളതിന്റെ പേരിൽ ബോധം പോയതാണ് സകലണ്ടത്. ശ്രീശുഖൻ പറയുന്നത് ഇതിന് അതിശയോക്തിയൊന്നുമില്ല. വിലോക്യ വീരാമുഹു സകല വീരന്മാരും ബോധം കെട്ട് കിടപ്പാണ്. ആ കിടപ്പൊക്കെ കാണണം കേട്ടോ. നിന്നത് ഇപ്പോഴും താഴെ പോയ ആൾക്കാരുണ്ട്. ഈ രുക്മിണി ഇങ്ങനെ കൃഷ്ണനെ നോക്കണ സമയത്ത് തൊട്ടടുത്ത് ഇങ്ങനെ നിന്നിരുന്നവൻ അവനെ തോന്നി രുക്മിണി അവനെ നോക്കാൻ നിൽക്കുകയാണ്. ഈ മണ്ടൻ അവിടെ നിന്ന് വിളിച്ചും കൂടി പറഞ്ഞു രുക്മിണി എന്നെ നോക്കിയേ. മുഴുവനായില്ല. അതിന് മുമ്പ് അതിന്റെ ബോധം പോയി. പിന്നെ അതിനെ ഏറ്റുപിടിച്ചിട്ട് കുറെ അതിന്റെ ബോധം പോയി. കുതിരപ്പുറത്തുള്ളവർ അതിന്റെ മുകളിൽ വീണു. മതിലിന്റെ മുകളിലുണ്ടായിരുന്നവർ അതിന്റെ മുകളിൽ വീണു.
ആനപ്പുറത്തുണ്ടായിരുന്നവർ അതിന്റെ മുകളിൽ താഴെ വേണം. അവരുടെ കാര്യം പിന്നെ ആന ഒരു നിലയ്ക്കാക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നിന്നെടുത്തുനിന്ന് പിടുത്തപ്പെട്ട് പോവുകയാണ് സകല ആൾക്കാരും. ഇങ്ങനെ ബോധം കേട്ട് വീഴുമെന്ന് മാത്രമല്ല, ഈ ഒരുത്തന്റെ കയ്യിലുള്ള കുന്തം വേറൊരുത്തിന് മൂക്കുത്തിയായിട്ട് കയറി. കുത്തിയാവെന്ന് അറിയണ്ടേ, കൊള്ളുമ്പോഴെങ്കിലും അറിയണ്ടേ കുന്തം മൂക്കത്ത് കയറുന്നത്. അതുപോലും അറിയാണ്ട് ബോധം ചെയ്യാണ്ട് കിടക്കണം. ഇതിനിടയിൽ നിന്ന് രുക്മിണിയെ കൊണ്ടുപോയാൽ ഇവരെന്തായാലും പറഞ്ഞുണ്ടാക്കും കൃഷ്ണൻ തട്ടിക്കൊണ്ടുപോയത്. ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയെ നോക്കണത് കണ്ടാകുന്ന ബോധമുള്ളൂ ഇതിനൊക്കെ. ഇതിനെയൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനോ? എന്നാലും കൃഷ്ണൻ ഒരു നോട്ടം നോക്കിയിട്ട് എല്ലാവരും കൂടി എണീറ്റും ചാടി എണീറ്റപ്പോ കണ്ട കാഴ്ച കൃഷ്ണനെ രുക്മിണിയും കൂടി നിൽക്കണതാണ്. ആഹാ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നല്ല ഒരെണ്ണം കണ്ടിട്ട് ഒരു ആഹാ എന്ന് പറഞ്ഞത്. ഇന്ന് വരെ നല്ലതൊരു കണ്ടിട്ടില്ല, കണ്ടാൽ ഒരു ആഹാ എന്നല്ല പറയാറ്. ആദ്യമായിട്ട് പറഞ്ഞതാ. ഇത് പറയാൻ എനിക്ക് നിവൃത്തിയില്ല. അതുകൊണ്ടാ ലോകനാഥൊക്കെ നാഥൻ കൃഷ്ണനും രുക്മിണിയും അത് രണ്ട് കല്യാണ വേഷത്തിലും. ഇതിൽ പരം നല്ല കാഴ്ചയുണ്ടോ? ചിലവർ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട കാഴ്ച അതാണ്, ചിലവർ അവസാനമായിട്ടും കണ്ട കാഴ്ച അതാണ്. ഈ ആഹാരമൊക്കെ പറഞ്ഞിട്ട് കണ്ടു മതിയാവില്ലേ, കണ്ണൊക്കെ തിരുമ്പി വന്നു നിങ്ങാണ്ടേ. ഇവനോ ഇന്നത്തെ ഭാഷ അതായിരുന്നു. ഇവനെപ്പോ അല്ല, നമ്മളിങ്ങനെ നോക്കി നിൽക്കും. ഈ കല്യാണം നടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളോട് 4 ദിവസം മുമ്പേ അവിടെ വരാൻ പറഞ്ഞേ. എന്നിട്ട് ഇവനെപ്പോ വന്നു രുക്മിണിയൊക്കെ കൈപിടിച്ചു. ഇത് ശരിയാവില്ല, നമ്മളിത് വിട്ടുകൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി പുറപ്പെടുന്ന സമയത്താണ് പിന്നെ വാളയും പരിചയമൊക്കെ എടുത്ത് ഓരോരുത്തരായിട്ട് യുദ്ധത്തിനവിടെ ആഹാ എന്ന് പറഞ്ഞതിന്റെ ഭാഷയൊക്കെ പറയും. ആഹാ, ഇവിടെ വെണ്ണ കക്കണ പോലെ പെണ്ണിനെ കൊണ്ടുപോകാനാണ് വിചാരം, ഞങ്ങൾ ചില വീരന്മാരുണ്ട് എന്നൊക്കെ പറഞ്ഞ് പുറപ്പെട്ടപ്പോഴാണ് ബലരാമൻ പതുക്കെ ഒരയ്ക്ക് പൊക്കിയത്. ഒക്കെ അവിടെ നിപ്പായി. ഈ തേരിലുള്ള കൃഷ്ണനെയും രുക്മിണിയും മാത്രമേ കണ്ടുള്ളൂ. താഴെ നിൽക്കുന്ന ബലരാമനെ ആരും കണ്ടില്ല. ഒലയ്ക്ക് പൊങ്ങിയിട്ട് ആ പൊങ്ങി വരണ ഒലക്കയെ കൂടെ ഇങ്ങനെ നോക്കി 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 വന്നപ്പോഴാണ് താഴെ നിൽക്കുന്ന ബലരാമൻ. ഈ ഒലക്കയാണെങ്കിൽ വേൾഡ് ഫേമസ് ഒലക്കയാണ്. ഇത് പൊങ്ങിയ തലയും കൊണ്ടേത് പോകാറുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ആർക്കും ഒരു കുഴപ്പമില്ല. കയ്യിൽ പിടിച്ച വാളൊക്കെ പിന്നീടാണ്. ഞാൻ അറിയാണ്ട് കുറച്ച് പോയത് അവിടെ എന്നുള്ള നിലയ്ക്ക് എല്ലാവരും നിൽക്കണം. ബലരാമൻ മാറ്റിയിട്ട് കാര്യം പറഞ്ഞു. കാര്യമൊക്കെ എല്ലാവർക്കും മനസ്സിലായിണ്ടാവുമല്ലോ. ഒരേട്ടന്റെ ഉത്തരവാദിത്വം കൊണ്ട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. കൃഷ്ണൻ കൈപിടിച്ചതായിട്ട് രുക്മിണിയും രുക്മിണി പ്രേമിച്ച കൃഷ്ണനും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ച ശുഭമുഹൂർത്തത്തിൽ ദ്വാരകയിലെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് വിധിയാമണ്ണം സകല ആഘോഷങ്ങളോടും കൂടി നടക്കുന്നതായിരിക്കും. ആയതിലേക്കായിട്ട് ഇവിടെ വന്നു ചേർന്ന സകല ബന്ധുമിത്രാദികളും ദ്വാരകയിലേക്ക് എത്തിച്ചേർന്ന് കല്യാണത്തിൽ പങ്കെടുത്ത് ഈ കുട്ടികളെ ആശീർവദിച്ച് ഇവരിൽ നിന്ന് സമ്മാനങ്ങളൊക്കെ സ്വീകരിച്ച് സൗകര്യം ഉണ്ടെങ്കിൽ 4 ദിവസം താമസിച്ചിട്ട് പതുക്കെ പോവാം. ഇതിലും ഡീറ്റെയിൽ ആയിട്ടൊരു ക്ഷണം ലോകത്തിൽ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മൾ കല്യാണം ക്ഷണിക്കുന്ന സമയത്ത് തലേ ദിവസം വരട്ടോ എന്നൊക്കെ പറയും തന്നെയുള്ളൂ. ചിലവര് കാര്യമായിട്ട് അങ്ങോട്ട് ചെന്ന് ക്ഷണിക്കും, വലിയ കാര്യമായിട്ട്. അമ്മാവ 2 ദിവസം മുമ്പേ വരില്ലേ? ഇല്ലടാ, ഞാൻ തലേ ദിവസം അങ്ങനെ എത്തിക്കോളാം. അപ്പൊ അവന്റെ സമാധാനം. ഇതെന്നാ കെട്ടിയെടുക്കാന്ന് അറിയാൻ വേണ്ടിയിട്ട് നേരിട്ട് വന്ന് ക്ഷണിക്കണം തന്നെ. തലേ ദിവസം എത്തുള്ളൂ, സന്തോഷം. 4 ദിവസം മുമ്പേ ഞാൻ പ്രതീക്ഷിച്ചു വിടും, പറ്റാത്തോണ്ടാണ് എന്നൊക്കെ സമാധാനിപ്പിച്ചു വിടും. ഈ ഇത് പറയുന്നതൊക്കെ തന്നെയുള്ളൂ. കുടുംബസമേതം വരിക, എല്ലാവരും കൂടി കെട്ടി കളിക്കാനല്ലത്. പറയുമ്പോൾ അതാണ് അതിന്റെ മര്യാദയുടെ ഭാഷ. പക്ഷെ ബലരാമൻ കാര്യമായിട്ട് പറഞ്ഞത് പറ്റിയ 4 ദിവസം നമ്മുടെ ക്ഷണത്തിന് തലേ ദിവസം അല്ലെങ്കിൽ 4 ദിവസം മുമ്പേ വരണം എന്ന് പറയുന്നല്ലാണ്ട് കല്യാണം കഴിഞ്ഞിട്ട് 4 ദിവസം കൂടി നിന്നിട്ട് പോകണമെന്ന് ആരും ക്ഷണിക്കാറില്ല. ബലരാമൻ ഇപ്പൊ മുമ്പേ വരണമെന്ന് പറയാൻ സമയമില്ല. ദ്വാരകയൊക്കെ കാണാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് കല്യാണത്തിന്റെ പേരിലെങ്കിലും ഇവിടെയൊക്കെ വന്നിട്ട് ദ്വാരകയൊക്കെ കണ്ട് കൃഷ്ണനെയൊക്കെ മനസ്സിലായി ഇത്തിരി ഭക്തി ഉണ്ടാകുന്ന ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ക്ഷണം പാവം. ക്ഷണമൊക്കെ എല്ലാത്തിനും കിട്ടി. ആയിക്കോട്ടെയാണ് നമുക്ക് തുടങ്ങി പതുക്കെ ബലരാമന്റെ കാര്യം മനസ്സിലായി. എന്താ നമ്മുടെ പ്രശ്നം? ഈ കല്യാണത്തിന്റെ കാര്യത്തിൽ ഒരാളിന് ഒന്നും ചിന്തിച്ചുണ്ടാക്കണ്ട. കൃഷ്ണന് രുക്മിണിയെ ഇഷ്ടമായി, രുക്മിണിക്ക് കൃഷ്ണനെ ഇഷ്ടമായി, കേട്ടപ്പോ എനിക്കും ഇഷ്ടമായി. അതുകൊണ്ട് ഇത് ഞാൻ അങ്ങോട്ട് നടത്താൻ തീരുമാനിച്ചു. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ ദ്വാരകയിലേക്കൊക്കെ എങ്ങനെയാ പോവാ? അതൊക്കെയാണ് നിങ്ങളുടെ ടെൻഷൻ വെച്ചാൽ വഴി എന്തെങ്കിലും. ഈ മൈതാനിയുടെ വടക്ക് ഭാഗത്ത് നിന്ന് ദ്വാരകയിലേക്കുള്ള വാഹനങ്ങൾ നേരായിട്ട് കുതിരയായിട്ട് ആനയായിട്ടൊക്കെ പുറപ്പെടുന്നുണ്ട്. ഏതിലാ പറ്റാൻ ചെന്നച്ച പോലെ കയറിയിരിക്കാം. ഇനി അതല്ല, ആർക്കെങ്കിലും ഈ വിവാഹത്തിനോട് എതിർപ്പുണ്ട് എന്ന് വെച്ചാൽ ഉണ്ടെന്ന് എനിക്കറിയാം. എതിർക്കണമെന്ന് എനിക്ക് വിരോധമൊന്നുമില്ല. ആർക്കും സമ്മാനങ്ങൾ കിട്ടാതെ പോകില്ല. കല്യാണത്തിന് പങ്കെടുക്കുന്നവർക്ക് അവിടെ ചെന്ന് കൃഷ്ണന് രുക്മിണിയും കൂടി തരും. അതല്ല, ഇതിനോട് എതിർപ്പുള്ള ആൾക്കാരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ ഇങ്ങോട്ട് മുമ്പിലേക്ക് വരാം. അവർക്കുള്ള സമ്മാനം തരുന്ന ആൾ ഞാനാണ്. കൈയോടൊക്കെ തന്നെ തരാം, ഉടക്കി കൊണ്ടാ തരിക. എതിർത്താ തല്ലിക്കൊല്ലുന്ന പറയണ്ടേ. പക്ഷെ ഒരു കല്യാണമൊക്കെ അല്ലേ, എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാ വെച്ചിട്ട് മാന്യമായിട്ട് ഉടക്കിയോണ്ട് സമ്മാനം തരാം, കൈയോടെ തന്നേക്കാന്നും കൂടി ബലരാമൻ പറഞ്ഞു. വിവരമുള്ള അവന് കാര്യം മനസ്സിലായി. യുദ്ധം എന്ത് യുദ്ധം? ബലരാമനോടോ? ബലരാമന്റെ അടുത്ത് യുദ്ധം പോയിട്ട് എന്ന് പറയാനുള്ള നേരം കിട്ടില്ല. അപ്പോഴേക്കും കഥ കഴിക്കും ബലരാമൻ. മാത്രമല്ല എന്തിനു വേണ്ടിയിട്ടാണ്?
നമ്മളങ്ങോട്ട് തല്ലുകൂടി ബലരാമനെ ജയിക്കാൻ നടക്കാൻ പോകില്ല. ജയിച്ചു എന്ന് തന്നെ വെക്കുക. പിന്നെ വരും കൃഷ്ണൻ, ജയിക്കാൻ പറ്റില്ല, ഇനി അതും ജയിച്ചു എന്ന് വെക്കുക. രുക്മിണിക്ക് ഇപ്പൊ നമുക്ക് കിട്ടാനാണോ പോണേ? രുക്മിണി ശിശുപാലനെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ജീവൻ കളയണം. വലിയ കേടാണല്ലോ. ഇപ്പൊ പോയി മര്യാദയ്ക്ക് സദ്യ കൊണ്ടാം ദ്വാരകയൊക്കെ കണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പതുക്കെ അവരുടെ കുടുംബം പിടിച്ചു പറ്റാം. അല്ല, യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ബലരാമൻ തല മാത്രം അടിച്ച് വെവ്വേറെ പാക്കിയത് വീട്ടിലെത്തിക്കും. ഇവർക്ക് വലിയ ആത്മാർത്ഥതയൊന്നുമില്ലേ? എഴുത്ത് കിട്ടി എന്റെ പേരിൽ അടി ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് ഇപ്പൊ അവർക്ക് ആര് കല്യാണം കഴിച്ചപ്പോ എന്തായാലും അവർക്കല്ല എന്നുള്ള കാര്യം തീരുമാനമായി. അതുകൊണ്ട് വിവരമുള്ളവരൊക്കെ നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് പതുക്കെ തിരിയാൻ തുടങ്ങി. പക്ഷെ ജരാസന്ധന്റെ സൈന്യങ്ങൾക്ക് അഭിമാന പ്രശ്നമാണ്. ജരാസന്ധൻ സൈന്യത്തിലേക്ക് ആളെ എടുക്കണമെന്നെ യുദ്ധം ചെയ്യാറിയെന്ന് വെച്ചിട്ടല്ല. അപ്ലിക്കേഷൻ ഫോമിൽ ആകെ 2-3 കാര്യങ്ങളെ ചോദിക്കുന്നുള്ളൂ. ഒന്ന് പേര്, രണ്ടാമത്തെ വയസ്സ്, കൃഷ്ണനോട് ബന്ധുത്വമാണോ അതോ മിത്രത്വമാണോ. ബന്ധുത്വം എന്നുള്ളതിന്റെ മേലെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവനെ വിട്ടു. ശത്രുത്വമാണ് ഉള്ളത്, ശത്രുതയാണ് ഇവന് കൃഷ്ണനോടുള്ളത് വെച്ചാൽ അവനകത്ത് അവനെയാണ് ഇതിനുള്ളൊരു സൈന്യത്തിലേക്ക് കയറ്റണം. യുദ്ധം ചെയ്യാറില്ല, അത് കുഴപ്പമില്ല, ഞാൻ പഠിപ്പിച്ചാൽ. പക്ഷെ കൃഷ്ണനോടുള്ള ശത്രുത അതെനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റില്ല. അത് ജന്മനുള്ളവനെ ജരാസന്ധൻ സൈന്യത്തിൽ തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പം പിന്നെ ഭഗവാനോട് യുദ്ധം ചെയ്യാൻ കിട്ടുന്ന അവസരം അവരാരെങ്കിലും വെറുതെ കളയും. പിന്നെ ശിശുപാലന്റെ സൈന്യക്കാര് അവർക്ക് അവരുടെ രാജാവിന്റെ കല്യാണം നടക്കുന്നതിന്റെ അഭിമാനമാണ്. ആ 2 സൈന്യം എന്തായാലും യുദ്ധത്തിന് വന്നു. പോണ്ടവരൊക്കെ പോയി, ഇനി കിട്ടേണ്ടവർ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് ഉറപ്പായപ്പോ ബലരാമസ്വാമികൾ ഒരറ്റത്ത് നിന്ന് ആ കലമകുടങ്ങൾ പിടിക്കാൻ തുടങ്ങി. രഥത്തിന്റെ മകുടങ്ങൾ പോയി, ആനയുടെ തലകൾ പോയി, കുതിരയുടെ തലകൾ പോയി. പ്രമാണിമാരെയൊക്കെ ബലരാമം പിടിച്ച് അടിക്കണം, ബാക്കിയുള്ളവരെയൊക്കെ സൈന്യങ്ങൾ മറുഭാഗത്ത് അടിക്കണം. ആ യുദ്ധം ഒന്നും പറയാണ്ടിരിക്കുക ഭേദം. ആലോചിച്ച് സങ്കല്പിച്ചെടുക്കാൻ പറ്റിയ എടുത്തോളൂ. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞു തരാന്ന് പറഞ്ഞു ശ്രീശുകൻ. യദുപ്രവീരാഹ നളിനീം യഥാഗജാഹ. ഒരു കുട്ടിയാനയുടെ കയ്യിൽ ഒരു താമരപ്പൂ കിട്ടിയാൽ ആ താമരപ്പൂ എത്ര നേരം ഉണ്ടാവും? അത് കുട്ടിയാനകളുടെ കൂട്ടത്തിന്റെ നടുവിലാണ് ഒരു താമരപ്പൂ വരണമെന്ന് വെച്ചാൽ ആ താമരപ്പൂ എത്ര നേരം അവിടെ ഉണ്ടാവും? ഉണ്ടെങ്കിൽ അതിന്റെ അവസ്ഥ എന്താവും? അതാണ് യാദവ സൈന്യത്തിന്റെ കയ്യിൽ പെട്ട ബാക്കിയുള്ളവരുടെ അവസ്ഥ. അവർ ചവിട്ടുകയാണോ അരക്കുകയാണോ അതൊന്നും ചോദിക്കരുത്. മാന്യമായിട്ട് കിട്ടുന്നുണ്ട് എല്ലാവർക്കും. ഈ പ്രമാണിമാരെയൊക്കെ പിടിച്ച് അടിക്കുന്ന കൂട്ടത്തിലാണ് ജരാസന്ധനെ കയ്യിൽ കിട്ടിയത്. ജരാസന്ധനെ കിട്ടിയപ്പോൾ തന്നെ ബലരാമന് വലിയ സന്തോഷമായി. കാരണം ഇയാൾ 1-2 17 തവണ യുദ്ധത്തിന് വന്ന് ബലരാമന്റെ കൈ കൊണ്ട് ഉടക്കൊക്കെ അടിയും വാങ്ങിയിട്ട് നാണം കെട്ട് പോയ ആളാണ്. വീണ്ടും തല്ല് കൊള്ളാമോ അതിന് മുമ്പിൽ വന്ന് നിൽക്കണം. പക്ഷെ ഇപ്പൊ ജരാസന്ധന് തല്ലുകൊണ്ട് നിൽക്കാൻ നേരില്ല. കാരണം ശിശുപാലൻ അവിടെ വന്നിരിക്കുന്നുണ്ട്. പാവം പ്രതിശ്രുതവരൻ 4 ദിവസം മുമ്പേ വന്നു. അതന്നെ വലിയ നാളക്കേടായിട്ട് അവിടെ ഇരിക്കണം. ശിശുപാലൻ എഴുന്നള്ളി വന്ന വഴിക്ക് ജരാസന്ധനൊക്കെ കൂടിയിട്ട് ചാടി പുറപ്പെട്ട് അവിടെ എത്തി. തന്നോട് ആരോട് പറഞ്ഞ് ഇന്നും ഇങ്ങോട്ട് വരാൻ, എന്നാലും ഇങ്ങോട്ട് വരണ്ടേ? അതിനിപ്പോ ഇവിടെ ഞങ്ങളൊക്കെ അങ്ങോട്ട് വന്നിട്ട് സ്വീകരിച്ചു കൊണ്ടിരില്ലേ? ഇല്ല, നിങ്ങളൊക്കെ അങ്ങോട്ട് വന്നാലും ഞാൻ തന്നെ ഇങ്ങോട്ട് വരണ്ടേ? ഇതിപ്പോ ഞാൻ ആദ്യം വന്ന പ്രശ്നം കഴിഞ്ഞില്ലേ വെച്ചിട്ടാ. എന്തൊക്കെ ഞങ്ങളോട് പറയാം, പോയിട്ട് വരുമെന്ന് പറയാനാണോ പറ്റുക? ഇവിടെ വരണേ സ്വീകരിക്കാനുള്ളതൊന്നും ആയിട്ടുമില്ല. അവസാനം ശിശുപാലനെ കൽപ്പിതാണ്യ നിവേശനെ വേറെ കൊണ്ടിരുത്തി അവിടെ കാര്യങ്ങളൊക്കെ ശിശുപാലനെ ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വരാൻ സമയമായ വിളിക്കാൻ അതുവരെ പുറത്ത് തല കാണിക്കരുത്. 4 ദിവസം മുമ്പേ എഴുന്നള്ളി വന്നതിനിപ്പോ നാളെ കേടായിട്ടായിരിക്കുന്നത് എന്നൊക്കെ ജരാസന്ധം പറഞ്ഞാൽ പാടാക്കിയിട്ട് ശിശുപാലന് ഇതൊന്നും അറിയാണ്ട് അതിനുള്ളിൽ ഇരിക്കുകയാണ്. പാവം ഫുൾ മേക്കപ്പ് ആയിട്ട് ഇരിക്കുന്നത്, കിരീടം വെക്കാറുണ്ട്. ഇത്രയും ആകെ വേണ്ടു. ഇങ്ങനെ ഇരിക്കേണ്ട നേരത്തെ ഇവിടെ നടക്കുന്നത് ഈ പാവം കല്ലെന്ന് പറയുമ്പോൾ കല്യാണം മുടങ്ങി. ഇനി നാട് പിടിക്കെങ്കിലും വേണ്ടേ വെച്ചിട്ട് ജരാസന്ധൻ ഇപ്പൊ തല്ലിക്കൊണ്ട് നിന്നാൽ ശരിയാവില്ല. തലപ്പേരോട് നിന്ന് തല പിടിച്ചു. അത് ബലരാമന് അത്ര ഇഷ്ടമായില്ല. ഇയാൾ ഇന്ന് വരെ തല്ല് നിന്ന് കൊള്ളാലാ പതിവ്. ഇതും നല്ലൊരു കല്യാണമായിട്ട് ഇയാൾക്ക് കൊടുക്കാതെ എങ്ങനെയാന്ന് പറഞ്ഞ് ബലരാമൻ ആ ഉലക്കെ നീട്ടി വെച്ചിട്ട് പൊട്ടിത്തോരാണ്. അടിയാണ് കിട്ടേണ്ട താമസം. നടുവിന് കയ്യും വെച്ച് കമന്നടിച്ച് വീണു ജരാസന്ധൻ. പക്ഷേ ജരാസന്ധൻ എപ്പോഴും ജരാസന്ധൻ തന്നെ. ചാടി ഓടുന്ന കണ്ട് എണീറ്റ് തിരിഞ്ഞൊരു നോട്ടം നോക്കിയിട്ട് ബലരാമനെ പിന്നെയും വെല്ലുവിളിച്ചു. ഇനിയും വരും ഞാൻ, നീ ഇതിനൊക്കെ എന്താ ചെയ്യേ? ഓടി നേരെ ശിശുപാലന്റെ അടുത്തേക്ക്. അവിടെ ചെന്ന് ശിശുപാലന്റെ വാതിൽ ചവിട്ടി പൊളിച്ചു. ശിശുപാല പുറപ്പെടാ. ശിശുപാലന് കേൾക്കാൻ നിൽക്കുക. വേഗം തെരിയം തുറത്ത് കയറ്റി കിരീടം വെച്ചു. കയ്യും പിടിച്ച് ജരാസന്ധൻ പുറത്തേക്ക് ഇറങ്ങി. ഓടണത്തിനിടയിൽ ശിശുപാലന് ആകെ കൂടി ഒരു സംഭ്രമം. ശിശുപാലൻ ചോദിക്കണം, അല്ലേ നമ്മൾ കല്യാണ മണ്ഡപത്തിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ ഓടണോ? ചിലപ്പോ വീണ്ടും ഓടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ശിശുപാലൻ ചോദിച്ചു, അല്ല താലപ്പൊലി വരില്ലേ? ഇതിനിടെ കൂടെ താലപ്പൊലിയുടെ താലപ്പൊലി വരും. കുറച്ചു മണി കഴിഞ്ഞപ്പോൾ ശിശുപാലന്റെ കയ്യിൽ നിന്നൊക്കെ പോയി. ശിശുപാലന് ഓടാനൊന്നും വയ്യ. അതെ, നമ്മളിങ്ങനെ ഓടിക്കഴിഞ്ഞാൽ ശ്വാസം കിട്ടുന്നില്ല. ശ്വാസമൊക്കെ കുറച്ച് കഴിഞ്ഞ് വലിക്കാം. കാക്ക് തൽക്കാലം എന്റെ കൂടെ വരുമോ? ഈ ആയിട്ട് ശ്വാസം കിട്ടുന്നില്ല. എന്തിനാ ഓടണേന്ന് പറഞ്ഞിട്ട് ഓടുക ഒരു രസമെങ്കിലും ഉണ്ട്. ഈ നാട്ടിൽ ഇങ്ങനെ വല്ല ചടങ്ങുണ്ടോ? നാട് മുഴുവൻ ഓടിയിട്ട് വേണോ കല്യാണം കഴിക്കാൻ? എടോ, ഇത് ചടങ്ങിനോടല്ല. കാര്യം ഞാൻ പിന്നെ പറയാം. അപ്പൊ എന്താ കാര്യം? അങ്ങ് കാര്യം പറയും.
കിതപ്പെന്ന് പറയുമ്പോഴേക്കും കാര്യം പറഞ്ഞ അവസാനിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് ഉഷാറായിട്ട് പോകാം. ജരാസന്ധനാണെങ്കിൽ ഇത് പറഞ്ഞാൽ എന്താകുന്ന അറിയിട്ടിട്ടും വയ്യ. പറഞ്ഞാൽ ആകെ പ്രശ്നമാകും ഉറപ്പുള്ളതുകൊണ്ടാണ് ഇയാളെ പരമാവധി അവർ കൊണ്ടുപോയിട്ട് അവൻ ബാക്കി ഇത് കാര്യങ്ങൾ. പക്ഷെ ഇയാൾ വിടാനുള്ള ഉദ്ദേശമില്ല. അതെ, ഞാൻ കാര്യം പറഞ്ഞാൽ നാം ബഹളം വെക്കരുത്, ശ്വാസം വലിക്കാൻ വയ്യാതെ ഞാൻ എന്ത് ബഹളം വെക്കാൻ കാര്യം പറയാം. കൃഷ്ണൻ വന്നിട്ടുണ്ട് എവിടെ, എവിടെയെങ്കിലും ആയിക്കോട്ടെ. അല്ല, അവൻ വന്നിട്ട് വല്ല കുഴപ്പമുണ്ടോ? അങ്ങനെ ഒരു കുഴപ്പമൊന്നും പറയാല്ല. അല്ല, നമ്മുടെ ആൾക്കാരൊക്കെ എവിടെയില്ലേ? ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടെ ഉണ്ടോന്ന് ചോദിച്ചാൽ അല്ല, കല്യാണത്തിനൊക്കെ കുഴപ്പം ബാക്കി കല്യാണത്തിന് മാത്രമാണ് ഒരു കുഴപ്പമില്ലാതെ വൃത്തിയായിട്ട് നടക്കും. അത് കേട്ടാ മതി, സമാധാനായി. ഞാനീ പോവല്ലേ, ശിശുപാലന്റെ കൈ പിടിച്ച് പുറപ്പെടുമ്പോഴാണ് ശിശുപാലൻ നോക്കണം. നല്ല കല്യാണം മണ്ഡപം അവിടെയാണല്ലോ. അത് മനസ്സിലായി ഇയാൾക്ക്. കല്യാണം മണ്ഡപം രുക്മിണി തൊഴുതിട്ട് അവിടെയല്ലേ വരിക, തൊഴുതിട്ട് അവിടെ വരിക. അതപ്പോ കല്യാണം കഴിക്കണം വെച്ചാൽ നമ്മളങ്ങോട്ട് പോകണ്ടേ? അത് വേണ്ടാന്ന് നോക്കാം. രുക്മിണി അവിടെ വരില്ലേ? രുക്മിണി അവിടെ വരില്ല, വരില്ല. രുക്മിണി തൊഴാൻ പോയില്ലേ? തൊഴലൊക്കെ കഴിഞ്ഞാ കേട്ടെ. അല്ല, കല്യാണ മണ്ഡപത്തിലേക്ക് പോകാണ്ട് കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. അല്ല, അത് പറ്റില്ല. അല്ല, കല്യാണ മണ്ഡപത്തിലേക്ക് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകണല്ലോ, അതിന് നമ്മൾ അങ്ങോട്ട് പോകണില്ലല്ലോ. അതെന്താ പോവാതെ? എന്തോ വേറെ പ്രശ്നമുണ്ട്, അങ്ങ് കാര്യം പറയും. അല്ലെങ്കിൽ എന്നെ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇങ്ങോട്ട് പിടിച്ചു വലിക്കേണ്ട കാര്യം എന്താ? എടോ, പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. കൃഷ്ണൻ വന്നു, അതിപ്പോ അങ്ങ് ആദ്യം പറഞ്ഞല്ലോ. കല്യാണത്തിന് കുഴപ്പമില്ല എന്നല്ലേ പറഞ്ഞേ? കല്യാണത്തിന് ഒരു കുഴപ്പമില്ല. കൃഷ്ണൻ വന്നു, രുക്മിണിയെ കൈപിടിച്ചു. അതെപ്പോ സത്യം പറഞ്ഞ ചോദിക്കാൻ പറ്റിയില്ല, കാര്യങ്ങളൊന്നും അറിയാൻ പറ്റിയില്ല. കൃഷ്ണൻ രുക്മിണിയെ കൈപിടിച്ചത് അറിഞ്ഞിട്ടാണ് ഞാനും അങ്ങോട്ട് ചെല്ലണത്. അങ്ങോട്ട് ചെന്നപ്പോഴേക്കും അവൻ ചെന്നതിന്റെ പിന്നാലെ ബലരാമനെ കാണുകയും ചെയ്തു. ബലരാമൻ കയ്യോളം ഒന്നും തരും ചെയ്തു, കിട്ടിയത് വാങ്ങി ഞാൻ അങ്ങോട്ട് പോരുകയും ചെയ്തു. അത് നമുക്ക് പിന്നെ അന്വേഷിക്കാൻ. തൽക്കാലം ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞ് ജരാസന്ധൻ കൈപിടിക്കാൻ നോക്കുമ്പോണ്ട് ശിശുപാലൻ നടുവഴിയിൽ കുത്തിയിരുന്ന് നിലവിളി. എന്റെ ഭാര്യയെ കൊണ്ടുപോയല്ലോ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ചിട്ടൊക്കെയാണ് കരച്ചത്. ജരാസന്ധൻ നടുവഴിയാച്ചാലും കുനിഞ്ഞു വന്ന് വായ പൊത്തി. നമ്മൾ മിണ്ടാണ്ടിരിക്കും. ആ ബലരാമൻ ഇവിടെ വന്നടിക്കും. താൻ അയാളുടെ അടി കൊണ്ടിട്ടില്ലല്ലോ. 17 കൊണ്ട അനുഭവം കൊണ്ട് ഞാൻ പറയുക. താങ്ങില്ല താനൊന്നും. താൻ എണീക്കണം, ഒക്കെ പോവാ. ഇതിനിടയിലാണ് രുക്മിണിയുടെ വലിയേട്ടൻ വന്നിട്ട് ശിശുപാലനെ അന്വേഷിച്ച് നടക്കണം. ഇവിടെ കാര്യമൊക്കെ കൈവിട്ടു പോയെന്ന് മനസ്സിലായിട്ട് ശിശുപാലൻ എവിടെ നോക്കിയപ്പോ അവിടെ മുറിയിൽ കാണാനില്ല. അതിനിടയിലാണ് അവിടുന്ന് നിലവിളി കേട്ടത്. അവിടെ എവിടെ ഉണ്ടോന്ന് മനസ്സിലായി. തേരിൽ ഓടി വന്ന് ശിശുപാലനെ ജരാസന്ധന്റെ ഇടയിൽ മുമ്പിൽ ക്രോസായിട്ടൊക്കെ തേര് കൊണ്ടു നിർത്തി ചാണ്ടി ഇറങ്ങി രുക്മിണിയുടെ വക ഒരു പ്രതിജ്ഞ. ഈ അടി മേടിച്ചിട്ട് ഓടുന്ന ആൾക്കാരെയും കൂടി രുക്മിണിയുടെ പ്രതിജ്ഞ എടുക്കൽ കാണാൻ വേണ്ടി ഒരു സെക്കൻഡ് നിന്നു. കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. രുക്മി അവിടെ വന്നതിന് എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ശരി, കൃഷ്ണനെ തോൽപ്പിച്ച് രുക്മിണിയെ അങ്ങയുടെ കയ്യിൽ കൊണ്ടുവന്ന് തരില്ല, തരാൻ പറ്റിയില്ല. ഞാൻ എന്റെ രാജ്യം കുണ്ടീരത്തിലേക്ക് ഞാൻ ഇനി കാലെടുത്ത് കുത്തില്ല, ഇത് സത്യം എന്നൊക്കെ പറഞ്ഞ് ചിലവരുടെ പ്രതിജ്ഞ. നാട്ടുകാർ ചിലവർ തലയ്ക്ക് ചോദിച്ചു സമാധാനം ഇനി ഇതിങ്ങനെ വരും. പക്ഷെ ശിശുപാലൻ അങ്ങനെ ആയിരുന്നില്ല. ഇതും പറയുന്നത് രുക്മി അവിടുന്ന് ചാടി പോവാനൊക്കെ വേഗം കഴിഞ്ഞു. ശിശുപാലൻ അവിടുന്ന് ചാടി എണീറ്റു, കയ്യൊക്കെ കണ്ണൊക്കെ തുറച്ചു. പോവാ, എവിടെ പോവാം? മണ്ഡപത്തിലേക്ക്. എനിക്കൊരു മണ്ഡപം ഞാൻ വേറെ പണിത് തരാം. അല്ല, രുക്മിയുടെ കൊണ്ടിരും. അയാൾ എന്ത് കൊണ്ടിരുന്നു? അയാൾ കൊള്ളല് മാത്രമേ ഉണ്ടാവുള്ളൂ, വരലുണ്ടാവില്ല. അവനെ അവസാനമായിട്ട് കാണണമെങ്കിൽ എപ്പോഴ ഒടുക്കത്തെ പോക്കാണ്. അവനെ ബലരാമനെയും കഴിഞ്ഞ് കൃഷ്ണനെയും ജയിച്ചിട്ട് രുക്മിണിയെ തനിക്ക് കൊണ്ടുവന്നതിനല്ലേ? നടക്കണ കാര്യമല്ല. എന്റെ ശിശുപാല താൻ എന്റെ കൂടെ വന്നോളെ. ഇതൊന്നും വലിയ സങ്കടമായിട്ട് വിചാരിക്കേണ്ട. ഒരു കല്യാണം മുടങ്ങിയിട്ട് ഇത്രയൊക്കെയാണ്. ഇതൊന്നും വലിയ വിഷയമാക്കണ്ട. ആ ബലരാമന്റെ കയ്യിൽ നിന്ന് എത്ര അടിയെ ഞാൻ വാങ്ങിച്ചിട്ടാ? 10-17 അടി ഞാൻ വാങ്ങി. ഇപ്പൊ എനിക്ക് എന്നെ കണ്ട അടികൾ കൊണ്ടിട്ട് നിൽക്കാൻ തോന്നുന്നുണ്ടോ? അതൊന്നുമില്ല. അങ്ങനെയാണ് ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. കുറച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തവും. അതുപോലെ തന്നെ 4 മുടങ്ങിയാൽ പിന്നെ നടക്കുമ്പോഴാവും ബോധം പോലെ. തൽക്കാലത്ത് നമുക്ക് പോകാൻ ബാക്കിയൊക്കെ പിന്നെ അറിയാം. നമുക്കിതിന് പകരം കിട്ടണം. അല്ലെങ്കിലും കൃഷ്ണനെ പ്രേമിച്ചതായിട്ട് അവളെ ഇപ്പൊ തനിക്ക് കിട്ടിയിട്ടെന്തിനാ? ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ശിശുപാലൻ അതൊക്കെ അതിന് പിന്മാറി. അങ്ങനെ ശിശുപാലനെയും കൊണ്ട് ജരാസന്ധൻ പോയി. ഇവിടെ യുദ്ധത്തിന് വന്നതായിട്ട് രുക്മിയുടെ സൈന്യങ്ങളെ ഭഗവാൻ മോഹിപ്പിച്ചു നിർത്തി. വെട്ടാൻ വേണ്ടി വാളുമായിട്ട് രുക്മി വന്ന് കയറുന്ന സമയം ഭഗവാൻ തന്റെ അരയുന്ന വാള് ഊരി. ഊരിയെന്ന് മാത്രമല്ല, ആ ഊരി ഓങ്ങുന്ന കൂട്ടത്തിൽ രുക്മിയുടെ തലയിലെ കിരീടവും പോയി, രുക്മിയുടെ വാളും പോയി, രുക്മി വിടാനും പോയി. മരത്തടിച്ച് വിടണ്ടാച്ചിട്ട് ഭഗവാൻ എത്തിക്കയറി പിടിച്ചപ്പോൾ കിട്ടിയത് രുക്മിയുടെ മീശയും തടിയും തലമുടിയും കൂടി ഇടാം. രുക്മിണി നോക്കുമ്പോൾ കണ്ട കാഴ്ച വാളും ഇങ്ങനെ നിൽക്കണു. ഇടത്തെ കയറ്റി തന്നെ ഏട്ടന്റെ തല ഇങ്ങനെ നിൽക്കണം. പോയി എന്ന് ഉറപ്പായി.
വേഗം പറഞ്ഞു വലിയേട്ടനാണ് കൊല്ലരുത്. ഇത്രയൊക്കെ ഇങ്ങോട്ട് ചെയ്തിട്ടും കൊല്ലരുതെന്ന് പറയാൻ തോന്നുന്നുണ്ടല്ലോ. ഭഗവാൻ ഇപ്പൊ ആകെ പ്രശ്നത്തിലായി. ഇത്ര നേരം രുക്മിണി അവിടെ നിന്നിട്ടുണ്ട്, അതിനൊരു വാക്കത്തിന് മുമ്പ് മിണ്ടിക്കൂടെ, ഒന്നും പറഞ്ഞില്ല. ഈ ഭാര്യമാർ ആദ്യമായിട്ട് പറയുന്ന വാചകം നല്ല ക്രൂഷ്യൽ സിറ്റുവേഷനാണ്. ഏറ്റവും ആദ്യം ഈ ഭാര്യമാര് പറയണത് രണ്ടുദ്ദേശത്തിൽ പറയുന്ന ഭാര്യമാരുണ്ട്. ചിലപ്പോൾ അവരുടെ ആവശ്യം ആത്മാർത്ഥമായിട്ട് പറയുന്ന കാര്യമാണ്. അപ്പൊ പിന്നെ അത് നടത്തി കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്. ചിലവരിങ്ങനെ വളയ്ക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പറയുന്ന ചില കാര്യങ്ങളാവും. അത് ഉടനെ ചാടി കയറി ഇവള് പറഞ്ഞില്ലോ എന്ന് പറഞ്ഞ് നടത്തി കൊടുത്താൽ വളയ്ക്കലല്ലോ, ഇവിടെ ഒടിച്ചു പോകട്ടെ. അതുകൊണ്ട് നല്ലോണം ആലോചിച്ചിട്ട് വേണം ആദ്യം പറയുന്ന കാര്യം നടത്തി കൊടുക്കാൻ. കഴിഞ്ഞവർ ടെൻഷൻ അടിക്കേണ്ട ഒരു തീരുമാനമുണ്ട്. ഇവിടെ കൃഷ്ണനാണെങ്കിൽ വാള് ഊരും ചെയ്യും, അതപ്പോ കുഴപ്പമായി. പക്ഷെ ഒന്നും കൂടി ഉയർത്തി ഭഗവാൻ. കൃഷ്ണൻ തീരുമാനിക്കുന്നത് നടക്കുക എന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഇവിടെ ഇല്ല. ഏട്ടന്റെ തല പോയി തന്നെ ഉറപ്പിച്ച് രുക്മിണി ദേവി രണ്ട് കൈ കൊണ്ട് മുഖം കുത്തി നിൽക്കുകയാണെന്ന് കാണാൻ വയ്യാൻ ധൈര്യം പറഞ്ഞു. പക്ഷെ ഭഗവാൻ രുക്മിണിയുടെ വാക്കിനെ മാനിച്ചു എന്നാ വെറുതെ വിട്ടില്ല. വെറുതെ വിടണമെന്നാണ് പറഞ്ഞത്, അത് വിട്ടില്ല. കൊല്ലരുതെന്ന് പറഞ്ഞു, കൊല്ലാണ്ട് വിടുകയും ചെയ്തു. ആ ഉയർത്തിയ വാള താഴ്ത്തിയും കൊണ്ട് വരണ സമയത്ത് രുക്മിണിയുടെ പിടിച്ചിരുന്നതായിട്ട് മുടിയും താടിയും മീശയും കൂടി ഭഗവാൻ ഒരു ഭാഗത്ത് മാത്രമായിട്ട് എടുത്തു. മര്യാദക്കാച്ച കാശുകളിലാണെങ്കിലും കഴിഞ്ഞത്. ഇത് പിന്നൊരു കോലത്തിലാക്കി രുക്മിണിക്ക് വരെ കണ്ണു നോക്കിയപ്പോൾ വലിയേട്ടനാണെന്ന് വരെ സംശയാവുന്ന കോലത്തിലാക്കി വിട്ടു. അതിന് പിന്നാലെ ബലരാമൻ യുദ്ധം കഴിഞ്ഞ് വന്നു, രുക്മിണിയെ അവിടെ നിന്ന് അപമാനിച്ചു വിട്ടു. അത് കഴിഞ്ഞിട്ട് ദ്വാരകയിലേക്ക് തേര് തിരിയുകയാണ്. ദ്വാരകയിലേക്ക് വന്നത് ഇവിടെയുള്ള വിദർഭരാജ്യത്തിൽ നിന്ന് പോണ്ടവരൊക്കെ പോയിട്ടുണ്ട്. ഏറ്റവും അവസാനമാണ് കൃഷ്ണന്റെ തേര് പോകുന്നത്. ബലരാമൻ സൈന്യങ്ങളെയൊക്കെ വന്നതുപോലെ തന്നെ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ യോഗശക്തിയോടെ കൂടി കൊണ്ടെത്തിച്ചു. അതിന് പിന്നാലെ ഇതാണ് ഭഗവാനും രുക്മിണിയോട് കൂടിയിട്ട് ദാരുവിന്റെ തേരില് ദ്വാരകയിലേക്ക് എത്തിച്ചേരുമ്പോ അവിടെയുള്ള ഒരു രംഗമൊന്നും പറഞ്ഞവസാനിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടാണ് ശ്രീശിവൻ തുടങ്ങുന്നത് പോലും. അവിടെ ഓരോരുത്തരും ആ കല്യാണത്തിന് വന്നിട്ട് അവനവനെ കൊണ്ട് പറ്റണതെന്ന് പറഞ്ഞ് ഓരോരുത്തരായിട്ട് സ്വയം മുന്നിട്ട് നിന്ന് അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി. വരുന്നവരെ കുഞ്ഞുഗണപതി തന്നെ അവിടെ ഇതാ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നു. രുക്മിണി കൃഷ്ണന്മാരെയും സ്വീകരിച്ചു കൊണ്ടുപോയി കല്യാണത്തിന് മണ്ഡപത്തിലേക്ക് എത്താനുള്ള തയ്യാറെടുപ്പുകളാണ് അവരുടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വിശ്വകർമാവ് തന്നെ വന്ന് സ്വർണം കൊണ്ട് രത്നം പതിപ്പിച്ചുണ്ടാക്കിയ കല്യാണ മണ്ഡപം. ആ മണ്ഡപത്തിലെ ഗർഗാചാര്യരെ പുരോഹിതനായിട്ട് വന്നു ചേർന്നിട്ടുണ്ട്. വിവാഹത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കാനുള്ള എല്ലാം അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഉഗ്രസേന മഹാരാജാവ്, വസുദേവ ദേവിക്കുമാര്, രുക്മിണിയുടെ അച്ഛനമ്മമാര്, അവർ രുക്മിണിയുടെ അടുത്ത ബന്ധുക്കള്, ബലരാമസ്വാമികള്, പത്നിയായ രേവതി, ഇങ്ങനെ അടുത്ത ബന്ധത്തിലുള്ളവരൊക്കെ മണ്ഡപത്തിൽ സന്നിഹിതരാണ്. ബാക്കിയുള്ളവരൊക്കെ നേരെ സദസ്സില് സന്നിഹിതരാണ്. ഭഗവാന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്. അതിനിടയിൽ അവിടെ ഇത് ബ്രാഹ്മണരുടെ വേദഘോഷ മന്ത്രങ്ങള്, സൂതവാഗതബന്ധികളുടെ സ്തോത്രങ്ങള്, ആരവതുണ്ടുഭി തുടങ്ങിയ വേദവാദ്യങ്ങള്, അപ്സര സ്ത്രീകളുടെ നൃത്തസഭ, ഗന്ധർവന്മാരുടെ സംഗീത സഭ, ഇതൊക്കെ അവരവരായിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങി. ഇതിനൊക്കെ ഇടയിലൂടെ ഭഗവാനെ സ്വീകരിച്ചു കൊണ്ടുവരണു, മണ്ഡപത്തിലേക്ക് എത്തിച്ചേരണു. സദസ്സിനെയും മുതിർന്നവരെയൊക്കെ ഭഗവാൻ നമസ്കരിക്കണം. ഗർഗാചാര്യനെ നമസ്കരിച്ച് പ്രതാദികളൊക്കെ ആരംഭിച്ചു, ഹോമാദികൾ ആരംഭിച്ചു. അതിന് പിന്നാലെയാണ് നാമജപത്തോടു കൂടിയിട്ട് രുക്മിണി ദേവിയെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത്. ആ രുക്മിണി ദേവി ഭഗവാന്റെ തൊട്ടടുത്ത് വന്നിരിക്കുമ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷ ആ മുഹൂർത്തത്തിലേക്ക് സമയം കടന്നു കയറട്ടെ എന്നുള്ളതായിരുന്നു. അങ്ങനെ മുഹൂർത്തത്തിലേക്ക് സമയം എത്തിയതും ബ്രഹ്മചര്യത്തിൽ നിന്ന് ഗാർഹസ്ഥ്യത്തിലേക്ക് ഗർഗാചാര്യനിൽ നിന്ന് അനുവാദം വാങ്ങി ആ മുഹൂർത്തത്തിലെ ഏറ്റവും നല്ല നിമിഷത്തിന് ഭഗവാൻ രുക്മിണിയുടെ കഴുത്തിന് വരണമാല്യം ചാർത്തി രുക്മിണി ദേവിയെ പാണിഗ്രഹണം ചെയ്ത് അഗ്നി വനം വെച്ച് സപ്തപതി കഴിഞ്ഞ് അമ്മി വധിച്ച് അരുന്ധതി നക്ഷത്രം നോക്കി ആട്ടുകെട്ടിലേക്ക് ഇറങ്ങിയിരുന്ന് പാലും പഴവും സ്വീകരിച്ചുകൊണ്ട് കുറേ കാലം അവിടെ ഇരുന്നു. എത്ര കാലം പിന്നെ അവിടെ നിന്ന് നീണ്ടുപോയെന്ന് ആർക്കും അറിയില്ല. അടുത്ത് കാണാൻ പറ്റാത്തവരും കൂടി അടുത്ത് കണ്ടോട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും പാലും പഴവും കൊടുക്കേണ്ട ഭഗവാൻ എല്ലാവരുടെയും വാഹനമുണ്ട്. സൂര്യചന്ദ്രന്മാര് വരെ ഉദിച്ചസ്തമിക്കാൻ മറന്നു നിന്നപ്പോൾ എത്ര കാലം നീണ്ടുപോയി ആ വിവാഹാഘോഷം ആർക്കും അറിയാത്ത ഒന്നായി. ആർക്കും തളർച്ചയില്ല. ആരും രാമകോലുകൾ അറിഞ്ഞില്ല. വിശപ്പും ദാഹവും ഒന്നും അറിഞ്ഞില്ല. ഇങ്ങനെയൊക്കെ നടന്ന ആ കല്യാണാഘോഷത്തെ ഇത്രയേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് ചുരുക്കുകയാണ് ശ്രീശിവൻ. ഇതുവരെ വിസ്തരിച്ച ശ്രീശിവൻ ഇപ്പൊ ഇതെന്താ ഇങ്ങനെ ചുരുക്കണേ എന്നൊക്കെ ചോദിച്ചാൽ ശ്രീശിവൻ വിചാരിച്ചപ്പോൾ പറ്റാഞ്ഞിട്ടല്ല, അവിടത്തെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ടാ എന്നാണ് ശ്രീശിവൻ ഒരു കാരണം പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ നല്ല ശ്രദ്ധയുള്ളവൻ സ്വാഭാവികമായിട്ട് ആലോചിക്കും, എന്നാലിപ്പോ എന്തൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടാവുക. അത് ആലോചിക്കുന്നവനാണ് നല്ല ശ്രദ്ധയുണ്ടാവുക. ആ ചിന്ത കൊണ്ട് നമ്മൾക്ക് നമ്മളുടെ ഉള്ളിൽ ഒരു കല്യാണ മണ്ഡപം ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം.
ആ കല്യാണ മണ്ഡപത്തിലെ രുക്മിണി കൃഷ്ണന്മാരുടെ വിവാഹം, അല്ലെങ്കിൽ ആ വിവാഹം കഴിഞ്ഞ ആ ചിത്രമെങ്കിലും നമ്മുടെ ഹൃദയത്തിലേക്ക് പകർത്തിയെടുക്കാൻ പറ്റുമ്പോഴാണ് ഈ വിവാഹത്തിൽ പങ്കെടുക്കുമ്പോഴുള്ള മംഗളങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. അതിനു വേണ്ടിയിട്ടാണ് ശിവശിവൻ നിർത്തുന്നത്. ചെറിയ ചില രംഗങ്ങളെ എടുത്ത് കാണിച്ചു തരണം. യദുപുരിയാം ഗൃഹേ ഗൃഹേ യാദവപുരിയിലെ ഓരോ വീടുകളിലും കല്യാണം നടന്നു. കൊട്ടാരത്തിലല്ലേ കല്യാണം, ഓരോ വീട്ടിലും എന്താ കല്യാണം എന്ന് ചോദിച്ചാൽ എല്ലാവരും എൻ്റെ കുടുംബത്തിലൊരു അംഗമാണ് കൃഷ്ണൻ എന്ന് വിചാരിച്ചിട്ടാണ് ജീവിക്കുന്നത്. അവനവൻ്റെ അവിടുത്തെ ആളാണ് കൃഷ്ണൻ, അവനവൻ്റെ അവിടെ അല്ലേ കല്യാണം. എല്ലാവരും തോരണം തൂക്കി, നിലവറ വെച്ച്, നിലവിളക്ക് വെച്ച്, ആർപ്പ് വിളിച്ച്, കുറവേറ്റ് എങ്ങനെയൊക്കെ അവനവൻ്റെ അടുത്ത് കല്യാണം ആഘോഷിക്കുകയോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ കൊട്ടാരത്തിലെ കല്യാണത്തിലേക്ക് ഓടി വരുന്നത്. മഹാമോദ പുരവുസാണ്, മഹാസന്തോഷമുണ്ടായി എന്ന് മാത്രമേ പറയാണ്ട്. ആ മഹാസന്തോഷത്തിലേക്ക് എത്താൻ ആ ചിത്രത്തെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. രുക്മിണീ ദേവിയെ കണ്ട് പഠിച്ചിട്ട് പോവുക കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ എന്നാണ് പറഞ്ഞത്. രുക്മിണീ ദേവി 100 ജന്മം വേണ്ടി വന്നാലും ശരി ഞാൻ അങ്ങയുടെ പാദത്തിലേക്ക് എത്തും എന്നുള്ള ദൃഢമായ പ്രാർത്ഥനയാണ് ഭഗവാൻ ഇരിക്കുന്നിടത്ത് നമ്മളെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകാൻ വഴിയൊരുക്കിയത്. ഇതുപോലെ ഭഗവാനിലേക്ക് എത്തേണ്ടവരാണ് നമ്മളും. 100 ജന്മം വേണ്ടി വന്നിട്ടായാലും ശരി എൻ്റെ ഈ ജീവിതയാത്ര ഞാൻ അങ്ങയുടെ പാദത്തിലെത്തിച്ച് അവസാനിപ്പിക്കും എന്നൊരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ കാത്തിരിക്കേണ്ടി വരില്ല. രുക്മിണിക്ക് ആ പ്രാർത്ഥനയെ പറയേണ്ടി വന്നുള്ളൂ. അടുത്ത നിമിഷം എണീറ്റ് പുറപ്പെട്ടു ഭഗവാൻ. അതുപോലെ ഈ ഉറച്ച പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിലേക്ക് നമ്മൾ പോവില്ല. ഈ ജന്മത്തില് ഭഗവാൻ വന്ന് കൈപിടിച്ചോടും. അല്ലെങ്കിൽ വഴി കാണിക്കാൻ ഭഗവാനിലേക്ക് ഇങ്ങനെ ഒരാള് ആഗ്രഹിക്കേണ്ടതെന്ന് പറയാൻ ഒരു ബ്രാഹ്മണനെ പോലെ ഏതെങ്കിലും സജ്ജനങ്ങൾ നമുക്ക് ഇടനിലക്കാരായിട്ട് വന്നു നിന്ന് തരും എന്നതാ രുക്മിണിയെ കണ്ട് പഠിക്കേണ്ടതാണ്. അല്ലാത്തവന്റെ ദുരനുഭവം ശിശുപാലൻ്റേത് തന്നെയാണ് എന്ന് പറയുന്നു. ജരാസന്ധനെ ഭാഗവതത്തിൽ അവതരിപ്പിക്കുക 50ാമത്തെ അധ്യായത്തിലാണ്. 50ഓട് കൂടിയിട്ടൊക്കെയാണ് നരയൊക്കെ സാധാരണ നിലയ്ക്ക് വരാന്ന് പറഞ്ഞത്. ജരാനരകൾ എന്നൊക്കെ പറയുന്നത് അസുഖങ്ങളൊക്കെ തന്നെ. ജരാനരകൾ വരണോ, അതിന്റെ പിന്നാലെ അസുഖങ്ങൾ വരണോ, വാർദ്ധക്യത്തിലേക്ക് പോകണോ, മരണത്തിലേക്ക് പോകണോ എന്നർത്ഥം. ഭഗവാനിൽ നിന്ന് അകന്നു പോകേണ്ട, സൗഭാഗ്യങ്ങളിൽ നിന്ന് അകന്നു പോകേണ്ട അവസ്ഥയാണ് ശിശുപാലൻ ഉണ്ടായത്. ജരാസന്ധന്റെ കൈപിടിക്കാനായ ഗതിയുണ്ടായത്. 16കാരിക്ക് പകരം 61കാരന്റെ പരപരാന്നുള്ള കയ്യാ കിട്ടിയത്. ഈശ്വരനെതിരായിട്ട് നിൽക്കണമെന്ന അവസ്ഥ ഇതാണ്. ഈശ്വരനെ ആശ്രയിക്കുന്നവനെ ഈശ്വരൻ ചിലപ്പോൾ ഒന്ന് വട്ടക്കറക്കും, പക്ഷെ അവസാനം അത് കൈപിടിക്കാൻ വേണ്ടിയിട്ടുള്ള വട്ടക്കറക്കലാണ്. അങ്ങനെ ഒന്ന് ഭഗവാൻ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും കരയരുത് എന്ന് തീരുമാനിച്ചിട്ടാണ് രുക്മിണിക്ക് പിന്നെ സങ്കടം എന്നുള്ളത് ജീവിതത്തിൽ ഭഗവാൻ കൊടുക്കാണ്ട് കൊണ്ടുവരണം. ആ രീതിയിൽ നമ്മളെയും രുക്മിണിയെ പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൈപിടിക്കാൻ പാകത്തിന് എത്ര ജന്മം എടുക്കേണ്ടി വന്നാലും ഞാൻ അവിടെ എത്തും എന്ന ഉറച്ച പ്രാർത്ഥനയെ സമർപ്പിച്ചുകൊണ്ട് അന്ന് അവിടെ വന്നു ചേർന്ന എല്ലാവരും ശ്യാമസുന്ദര ഭുവനസുന്ദര നാമം ജപിച്ച് രുക്മിണി കൃഷ്ണന്മാരുടെ അനുഗ്രഹങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു ഗംഗാപ്രവാഹം പോലെ ഏറ്റുവാങ്ങിയതുപോലെ നമുക്ക് ശ്യാമസുന്ദര ഭുവനസുന്ദര നാമങ്ങളെ ജപിച്ച് ആ വിവാഹത്തിൽ പങ്കെടുത്തുകൊണ്ട് മംഗളങ്ങളുള്ളവരായിട്ട് മാറാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീശുകവാച ഏവം ഭഗവതാ തന്വീരാമേണ പ്രതിബോധിത വൈമനസ്യം പരിത്യജ്യ മനോബുദ്ധ്യാ സമാദധേ പ്രാണാവശേഷോ സൃഷ്ടോ വിദ്ഭിർഗതവലപ്രഭവ സ്മരൻ വിരോധകരണം വിദധാത്മമനോരഥ ചക്രേ ഭോജഗണം നാമനിവാസായ മകൾപുരം അഹത്വാ നിർമ്മതിം കൃഷ്ണമപ്രത്യൂഹ്യ യമീയസീം കുണ്ഡിനം ന പ്രവേക്ഷ്യാമി ഇത്യുക്ത്വാ തത്രാവസതൃഷ ഭഗവാൻ ഭീഷ്മകസുത ഏവം നിർജിത്യ ഭൂമിവാൻ പുരവാരീയ വിധിവതുമയമേ കുരു ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്യാമസുന്ദര ശ്യാമസുന്ദര രാധാരമണ ശ്യാമസുന്ദര 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 രാധാരമണ ശ്യാമസുന്ദര ഭുവനസുന്ദര ഭുവനസുന്ദര രുക്മിണി
सुंदर श्याम सुंदर राधा रमण श्याम सुंदर भुवन सुंदर रुक्मिणी रमण भुवन सुंदर राधा रमण श्याम सुंदर राधा रमण श्याम सुंदर राधा रमण श्याम सुंदर रुक्मिणी रमण भुवन 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 सुंदर जय बोलो रुक्मिणी रमण भुवन सुंदर मूर्ति की जय बोलो रुक्मिणी हरण भुवन सुंदर मूर्ति की जय बोलो विवाह मंगलोत्सव की जय बोलो आज की आनंद की तदा महोत्सवोत्सवानां यदुर्यां गृहे गृहे भूतरण्यभावानां कृष्णे यद्पदौ नृप नरामान्यश्च मुदिताः प्रमृष्टमणिकुण्डला पारिवर्गपुमाचक्रुर्वरयोश्चित्रवाससो सा वृष्टिपुर्युक्तभितेन्द्रगीतभिर्विचित्रमाल्याम्बररक्ततोरणैः बभौ प्रतिद्वारिपक्लब्धं मङ्गलैः आपूर्णकुम्भागुरुधूपदीपवैः सिक्तवान्भ्यामदच्छुद्भिरामोदप्रेष्ठभूजाम् गजैर्मास्वरामृष्टरम्भा भूमोपशोभिता गुरुसञ्जय वैदेयमिदर्भयदुन्दया रुचो मुदरे तस्मिन् संहारिधावता रुक्मिण्यारणं श्रुत्वा गिर्यमाणं ततस्तरः राजानो राजन्याश्च बभूवृषविस्मिताः द्वारकायां भूद्राज महामोदपुरौकसा रुक्मिण्या रमयोपेदं दृष्ट्वा कृष्णं शय्यापतिम् रुक्मिण्या रमयोपेदं दृष्ट्वा कृष्णं शय्यापतिम् श्रीमद्भागवते महापुराणे वाल्मीकिरामायणे दशमस्कन्धे उत्तरार्धे पुण्यनाम चतुःपञ्चाशत्तमोऽध्यायः सर्वत्र गोविन्दनाम संकीर्तनम् आनन्दम् आनन्दम् आनन्दमे आनन्दम् 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 आनन्दमे आनन्दम् आनन्दमे गौरी महेशनुक्कुम् आनन्दमे आनन्दम् आनन्दम् आनन्दमे रामनुक्कुम् सीतैक्कुम् आनन्दमे आनन्दम् आनन्दम् आनन्दमे वैष्णिक्कुम् कृष्णनुक्कुम् आनन्दमे आनन्दम् आनन्दम् आनन्दमे वन्दवर्गुम् पार्ववर्गुम् आनन्दमे आनन्दम् आनन्दम् आनन्दमे आनन्दम् आनन्दम् आनन्दमे आनन्दम् आनन्दमे आनन्दम् आनन्दम् आनन्दमे
ചൊല്ലണം നന്മ ചെയ്തു വാഴണം രാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം നല്ല ചിന്തയേകണം മനസ്സു ശുദ്ധമാകണം നിത്യനായ ചിൽപ്രകാശരൂപനെ വണങ്ങണം കുഞ്ചിലമ്പു കുഞ്ചിലുന്ന പിഞ്ചുപാദമോർക്കണം ആപദാബ്ജം തന്നിലായി സദാ നമിച്ചിരട്ടെ ഞാൻ ഗോവിന്ദനാമ സങ്കീർത്തനം ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത രാധാരമണ മുകുന്ദ മുരാരേ സാംബ സദാ ശിവ ശംഭോ ശങ്കര ദേവി മഹേശ്വരി പാർവതി ശങ്കരി രുക്മിണി കരുണ ശ്രീ ഹരി കൃഷ്ണ ഹരിഹര പുത്ര ശ്രീവത്സര കുലവാദമുരേശ രാധാ കൃഷ്ണ രാജാരമണമുകുന്ദമുരാരേ ശരണം മേ തവ ശരണയുഗം ഹരി ശരണം മേ തവ ശരണയുഗം ഹരി ശരണം മേ തവ ശരണയുഗം സ്വസ്തി പ്രജാഭ്യ പരിപാലയന്നാം ന്യായേന മാർഗേണ മഹീ മഹീഷാഃ ഗോബ്രാഹ്മണേഭ്യः ശുഭമസ്തു നിത്യം ലോകാः സമസ്താः സുഖിനോ ഭവन्तു കായേന വാചാ മനസേന്ദ്രിയേണ വാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യവസരം തസ്മൈ നാരായണായേതി സമർപ്പയാമി കർമ്മകൃതം വാ കായേന കർമ്മേണ വാ ശ്രവണേന വാ മാനസം വാ പദാനം വികലമഭീതം വാ സർവവേദം ക്ഷമസ്വ ശ്രീജഗന്നാഥേ ശ്രീദേവ ശംഭോ ഹരിം വസ്തു ഗോവിന്ദ തുഭ്യമേവ സമർപ്പയേ തേനത്വദണ്ഡകമലേ രതിം വേ യച്ഛ ശാശ്വതി ശ്രീകൃഷ്ണായ പരമഗുണവേ നമോ നമഃ ശ്രീകൃഷ്ണാർപ്പണമസ്തു നമഃ പാർവതീപതയേ ജാനകീകാന്ത